ഡാർക്ക് വൈബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഒരു കിഡിലൻ സീരീസ്. മൾട്ടിവേഴ്സ്, ഓൾട്ടർനേറ്റ് ടൈം ലൈൻ, പാരലൽ സ്പേസ്. തീർച്ചയായും നമ്മൾ ഈ കുറച്ചു കാലങ്ങളായി കണ്ടുമടുത്ത കൺസെപ്റ്റാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഐഡിയയിലൂടെ ഒരു പുതുമ കൊണ്ടുവന്നിട്ടുള്ള ഒരു കിഡിലൻ സീരീസാണ് ഡാർക്ക് മാറ്റർ. അന്ന് അങ്ങനെ ചെയ്തിരുന്നതിൽ ഇന്ന് എവിടെത്തിയനെ എന്ന് നമുക്ക് വരുന്നൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലിനെ സത്യമാക്കിയെടുക്കാൻ കെൽപ്പുള്ളൊരു ലോകം, അതാണ് ഡാർക്ക് മാറ്ററിൻ്റേത്. ഡാർക്ക് മാറ്റർ സത്യത്തിൽ 2016 ഇറങ്ങിയ ഒരു നോവലിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്തതാണ്. നല്ലവണ്ണം വർക്ക് ചെയ്യേണ്ടതായ ഒരു സീരീസാണത്. ഡാർക്ക് കണ്ട് തലപൊഞ്ഞ ടീംസിന് ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് സീരീസാണ്. ആപ്പിൾ TV ആണ് പ്രൊഡക്ഷൻ. ഈ 1ാം സീസണിലാകെയുള്ളത് 9 എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് ഡാർക്ക് മാറ്റർ വേൾഡിലേക്ക് കടന്നാലോ. ഇരുട്ട് മൂടിയൊരു വെയർഹൗസ്. ഉള്ളിൽ പ്രത്യക്ഷമായൊരു ബോക്സ് തുറന്ന് തോളിലൊരു ബാഗുമിട്ട് അവിടെ ആരോ ഒരാൾ ടോർച്ച് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ചുറ്റുമൊന്ന് നോക്കുന്നു. അവിടെ നമ്മൾ കാണുകയാണ് വളരെ വിചിത്രമായ ഒരു രൂപത്തോടെയുള്ള ബോക്സ്. അത് കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് അലാം. അത് കേട്ടുണരുന്ന ഒരു മധ്യവയസ്കൻ. അടുത്തുള്ള തൻ്റെ ഭാര്യയെ ഒന്ന് തലോടി അയാൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു കോഫി ഉണ്ടാക്കാനായി കിച്ചണിലേക്ക് കടക്കുന്നു. ആ കോഫി ഒന്ന് റെഡിയാകുമ്പോഴേക്കും നമുക്കവരെ ഒന്ന് പരിചയപ്പെടാം. ജെയ്സൺ ഡസൻ. അതാണ് ആ മധ്യവയസ്കൻ്റെ നാമധേയം. ആളൊരു ഫിസിക്സ് പ്രൊഫസറാണ്. ഭാര്യ ഒരു ആർട്ട് ഗാലറി നടത്തുന്ന ഡാനിയല്ല. ഒറ്റ മകൻ പൊന്നോമനയായ 15-കാരൻ ചാർലി. ഈ കുടുംബത്തിൻ്റെ സാധാരണ ജീവിതം അപ്പാവിടെ കുഴഞ്ഞു മാറി മറിയാൻ പോവുകയാണ്. എങ്ങനെയെന്നാൽ കോഫി റെഡി ആയിട്ടുണ്ട്. അത് കുടിച്ച് എല്ലാവരും ഒരുങ്ങി അവരവരുടെ പാട് നോക്കി പോകാൻ തയ്യാറെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ മകൻ്റെ സ്റ്റഡീസ് റിവൈസ് ചെയ്യുമ്പോൾ ജെയ്സണോട് ചാർലിക്ക് ഒരു ആഗ്രഹം പറയാനുണ്ട്. ഇന്ന് സ്കൂളിലേക്ക് ഞാൻ കാർ ഓടിച്ചോട്ടെ. ഇത് കേട്ടാണ് ഡാനിയല അവിടേക്ക് എത്തുന്നത്. കേട്ടപാടെ അത് വേണോ എന്ന രീതിയിൽ ചുമ്മാ ഒന്ന് കളിയാക്കി ഇരുവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ പിറകെ ഈ പുരുഷ കേസരികളും ഇറങ്ങുന്നു. എന്ത് നല്ല ഹാപ്പി ഫാമിലി. വീടിനടുത്തായി ഒരു റെയിൽവേ കാണാം. അച്ഛനും മകനും ഒരുമിച്ചാണ് യാത്ര. പക്ഷെ ഡാനിയല മറ്റൊരു വഴിയാണ്. അങ്ങനെ ചാർലിക്ക് കാർ ഓടിക്കാൻ നൽകി അവൻ പതിയെ ബ്ലാവി വണ്ടി ഓടിക്കുമ്പോൾ ജെയ്സണ് ഒരു വീഡിയോ കോൾ വരികയാണ്. റയാൻ ജെയ്സന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റും. പതിവില്ലാതെ രാവിലെ തന്നെ എന്തോ ഒരു വീഡിയോ കോൾ എന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യുമ്പോഴാകട്ടെ റയാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ദൈവമേ, ഞാൻ പറയുന്നത് ഇത്തിരി സീനുള്ള കാര്യമാണ് ജെയ്സൺ. എനിക്ക് പാവ്യ പ്രൈസ് കിട്ടി. ആധുനിക ശാസ്ത്രത്തിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന $1 മില്യൺ സയൻസ് അവാർഡ്. ഇത് നിനക്ക് കിട്ടേണ്ടതാണ്. നിനക്ക് നല്ലോണം അറിയാമെന്ന് പറയുന്ന റയാനോട് അതിലൊരു കാര്യവുമില്ലെന്നും എനിക്ക് വളരെ സന്തോഷമായെന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നു. റയാൻ്റെ രാത്രിയിലെ സെലിബ്രേഷൻ പാർട്ടിയുടെ ക്ഷണമേറ്റ് വാങ്ങിക്കൊണ്ട്. എങ്കിലും ചെറിയൊരു അസൂയ ജെയ്സന്റെ മുഖത്ത് കാണാം. ഒരു നല്ല ജീവിതമാണെങ്കിൽ കൂടെ ആഗ്രഹിച്ച ഒരു ജീവിതമല്ല ജെയ്സൻ്റേത്. ഒരു കാലത്ത് ആസ്ട്രോഫിസിസ്റ്റായി വലിയ ശാസ്ത്ര നിഗൂഢതയിലേക്ക് ചികഞ്ഞ് തലപോഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ ബോറിംഗ് ക്ലാസ് നടത്തേണ്ട അവസ്ഥ. ഡാനിയല ചായം പൂശിയ വരയിലൂടെ ആർട്ട് ഗാലറി നടത്തുന്നതോടൊപ്പം തന്നെ തൻ്റെ ഇഷ്ടമായ സൈക്ലിങ്ങിലും റണ്ണിങ്ങിലും നീന്തൽ മത്സരങ്ങളിലും എല്ലാം പങ്കെടുക്കുന്ന ഒരു ട്രയത്ലറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഉദിച്ചിരിക്കുന്നു. കടകളെല്ലാം അടച്ചിട്ട ഒരു ഇടവഴിയിലൂടെ ഒരാൾ നടന്നതിലൊന്നിൻ്റെ ഷട്ടർ തുറന്ന് അകത്തേക്ക് കയറുന്നു. ബാറ്ററിയും കുറേ പണവും 3-4 സെൽഫോണും മറ്റുമൊക്കെയായി എന്തോ പരിപാടിയാണ്. അയാളൊരു നോട്ട്ബുക്ക് എടുത്ത് എഴുതുന്നു. ചാർലി ഇന്ന് സ്കൂളിലേക്ക് തനിയെ വണ്ടി ഓടിച്ചു പോയി. അത് ജെയ്സണാണ്. കയ്യിലൊരു വയലുമുണ്ട്. എന്തോ നീല ദ്രാവകം. അത് സെറ്റ് ചെയ്യുന്നു. ജെയ്സണ് ഇങ്ങനെ ഒരു രഹസ്യ സങ്കേതം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നോക്കാം. നേരെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ റൊമാൻറ്റിക്കായ അത്താഴത്തിരക്കിലാണ് ജെയ്സണും ഡാനിയലയും. ചാർലിയും ഓരോരുത്തുണ്ട്. ഇടയിൽ ജെയ്സന്റെ ഫോണിൽ തുടർച്ചയായി നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് എടുത്തു നോക്കുന്ന ഡാനി അത് റയാൻ്റെ മെസ്സേജ് ആണെന്നും എവിടെയെന്ന് ചോദിക്കുന്നതായെന്നും പറയുമ്പോൾ ജെയ്സൺ റയാന് പാവ്യ പ്രൈസ് കിട്ടിയ കാര്യം പറയുന്നു. ഇത് കേട്ട് വണ്ടടിച്ച് നിൽക്കുന്ന ഡാനിയോട് ഇതതിൻ്റെ പാർട്ടിക്ക് വിളിക്കുന്നതാണെന്നും തനിക്ക് പോകാൻ താല്പര്യമില്ലെന്ന പറച്ചിൽ കേട്ട് ഡാനി ഇതെവിടെ വെച്ചാണെന്ന് അന്വേഷിക്കുമ്പോൾ അവരുടെ ലൊക്കാലിറ്റിക്ക് തൊട്ടടുത്ത്. റയാൻ അയാളുടെ വീടിനടുത്തുള്ള എവിടെയെങ്കിലും വെച്ച് നടത്താതെ ഇവിടെ അടുത്ത് തന്നെ ഈ പാർട്ടി നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനാണെന്ന് കറക്റ്റ് കാര്യം പറഞ്ഞ് ഡാനി നിർബന്ധിച്ച് ജെയ്സനെ പാർട്ടിയിൽ പങ്കെടുക്കാൻ വിടുന്നു. വഴിയെ ഒരു വണ്ടി ജെയ്സനെ ഫോളോ ചെയ്യുന്നത് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ എത്തിയിരിക്കുകയാണ് പാർട്ടി നടക്കുന്ന ദ വില്ലേജ് ടാപ്പിൽ. കണ്ടപാടെ റയൻ വന്ന് കെട്ടിപ്പിടിക്കുന്നു. അതിയായ സന്തോഷം. ഡാനിയൽ നിർബന്ധിച്ചുകൊണ്ടാണോ വന്നതെന്ന് ചോദിച്ച് ഇവന് സ്കോച്ചാണ് ഇഷ്ടം, അതെടുക്കുന്നും പറഞ്ഞ് തൻ്റെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തുകയാണ്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ആഴം നമുക്ക് നല്ലോണം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് റയാൻ്റെ ജെയ്സണോടുള്ള കടപ്പാട് പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തം. നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ, ഇത് നിനക്ക് കിട്ടേണ്ട അവാർഡായിരുന്നുവെന്ന്. റയാൻ ജെയ്സനെ മാറ്റി നിർത്തി ഒരു ഫുൾ സ്കോച്ച് കുപ്പിയൊക്കെ നൽകി താനൊരു ന്യൂറോടെക് കമ്പനി തുടങ്ങാൻ പോവുകയാണെന്നും അതിൽ ജെയ്സൺ വേണമെന്നും കോളേജിനേക്കാൾ ഒരു ബെസ്റ്റ് ജോബ് ഓഫർ നൽകുന്നു. എന്നാലത് അവിടെ നിന്നും ദൂരെ മാറി സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഡാനിയോടും ചാർലിയോടും ഒന്ന് ചർച്ച ചെയ്യാൻ റയാൻ പറയുമ്പോൾ പാർട്ടി നടക്കട്ടെ എന്ന് പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുന്ന ജെയ്സന്റെ മനസ്സ് ഇക്കാര്യത്തെപ്പറ്റിയുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്നു.
എന്തായെന്ന് തിരക്കാൻ വിളിക്കുന്ന ഡാനിയലയുടെ കോൾ കട്ട് ചെയ്ത് കുറച്ച് പൂസായി നടക്കുമ്പോൾ ഇടയ്ക്ക് വെച്ചൊരു മഴയും വീഴുകയാണ്. ഒരു 100 രൂപ തരുമോ ചായ കുടിക്കാൻ? ഇടയ്ക്കൊരു പിച്ചക്കാരൻ ചോദിക്കുന്നത് കേട്ട് കാശ് എടുക്കുമ്പോൾ പെട്ടെന്ന് ഒരുവൻ തോക്കും ചൂണ്ടി ഓടി വരുന്നു, അനങ്ങരുതെന്നും പറഞ്ഞ്. മാസ്ക് ധരിച്ചയാൾ ജെയ്സന്റെ ഫോൺ പിടിച്ചു വാങ്ങി അവിടെ കിടക്കുന്ന ഒരു കാറിൽ കയറ്റി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വണ്ടി എടുക്കാൻ പറയുന്നു. ജെയ്സൺ എന്താ ഉദ്ദേശമെന്നറിയാതെ തോക്കിൻ്റെ മുന്നിൽ അനങ്ങാതെ വണ്ടി ഓടിക്കുമ്പോൾ മാസ്ക്മാൻ, ജെയ്സൺ നേരെ നോക്കി വണ്ടി ഓടിക്കുക. എന്താ നിൻ്റെ ഫോണിൻ്റെ പാസ്പോർട്ട്? ആ എനിക്കറിയാം, അച്ഛൻ്റെ ബർത്ത്ഡേ റിവേഴ്സ് അതല്ലേ? അടിച്ചു നോക്കുമ്പോൾ അത് ശരിയാണ് താനും. ചാറ്റിൽ ഡാനി റയാൻ്റെ പാർട്ടിയെ പറ്റി ചോദിക്കുന്നതും തനിക്കിഷ്ടമുള്ള ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരാനുള്ള മെസ്സേജൊക്കെ കണ്ട് റയാനുമായിട്ട് എന്താണെന്നുള്ള ചോദ്യത്തിന് പുള്ളി ഒരു ന്യൂറോടെക് കമ്പനി തുടങ്ങുന്നെന്നും അതിലേക്ക് ജോലി ചെയ്യാൻ വിളിച്ചെന്നും ജെയ്സണിൽ നിന്നും മനസ്സിലാക്കുന്നതോടെ പെട്ടെന്ന് ആ മാസ്ക്മാൻ വഴിതിരിക്കാൻ പറയുന്നു. അത് ചെന്നെത്തുന്നത് ഒരു വെയർഹൗസിൽ, നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ സ്ഥലത്ത്. എത്തിയപാടെ ജെയ്സന്റെ തലക്കടിച്ച് വണ്ടിയിൽ നിന്നും വലിച്ചു പുറത്തിട്ട ശേഷം കയ്യിലെ മോതിരം വലിച്ചൂരിയെടുത്തിട്ട് വസ്ത്രം മൂരാൻ പറയുന്നു ആ മുഖംമൂടി ധരിച്ചയാൾ. ശേഷം ട്രൗസർ ഇട്ട് നിൽക്കുന്ന ജെയ്സൺ അയാൾ ഒരു ടോർച്ച് നൽകി തോക്ക് ചൂണ്ടി നടക്കാൻ പറയുന്നു. പടിയിറങ്ങി നടക്കുന്ന വഴിക്ക് പെട്ടെന്ന് ജെയ്സൺ അയാളെ പിടിച്ച് കൈ അടുത്തുള്ളൊരു കൂർത്ത കമ്പിയിലേക്ക് തറപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നെങ്കിലും സ്കോച്ചിന്റെ കെട്ടിറങ്ങാത്ത ജെയ്സനെ തറയിലേക്ക് തള്ളിയിട്ട് ഒരു സിറിഞ്ച് എടുത്ത് പ്രയോഗിക്കുന്നതോടെ ഇനി അധികം സമയമില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബാഗ് എടുത്ത് അതിലുള്ള ഡ്രസ്സ് ബോധം പോകുന്നതിന് മുന്നേ ധരിക്കാൻ പറയുന്നു. നമ്മളെന്താ ഇവിടെ? ബോധം നശിച്ച് അവശനായിക്കൊണ്ടിരിക്കുന്ന ജെയ്സൺ ചോദിക്കുകയാണ്. മാസ്ക്മാൻ ആകട്ടെ ഒരു പ്രത്യേകതരം ബോക്സ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തുകൊണ്ട് നീ നിന്റെ ജീവിതത്തിൽ തൃപ്തനാണോ എന്ന് ചോദിക്കുകയാണ്. ജീവിതം വേറെ എങ്ങനെയും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെന്ന് തോന്നുന്നുണ്ടോ? ജെയ്സൺ ഒന്ന് ആലോചിച്ചിട്ട് അതെ എന്ന് മെല്ലെ പറയുമ്പോൾ, എന്നാൽ നീ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്ക്. നല്ലവണ്ണം പേടിയുണ്ടാകും, പക്ഷേ നിനക്കതിന് കഴിയും. സോറി ജെയ്സൺ, ഞാനിതെല്ലാം നമ്മൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ബോത്ത് ഓഫ് അസ്. ഇങ്ങനെ പറയുന്നു. ആരാ നീ? പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ജെയ്സന്റെ ബോധം പൂർണ്ണമായി നശിച്ചിരിക്കുന്നു. ബോധം വരുമ്പോൾ ഏതോ ICU പോലൊരു സ്ഥലത്താണ്. ചെക്കപ്പ് തകൃതിയായി നടക്കുന്നു. ശേഷം ഒരു ഗ്ലാസ് മുറിക്കുള്ളിൽ നിർത്തി ക്ലീനാക്കിയ ശേഷം മറ്റൊരു ഡ്രസ്സ് ധരിപ്പിച്ചൊരു ബെഡ്റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നു. മൂക്കിലും നെറ്റിയിലുമൊക്കെ മുറിപ്പാടുണ്ട്. ജെയ്സൺ എഴുന്നേറ്റ് കതക് തുറക്കാൻ നോക്കും, പക്ഷേ ലോക്ക്ഡാണ്. മുറിയിൽ വെച്ചിട്ടുള്ളൊരു പാക്കറ്റ് അഴിച്ച് നോക്കാനെടുക്കുമ്പോൾ കതക് മുട്ടി ഡിജിറ്റൽ ലോക്ക് ഓപ്പൺ ചെയ്ത് ഒരാൾ അവിടേക്ക് കടന്നു വരുന്നു. ഒരു സ്ത്രീയാണ്. നിറ കണ്ണുകളോടും സന്തോഷത്തോടും കൂടെ അവർ നടന്നു വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ ജെയ്സൺ ആരാണെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും ചോദിക്കുമ്പോൾ, മനസ്സിലായില്ലേ എന്ന നമ്പറിന്ന് താൻ അമാൻഡയാണെന്നും നിങ്ങൾ ക്വാറന്റൈൻ ക്ലിയർ ചെയ്ത് റേഡിയേഷനിൽ നിന്നും അണുക്കളിൽ നിന്നും മുക്തി നേടിയതായും പറയുന്നതെല്ലാം കേട്ട് ആകെ കൺഫ്യൂസ്ഡാണ് ജെയ്സൺ. ഏതാണ് ഈ സ്ഥലം? അമാൻഡ ജെയ്സനെ നേരെ ഒരു ക്യാബിനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെയുള്ള ആളെ കണ്ട് അതിശയിക്കുന്നു. ലെയ്റ്റൺ എന്ന തൻ്റെ ദീർഘനാൾ കാണാതിരുന്ന ക്ലാസ്മേറ്റിനോട് ഇതെല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇത് നിന്റെ വിജയമാണെന്ന് പറഞ്ഞിരുത്തി ഒരു ക്യാമറ ഓണാക്കിയിട്ട്, ഞാൻ അമാൻഡ ലൂക്കസ്, ലാബ് സൈക്യാട്രിസ്റ്റ്. എന്നോടൊപ്പമുള്ളത് നമ്മുടെ CEO ലെയ്റ്റൺ വാൻസും കൂടെ നമ്മുടെ ചീഫ് സയൻസ് ഓഫീസറും കോ-ഫൗണ്ടറുമായ ജെയ്സൺ ഡസൻ. എന്താ? ലെയ്റ്റൺ എന്തിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ ട്രാൻസ്പെറൻ്റായി മാറിയിട്ട് പുറത്തു നിന്ന് ആൾക്കാർ കൈകൂട്ടുകയാണ് ജെയ്സനെ നോക്കി. ആൾക്കാർ എത്തിപ്പെടാൻ തിരക്ക് കൂട്ടുന്ന ഈ സ്ഥലത്തു നിന്ന് മടങ്ങിയ ഏക വ്യക്തി നീയാണെന്നും ഇക്കഴിഞ്ഞ 14 മാസം എവിടെയായിരുന്നെന്ന് ഓർത്തെടുക്കാൻ ജെയ്സണോട് ലെയ്റ്റൺ പറയുമ്പോൾ, അവസാനമായി താൻ റയാൻ്റെ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു എന്ന് പറയുന്ന ജെയ്സൺ പെട്ടെന്ന് ശുഭിതനായി തനിക്ക് വീട്ടിൽ പോകണമെന്ന് വാശി പിടിക്കുന്നതിനെ തുടർന്ന് പുറത്തേക്ക് മറ്റെന്തിനോ കൊണ്ടുപോകുമ്പോൾ പെട്ടെന്നടുത്തുള്ള ലിഫ്റ്റിലേക്ക് ചാടിക്കേറി താഴേക്ക് എത്തുമ്പോൾ അവിടെ എൻട്രൻസ് ലോക്ക്ഡ്. ബയോമെട്രിക്സിൽ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുമ്പോൾ അവിടേക്കൊരു ഉദ്യോഗസ്ഥൻ വരുന്നു. ബാഡ്ജ് എടുക്കാൻ മറന്നോ ഡോക്ടർ ജെയ്സൺ? കുറേ നാളായല്ലോ കണ്ടിട്ടെന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ബാഡ്ജ് വെച്ച് എൻട്രൻസ് തുറക്കുന്നതും ലെയ്റ്റണും സംഘവും അവിടേക്ക് എത്തുന്നു. ഇത് കണ്ട് തകർത്തോടിക്കൊണ്ട് വേലി ചാടി നേരെ റോഡിലെത്തി ഭാഗ്യത്തിന് ലഭിച്ചൊരു ടാക്സിയിൽ കയറി തൻ്റെ വീട്ടഡ്രസ്സ് പറഞ്ഞ അവിടേക്ക് പെട്ടെന്നെത്താൻ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഫോണും വീടിൻ്റെ താക്കോലും പേഴ്സും കോട്ടിലുണ്ട്, പക്ഷേ പേഴ്സിലെ ID ഇല്ല. സമയം 2 മണിയോടടുക്കുന്നു. ഡാനിയല ഉറങ്ങാതെ കാത്തു നിൽക്കുകയാണ്. ജെയ്സണൊടുവിൽ വീട് പിടിച്ചിരിക്കുന്നു. ആശ്വാസം. തുറന്നകത്തേക്ക് കയറി മുകളിലേക്ക് പോകാൻ നേരം അടുക്കളയിൽ നിന്നുള്ള വിളി കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. വാട്ട് ദ? ഇതേ സമയം ആ മാസ്ക്മാൻ മാസ്ക് ഒരു കാറിൽ വെച്ച് വീട്ടിലേക്ക് കയറുകയാണ്. ജെയ്സന്റെ അതേ വീട്. ഉള്ളിൽ കയറി അടുക്കളയ്ക്കടുത്തേക്ക് ചെല്ലുമ്പോൾ അതാ ഡാനിയൽ. നിങ്ങളുടെ ഫുഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ ആൾ അത് ജെയ്സനാണ്. പക്ഷേ മുഖത്ത് മുറിവോ പാടുകളോ ഒന്നുമില്ല. വീട്ടിൽ വളരെ താമസിച്ചെത്തിയതിലും ഫോൺ അറ്റൻഡ് ചെയ്യാഞ്ഞതിലും അപ്സെറ്റായി നിൽക്കുന്ന ഡാനിയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് റയാൻ്റെ ജോബ് ഓഫറെ പറ്റി പറയുന്നു. എന്നിട്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഒരുമിക്കാൻ തീരുമാനമെടുത്തപ്പോൾ താൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ എന്ന് ജെയ്സന്റെ ചോദ്യത്തിന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വാക്കുകൾ പറയുന്നു. ഒടുക്കം ജീവിതത്തിൽ തണുത്ത ഉപയോഗമില്ലാത്തൊരു ലാബിനേക്കാളും നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ മതി എനിക്ക്. ഡാനിയുടെ പരിഭവം ഇതോടെ മാറുമ്പോൾ ഡാനിയോടൊപ്പം ഇത്രയും നാൾ കഴിഞ്ഞ യഥാർത്ഥ ജെയ്സൺ. അയാൾ ഇതേ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഡാനിയുടെ സ്ഥാനത്ത് അമാൻഡയും. നീ എങ്ങനെ ഇവിടെ എത്തി?
നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. ലൈറ്റിട്ട് ചുറ്റുമൊന്ന് നോക്കുകയാണ്. വീട്ടിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താ ഇത്, തമാശ കളിക്കുകയാണോ? എന്നിട്ട് ഡാനിയലെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിയിട്ട് ചാർലിയുടെ മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ അപ്പാടെ മാറ്റം. പക്ഷേ അതിലും ഞെട്ടൽ വരുന്നത് തൻ്റേതായ പേരിൽ അവിടെ ഇരിക്കുന്ന പാവി അവാർഡ് കാണുമ്പോഴാണ്. നേരെ അവിടെ കാണുന്ന ഫോൺ എടുത്ത് ഡാനിയലയുടെ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നത് മറ്റേതോ ഒരു സ്ത്രീ. വീണ്ടും ഡാനിയലെ എവിടെ നിന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ശകാരിച്ച സ്ത്രീ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആരാണ് ഡാനിയല എന്ന് ചോദിക്കുകയാണ് അമാൻഡ. തൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മറ്റു മുറികളിലെല്ലാം നോക്കാൻ പോകുമ്പോൾ അമാൻഡയ്ക്ക് ഒരു കോൾ വരുന്നു. അതവരാണ്, ലേറ്റേണും സംഘവും. എത്തിയോ ചോദിക്കാൻ വിളിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും പുറത്ത് അവരുടെ വണ്ടി വന്ന് നിൽക്കുകയായി. എവിടെയാണ് എൻ്റെ ഭാര്യ എന്ന് ചോദിക്കുന്ന ജെയ്സനെ നോക്കി നിങ്ങൾക്ക് ഭാര്യയില്ല എന്ന് അമാൻഡ പറയുന്നതും ഉടൻ വീടിൻ്റെ കതക് മുട്ടുന്നതും കേട്ട് ജെയ്സൺ പിറകിലെ കതക് തുറന്ന് ഓടുകയാണ്, ഒരു ഭ്രാന്തനെ പോലെ. ഇതേ സമയം ഡാനിയലയോടൊപ്പം സ്നേഹം പങ്കിടുകയാണ് മറ്റൊരു ജെയ്സൺ. ഷർട്ട് അഴിച്ച ശേഷം മുൻപ് വെയർഹൗസിൽ വെച്ച് നടന്ന ആ സംഭവത്തിലുണ്ടായ കയ്യിലെ മുറിവ് കണ്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന ഡാനിയോട് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഒരു പിടിയും തരാതെ പോകുന്ന ഒരു പൈലറ്റ് എപ്പിസോഡാണ് ഡാർക്ക് മാറ്ററിൻ്റേത്. ജെയ്സൻ്റെയും കുടുംബത്തിൻ്റെയും ഒരു ഇൻട്രോ മാറ്റി നിർത്തിയാൽ ആകെ കുഴഞ്ഞൊരവസ്ഥ. തുടക്കത്തിൽ നമ്മൾ വെയർഹൗസിൽ കാണുന്ന അയാൾ ജെയ്സണാണ്, മറ്റൊരു ജീവിതം ജീവിച്ച ജെയ്സൺ. നമുക്ക് ഈ വെർഷനെ ജെയ് എന്ന് വിളിക്കാം. ജെയ്യുടെ ജീവിതം എന്നത് പ്രൊഫസറായ ജെയ്സൺ സ്വപ്നം കണ്ടൊരു ജീവിതമാണ്. നിനക്ക് കിട്ടേണ്ട അവാർഡാണെന്ന് റയാൻ ജെയ്സണോട് പറയുമ്പോൾ ജെയ് അത് നേടിക്കഴിഞ്ഞതായി കാണാം ഒടുക്കം വരുന്ന സീനിലൂടെ. ഇതിപ്പോൾ ജെയ് മറ്റൊരു സമാന്തര സ്പേസിൽ നിന്നും ജെയ്സന്റെ സ്പേസിലെത്തി. തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതാണ്, ഒരു ബോക്സിൽ നിന്നും ഇറങ്ങി വരുന്നത്. ശേഷം കണ്ടുപിടിച്ച ഒഴിഞ്ഞൊരു സ്റ്റോറേജ് യൂണിറ്റിൽ രാത്രി സിറിഞ്ചിനുള്ള സബ്സ്റ്റൻസൊക്കെ സെറ്റ് ചെയ്ത് ഇയാളെ ഫോളോ ചെയ്യുന്നതിനൊടുവിൽ പാർട്ടി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പിടികൂടുന്നു. അങ്ങനെ വെയർഹൗസിൽ വെച്ചൊരു സ്വിച്ചിങ് ആണ് നടക്കുന്നത്. ജെയ് ജീവിച്ച സ്പേസിലേക്ക് ആ നിഗൂഢ ബോക്സിലൂടെ ജെയ്സനെ കടത്തിവിട്ട ശേഷം ഒരു ഫാമിലി മാൻ ജീവിതത്തിലേക്ക് കടക്കുന്നു ജെയ്. ജെയ്സനെ ഭീഷണിപ്പെടുത്തി കാറിൽ കൊണ്ടുപോകും വഴിയിൽ നിന്ന് മനസ്സിലാക്കിയ റയാന്റെ ജോബ് ഓഫർ തിരികെ വീട്ടിലെത്തുമ്പോൾ ഡാനിയലോട് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ ഒന്നിക്കുന്നതിന് മുന്നേ താൻ പറഞ്ഞ വാക്കുകളെപ്പറ്റി ചോദിക്കുമ്പോൾ കൃത്യമായി ഡാനിയല പറയുന്നുണ്ട്. ജെയ്സൺ ഡാനിയോട് പറഞ്ഞ ആ കാര്യം ജെയ്ക്ക് എങ്ങനെ അറിയാം എന്നതൊരു മിസ്റ്ററിയാണ്. മാത്രമല്ല 14 മാസം മുൻപ് തൻ്റെ സ്പേസിൽ നിന്നും ഒളിച്ചോടി ജെയ്യുടെ പ്രവർത്തനങ്ങളും നിഗൂഢമാണ്. ഇതൊക്കെ ചിന്തിച്ച് തലപോയിക്കാൻ തയ്യാറായിക്കോളൂ. നെക്സ്റ്റ് എപ്പിസോഡ് ഓൺ ദി വേ. ഓടടാ ഓട്ടം. ജെയ്സൺ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നേരെ ഓടി വില്ലേജ് ടാപ്പിലെത്തുകയാണ്. റയാൻ്റെ പാർട്ടി നടന്ന ബാർ. അവിടെ നിന്നിറങ്ങിയ വഴിക്കാണ് സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അവിടെ കയറി താൻ മുമ്പ് സലാം പറഞ്ഞ ബാർ അറ്റൻഡറുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. തിരക്കെല്ലാം ഒഴിഞ്ഞ് ബാർ അടയ്ക്കാനുള്ള തത്രപ്പാടിലാണ് അയാൾ. മാത്രമല്ല ഡ്രസ്സിങ്ങിലും ലുക്കിലുമൊക്കെ ചെറിയ മാറ്റവും കാണാം. നേരെ ചെറിയ ചിരിയോടെ അടുക്കുന്ന ജെയ്സനെ ഒരു പരിചയം കാണിക്കാതെയുള്ള അയാളുടെ പെരുമാറ്റം കണ്ട് ഡോ ഞാനിവിടെ എപ്പോഴും വരുന്ന ആളല്ലേ ജെയ്സൺ, ഇപ്പോഴല്ലേ കുറച്ച് മുമ്പ് താൻ എനിക്ക് ആ ഇരിക്കുന്ന ഫുൾ സ്കോച്ച് ബോട്ടിലെടുത്തു തന്നത്? അപ്പോൾ അയാൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതേവരെ ഒഴിച്ചു തന്നിട്ടില്ല. മാത്രമല്ല ഈ സ്കോച്ച് ബ്രാൻഡ് കഴിഞ്ഞ 2 ആഴ്ചയായി ആരും ചോദിക്കാതെ അവിടെ തന്നെയുണ്ട്. ആകെ കുഴപ്പത്തിലാകുന്ന ജെയിംസിൻ്റെ ടോൺ മാറുന്നതോടെ അയാളോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഇറങ്ങി നേരെ ചെല്ലുന്നതോ ഒരു ആശുപത്രിയിലും. എൻ്റെ മൈൻഡിനെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അഡ്മിറ്റായി CT സ്കാനും മറ്റുമെല്ലാം ചെയ്ത ശേഷം സെഡേഷൻ കൊടുത്ത് ഉറക്കാൻ കിടത്തും. മനസ്സിൽ ഡാനിയലയാണ്, അവളെ കണ്ടുപിടിക്കണം. അവളിട്ട മോതിരവും മറ്റവൻ എടുത്തുകൊണ്ട് പോയി. ഇവിടെ ആളുറക്കമാകുമ്പോൾ ആ മോതിരമിട്ട് ജെയ്സന്റെ സ്ഥാനത്ത് മറ്റേ ജെയ്സൺ. തല പുകയാതിരിക്കാൻ നമ്മൾ റീനെയിം ചെയ്ത ജെയ്. കക്ഷി നല്ലൊരു രാത്രി ചെലവഴിച്ച ശേഷം പ്രഭാതത്തിൽ ഉറക്കമുണരുകയാണ്. ന്യൂലി വെഡ് പോലെ ഡാനിയലെ കിസ് ചെയ്ത് അവിടെ കിടക്കുന്ന ജെയ്സന്റെ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു റൂമിൽ ചാർലി കിടക്കുന്നു. ഒന്ന് നോക്കി താഴെ എത്തി കോഫി സെറ്റപ്പ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് പരുതുമ്പോൾ ജെയ്സൺ ആശുപത്രിയിൽ ഉറക്കമുണർന്നിരിക്കുന്നു. സ്കാൻ റിസൾട്ടിൽ തൻ്റെ തലച്ചോറിന് യാതൊരുവിധ പ്രശ്നമില്ലെന്നും എന്നാൽ ഞങ്ങൾ ശരീരത്തിൽ ഡ്രഗിൻ്റെ എന്തെങ്കിലും അംശമുണ്ടോ എന്നതിൻ്റെ പരിശോധന നടത്തിയപ്പോൾ ഇതുവരെ കാണാത്ത ഒരു സാന്നിധ്യം കണ്ടെത്തിയതായും ജെയ്സണോട് അവിടെ എത്തുന്ന ഡോക്ടർ പറയുന്നു. ഒരു സൈക്കോ ആക്റ്റീവ് മിശ്രിതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജെയ് സ്റ്റോറേജിൽ സെറ്റാക്കി വെയർഹൗസിൽ വെച്ച് ജെയ്സണിൽ കുത്തിവെച്ച ആ സബ്സ്റ്റൻസ്. ജെയ്സൺ അവരോട് ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ട 2 പേർ, ഡാനിയലയും ചാർലിയും. ഡാനിയല ഡസൻ എന്ന പേരിൽ ആരും തന്നെ ഷിക്കാഗോയിലില്ലെന്നും ചാർലി ഡസൻ എന്ന പേരിൽ സെയിൻറ്റ് പീറ്റർ ഹൈസ്കൂളിൽ ഒരു റെക്കോർഡ്സും കണ്ടെത്താനായിട്ടില്ലെന്നും പറഞ്ഞ് മിണ്ടാതെ സ്തബ്ധനായിരിക്കുന്ന ജെയ്സണോട് അവർ തുടരുകയാണ്. കഴിഞ്ഞ രാത്രി താങ്കൾ ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. നിങ്ങൾ പറഞ്ഞത് അത് എൻ്റെ വീടല്ലായിരുന്നു എന്നും ഫർണിച്ചറും അടുക്കളയുമെല്ലാം മാറ്റമാണെന്നുമാണ്. അങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതേന്ന് തലയാട്ടുമ്പോൾ ഡോക്ടർ ടാബിൽ വിക്കിപീഡിയയിൽ കൊടുത്തിട്ടുള്ള തൻ്റെ ഡീറ്റെയിൽസ് വായിക്കുന്നത് കണ്ട് അതിശയപ്പെടുകയാണ് ജെയ്സൺ. കാരണം താൻ പ്രശസ്തനായ ഒരു വ്യക്തിയെ അല്ല. പേരും ജനനവും വിദ്യാഭ്യാസവും PhD എല്ലാം പറഞ്ഞു കഴിഞ്ഞ് 2010 പാവിയ പ്രൈസ് ലഭിച്ചെന്ന് പറയുന്നത് കേട്ട് അസ്വസ്ഥനാവുകയാണ്. കാരണം താൻ ഏറെ ആഗ്രഹിക്കുന്ന എന്നാൽ ഇതുവരെ നേടാൻ കഴിയാത്ത ഒന്നാണ് ഈ ബഹുമതി.
അത് തനിക്ക് വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കളിയാക്കലായാണ് തോന്നുന്നത്. മാത്രമല്ല തലേരാത്രി അങ്ങനെ ഒരു പുരസ്കാരം വീട്ടിലും കണ്ടു. ജെയ്സൺ 1 വർഷത്തോളമായി മിസ്സിംഗ് ആണെന്നുള്ള വാർത്ത ഡോക്ടർ കാണിക്കുമ്പോൾ ഡാനിയലെ പറ്റി എന്തെങ്കിലും അറിയാൻ സെർച്ച് ചെയ്യുന്നെങ്കിലും കൃത്യമായി ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു സംശയത്തിൽ ഡാനിയല ഡസൻ എന്നത് മാറ്റി ഡാനിയല വർഗാസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഒടുവിൽ അവരുടെ വിവരങ്ങൾ ലഭിക്കുന്നു. വർഗാസ് എന്നുള്ള ബർത്ത് നെയിം ടൈപ്പ് ചെയ്തപ്പോൾ ഡീറ്റെയിൽസ് കിട്ടിയത് വഴി അവർ തന്നെ പോയിട്ട് വേറെ ആരെയും തന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ അവർ വലിയ ഒരു ആർട്ടിസ്റ്റ് ആയതും അന്നേ ദിവസം ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതായും കണ്ടതിനെ തുടർന്ന് ഡോക്ടർ പോയ ഉടനെ ഹോസ്പിറ്റൽ ചാടാനൊരുങ്ങുന്നു. ഇതേ സമയം അമാൻഡയും ലെയ്റ്റണും കൂടെ ഡോണും ചർച്ചയിലാണ് വെലോസിറ്റിയിൽ. അതെ, വെലോസിറ്റി എന്നാണ് ആ ഫേമിൻ്റെ പേര്. ഡോൺ എന്നത് ലെയ്റ്റന്റെ ഗുണ്ടയാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തം. ജെയ്സന്റെ കാര്യം പോലീസിനെ അറിയിച്ചാലോ എന്ന അമാൻഡയുടെ ചോദ്യത്തിന് ലെയ്റ്റൺ ഓൾറെഡി 4 പേരെ നഷ്ടപ്പെട്ടെന്നും പോലീസിനെ അറിയിച്ച് അവരിൽ ഒരു ആശങ്ക ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞ് ജെയ്സന്റെ രീതി വെച്ച് ആശുപത്രിയിലായിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ് ഡോൺ അവിടേക്ക് തേടിയെത്തുന്നതും അവരുടെ കണ്ണിൽ പെടാതെ ജെയ്സൺ അവിടം വിടുന്നു. ജെയ് ഇതേ സമയം കോളേജിൽ എത്തിയിരിക്കുകയാണ്. ജെയ്സന്റെ കോളേജ് ഐ ഡി വെച്ച് ഒരു വിധത്തിൽ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി ക്ലാസ്സിൽ വരുമ്പോഴാകട്ടെ പിള്ളേരെല്ലാം പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാതെ ഫോണിലും മറ്റുമൊക്കെ ബോറടിച്ചിരിക്കുന്നു. അങ്ങനെ ആ ക്ലാസ് താൻ ഏറ്റെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആ മാറ്റം വ്യക്തമാണ്. നമ്മൾ മുൻപ് കണ്ട ഒരു നിരാശ മുഖമുള്ള ആർക്കോ വേണ്ടി ക്ലാസ് എടുക്കുന്ന ഒരു ജെയ്സണെ അല്ല, നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വെർഷൻ. അതിന് കാരണവുമുണ്ട്. ജീവിതത്തിൽ വേണ്ടത് നേടിയെടുക്കുകയും ചെയ്തല്ലോ. പാവ്യ പ്രൈസ് അതിലൊന്നാണ്. അത് നമ്മൾ കണ്ടു. വേറെ എന്തൊക്കെയൊന്ന് നമുക്ക് നോക്കാം. ജെയ്സനെ കുറിച്ചും പെട്ടെന്നുണ്ടായ മാറ്റവും കഴിഞ്ഞ ദിവസം റയാനെ പോയി കണ്ടെന്ന് പറഞ്ഞതിനെ പറ്റിയും ലെയ്റ്റണും അമാൻഡയും അന്വേഷിക്കുമ്പോൾ ജെയ്സൺ ഡാനിയുടെ ആർട്ട് ഗാലറി എക്സിബിഷനിൽ എത്തിയിരിക്കുകയാണ്. അധികൃതർ ആദ്യം ഒന്ന് തടയുമെങ്കിലും തൻ്റെ പേര് പറയുമ്പോൾ ഓ ഡോക്ടർ ഡസൻ പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ബഹുമാനത്തോടെ ജെയ്സനെ അകത്തേക്ക് കയറ്റിവിടുന്നതിൽ വിസ്മയിച്ച് ഉള്ളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രദർശനങ്ങളിൽ തൻ്റെ ചിത്രങ്ങളും നിരവധിയുള്ളതായി കണ്ടമ്പരത്ത് നോക്കി തിരിയുമ്പോൾ അതാ ഡാനിയല വർഗാസ്. ഇരുവരും കണ്ടുമുട്ടുന്നു. വർഗാസിന്റെ കണ്ണിൽ ഒരു നഷ്ടപ്രണയത്തിന്റെ അലയെടുപ്പ് പ്രകടമാണ്. ജെയ്സൺ വളരെ റിലീഫായ രീതിയിൽ നേരെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. ഞാൻ ചെക്ക് ലിസ്റ്റിൽ പേര് കണ്ടിരുന്നു എന്ന് ഡാനി പറയുമ്പോൾ എവിടെ, ചാർലി എവിടെ എന്നെടുത്തപാടെ ചോദിക്കുകയാണ് ജെയ്സൺ. ചാർലി ആരെന്ന് അവർക്കറിയ പോലുമില്ല. ഡാനി അതാരെന്ന് ചോദിക്കുന്നു. ഉടനെ വന്നൊരു സ്ത്രീ ഹാക്ക് ചെയ്യുമ്പോൾ അത് തൻ്റെ ഏജന്റായ അലീസിയ എന്ന് പരിചയപ്പെടുത്തുന്ന ജെയ്സനെ നോക്കി നിങ്ങളുടെ ഈ ഷോയുടെ ഇൻസ്പിറേഷനുള്ള ഇദ്ദേഹമെന്ന് ഡാനിയോട് പറയുന്നു. പിറകെ മറ്റൊരാൾ വന്ന് ഡാനി ഹാക്ക് ചെയ്യുന്നു. അത് റയാനാണ്. മുൻപ് നമ്മൾ കണ്ടതിൽ നിന്നും നല്ല മാറ്റം റയാനിൽ കാണാം. നീളൻ മുടിയും താടിയുമൊക്കെയായി. ജെയ്സൺ റയാനെ കണ്ട അതിശയത്തിൽ നോക്കി നിൽക്കുമ്പോൾ ഡാനിയല താനിപ്പോൾ അവിടെയുള്ളവരെല്ലാം ഒന്ന് ഡീൽ ചെയ്യട്ടെ എന്നും ഇത് കഴിഞ്ഞ് നമുക്ക് മൂവർക്കും ഒന്ന് കൂടണമെന്നും പറഞ്ഞു പോകുന്നു. എന്തായാലും റയാൻ ഡാനിയുടെ സുഹൃത്ത് മാത്രമാണെന്ന് അവരുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കാം. റയാനും ജെയ്സനെ കണ്ട അതിശയത്തോടെ തന്നെയാണ്. പക്ഷേ മുൻപ് കണ്ട പോലെ ഒരൊറ്റ സൗഹൃദ ബന്ധത്തിൻ്റെ ബോണ്ടിങ് മിസ്സിംഗ് ആണ്. നീ ഇത്രയും നാൾ എവിടെയായിരുന്നെന്നും അവർ ജയിലിൽ പിടിച്ചിട്ടെന്നും അതല്ല നീ കോസ്റ്ററീക്കയിൽ പോയി ഒരു കർഷകനായെന്നും മാത്രമല്ല നീ തീർന്നെന്നും വരെ കേട്ടെന്ന് റയാൻ പങ്കുവയ്ക്കുന്നു. എന്തായാലും തീർന്നിട്ടില്ല. ഇത് കേട്ട് കുറച്ചൊന്ന് സൈലൻ്റായിട്ട് റയാൻ, ഹേയ് ഞാൻ നിനക്ക് കഴിഞ്ഞ കൊല്ലം നിർമ്മിച്ചു തന്ന കോമ്പൗണ്ട്സ്, ആ മിശ്രിതം എങ്ങനെയുണ്ടായിരുന്നു? കോമ്പൗണ്ട്സോ? എന്തു കോമ്പൗണ്ട്സ്? നിങ്ങൾക്കിപ്പോൾ എല്ലാം രഹസ്യമായിട്ടുള്ള പരിപാടികളല്ലേ, അതിൽ കുഴപ്പമില്ല. പക്ഷേ ജെയ്സൺ, ഞാൻ നിനക്കും വെലോസിറ്റിക്കും വേണ്ടി നട്ടല്ലൊടിഞ്ഞ് പണി ചെയ്തത് മറക്കരുത്. വെലോസിറ്റി എന്ന് പറഞ്ഞത് കേട്ടയുടൻ ജെയ്സൺ മണ്ടടിച്ച് നിനക്കും വെലോസിറ്റിയെ പറ്റിയും ആ സ്ഥലത്തെക്കുറിച്ചും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ റയാൻ തിരിച്ച് നീ എന്താ നാടകം കളിക്കുകയാണോ എന്ന് പരിഹസിക്കുന്നു. അതേസമയം തന്നെ ഡാനിയലയുടെ സ്പീച്ച് അലർട്ട് കേട്ട് നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ജെയ്സൺ ഡാനിയലയുടെ സംസാരം കാണാൻ പോവുകയാണ്. ഡാനിയലയുടെ സ്പീച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ജീവിതം നമ്മുടെ ചോയ്സ് അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന്. ഞാൻ ഒരു കുറ്റബോധപ്രേമി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ജീവിതത്തിൽ മറ്റ് ചോയ്സുകൾ എടുക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്താകുമെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ജെയ്സനെ നോക്കി ഇത് പറഞ്ഞിട്ട് കുറച്ച് എക്സിബിഷൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വീണ്ടും ജെയ്സനെ നോക്കി ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും അതെൻ്റെ ലോകത്തിലെ ഒരു വലിയ സന്തോഷമാണെന്നും പറയുന്നു. ഇതേസമയം ജെയ്സന്റെ ഭാര്യയായ ഡാനിയലയുടെ അടുത്തിരിക്കുന്ന ജെയ് മറ്റൊരു പാരലൽ സ്പേസ്. അവിടെ ഡാനിയല തന്നെ റയാൻ വിളിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ ജോബ് ഓഫറെ പറ്റി സംസാരിച്ചോ എന്ന് തിരക്കിയതായി പറയുമ്പോൾ മുൻപ് ജെയ്സന്റെ ചിന്തയിൽ ഉടലെടുത്ത ഒരു പ്രസന്നത ജയ്ക്കില്ല. കാരണം ജെയ്സന്റെ ഈ ടൈം ലൈനിൽ അതിക്രമിച്ച് കയറിയെത്തിയിട്ടുള്ളത് ഒരു നല്ല സ്നേഹജീവിതം ജീവിക്കാനാണെന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലായിരിക്കുന്നത്. ചാർലി തൻ്റെ കൂട്ടുകാരോടൊപ്പം സ്കേറ്റ് പാർക്കിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ രാത്രി 10 മണിക്ക് മുന്നേ തിരികെ എത്താനും ഇന്നെങ്കിലും കൂടെയുള്ള പെൺസുഹൃത്ത് ബ്രൂക്കിനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ജെയ് അബ്സല്യൂട്ട്ലി വേണ്ട എന്ന് പറയുന്നത് കേട്ട് ഒരു ആശ്ചര്യ നോട്ടം നോക്കുകയാണ് ഡാനിയല. കാരണം തനിക്കറിയാവുന്ന ജെയ്സൺ സംസാരിക്കുന്ന വർത്തമാനമല്ല അത്. ജെയ് തുടരുകയാണ്, നീ ഒരിക്കലും പോയി ആദ്യമേ പറയാൻ നിൽക്കരുത്. ആദ്യം പറയുന്നവർ തോക്കുന്ന ഒരു പരിപാടിയാണത്. അതുകൊണ്ട് നിനക്ക് അവളോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കണം, പക്ഷേ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കണം.
ഒരു പുതിയ ബുദ്ധി കിട്ടിയ സന്തോഷത്തിൽ ചാർലി തുള്ളിച്ചാടി പോകുമ്പോൾ അതെങ്ങനെയാ താല്പര്യമില്ലാത്ത രീതിയിൽ നിൽക്കുന്നതെന്ന് ഡാനി കാണിക്കാൻ പറയുമ്പോൾ ജയ് തമാശയെ അങ്ങനെ കാണിക്കുമ്പോൾ മറ്റൊരിടത്ത് ഡാനിക്കും റയാനും ഒപ്പം കൂടുകയാണ് ജെയ്സൺ. വലിച്ചു നല്ല മൂഡിലാണ് മൂവരും. ഡാനിയുടെ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യം കേൾക്കുന്ന ജെയ്സൺ അതിനുള്ള ഉത്തരം ഊഹിച്ചെടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് തുടരുകയാണ്. ഒരു ശാസ്ത്ര മനുഷ്യൻ, ഫിസിക്സ് പ്രൊഫസർ, സ്വപ്നം കണ്ട പോലുള്ള സ്ത്രീയെ വിവാഹം ചെയ്ത് ഒരു മകനുമൊത്തുള്ള നല്ല ജീവിതം, അയാൾ ഒരു ദിവസം ബാറിലേക്ക് പോകുന്നതുവരെ. ജെയ്സൺ കഥ പോലെ പറയുന്നത് തനിക്കുണ്ടായ അനുഭവങ്ങളാണെന്ന് മനസ്സിലായി കാണുമല്ലോ. തുടരുന്നു. അയാൾ ബാറിൽ പഴയ സുഹൃത്തിനെ കാണുന്നു, മികച്ച ഒരു പുരസ്കാരം ലഭിച്ചതിൻ്റെ പാർട്ടിയിൽ വെച്ച്. എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു. വീട്ടിലേക്ക് എത്താൻ പറ്റുന്നില്ല. ബോധോദയമുണ്ടായി നോക്കുമ്പോൾ സകലതും മാറിയിരിക്കുന്നു. വെറും 5 മണിക്കൂർ കൊണ്ട് വീടാകെ മാറിയിരിക്കുന്നു. നിറം, രീതി മുതൽ ഫർണിച്ചർ, കിച്ചൺ എല്ലാം. ഒരു പ്രാങ്കിനാണെങ്കിൽ കൂടെ ഇത്രയൊക്കെ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാനാകും? ഡേയ്, അവനെന്ന് എത്രത്തോളം LSD അടിച്ച് കിളി പോയിരിക്കുമായിരുന്നെന്ന് തമാശ രീതിയിൽ പറഞ്ഞിട്ട് റയാൻ. എനിക്കറിയില്ല, പക്ഷേ എൻ്റെ സംശയം അവനൊരു കിറുക്കനാണെന്നാണ്. എനിക്ക് കിറുക്കില്ല. ജെയ്സന്റെ തലതാഴ്ത്തിയുള്ള ഈ സംസാരം കേട്ട് ഇരുവരും അമ്പരപ്പോടെ നോക്കുകയാണ്. അപ്പോൾ ആ ഉത്തരത്തിനർത്ഥം ഇത് തൻ്റെ അനുഭവങ്ങളാണെന്നുള്ള ആ സത്യം അവർക്ക് മുന്നിൽ തെളിയുകയാണ്. ജെയ്സൺ ഡാനിയെ നോക്കി തുടരുന്നു. ഇന്ന് നിൻ്റെ ഏജൻറ് പറഞ്ഞു ഞാൻ നിൻ്റെ വർക്കുകൾക്ക് പ്രചോദനമായെന്ന്. എങ്ങനെ? നമ്മൾ കുറേ നാളായി കാണാതിരുന്നിട്ട് പെട്ടെന്നൊരു രാത്രി അപ്രതീക്ഷിതമായി എൻ്റെ മുന്നിലെത്തിയത് നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ എന്ന ഡാനിയലയുടെ ചോദ്യത്തിന് ഇല്ല എന്ന ജെയ്സന്റെ തലയാട്ടൽ കണ്ട്, അന്ന് നീ പറഞ്ഞത് നമ്മുടെ ലോകമെന്നത് നമ്മളുടെ ചോയ്സുകളെ ആശ്രയിച്ചുള്ളതാണെന്നും ജീവിതത്തിലെ നിൻ്റെ ഏറ്റവും മോശം ചോയ്സാണ് നീ എനിക്ക് വേണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞ് ബ്രേക്കപ്പായി. ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് പറഞ്ഞു. ഏതോ പ്രോജക്റ്റ് അവസാന ഘട്ടത്തിലാണെന്നും മിക്കവാറും ഇനി നിന്നെ ഒരിക്കലും കാണാൻ പോകുന്നില്ലെന്നും പറഞ്ഞു പോയി. ഇതെല്ലാം കേട്ടുകൊണ്ട് ഒന്നും മനസ്സിലാകാതിരിക്കുന്ന ജെയ്സണോട് ഇന്നാദ്യമായി വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ച ചാർലി ആരെന്ന ചോദ്യത്തിന് അത് നമ്മുടെ മകനാണെന്ന് പറയുന്നത് കേട്ട് അതിശയിച്ചിരിക്കുന്ന ഡാനിയോടായി ജെയ്സൺ തുടരുകയാണ്. നമ്മളൊരു കുടുംബമായി ലോഗൻ സ്ക്വയറിലെ ഒരു വീട്ടിൽ കഴിയുന്നതും ചാർലി എന്ന 15 വയസ്സുള്ള മകനെക്കുറിച്ചും. ഇതിനെ എതിർക്കുന്ന റയാനെ നോക്കിയിട്ട്, റയാൻ നീ ഒരു വലിയ ന്യൂറോ സയൻറ്റിസ്റ്റ് ആണെന്നും പാവ്യ പ്രൈസ് നേടിയിട്ടുണ്ടെന്നും പറയുന്നത് കേട്ട് റയാൻ ഒരു കളിയാക്കലാംഗ്യം കാണിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നതിനെ തുടർന്ന് ജെയ്സണോട് നിന്റെ പ്രഹസനവും കളിയാക്കലും ഒക്കെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഡാനി ചെന്ന് കെട്ടിപ്പിടിച്ച് നാളെ എത്താൻ പറഞ്ഞുവിട്ട ശേഷം ജെയ്സനെ നോക്കി നിൽക്കുകയാണ്. ടോട്ടൽ ബ്ലാങ്കായി. ജയ് തൻ്റെ പുതിയ വെർഷൻ ഓഫ് ലൈഫിൽ മാക്സിമം ഇഴുകിച്ചേരാൻ പരിശ്രമിക്കുകയാണ്. രാത്രി ബ്രഷ് ചെയ്തെന്നറിയാതെ ഡാനിയുടെ ബ്രഷ് എടുത്ത് പല്ല് തേക്കുന്നത് ഡാനിയല ഡസൻ്റെ കണ്ണിൽ പെടുമ്പോൾ ജെയ്സൺ ഫ്രഷായി ഡാനിയല വർഗാസിനൊപ്പം തങ്ങാനുള്ള പരിപാടിയാണ്. താൻ ഏതെങ്കിലും ഹോട്ടലിൽ തങ്ങാമായിരുന്നു എന്ന ജെയ്സന്റെ ഫോർമൽ സംസാരത്തെ തള്ളി ഡാനി തൻ്റെ ലാസ്റ്റ് ബോയ് ഫ്രണ്ടിൻ്റെതെന്ന് പറഞ്ഞ് ധരിക്കാൻ ഡ്രസ്സും സാൻഡൽസും നൽകി ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നു. തൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ഡ്രഗിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതും അവിടെ അഡ്മിറ്റായി സൈക്യാട്രിസ്റ്റുമായി ഒന്ന് സംസാരിക്കാൻ അവർ പറഞ്ഞതായും ജെയ്സൺ പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ഡാനി പറയുന്നു. ജെയ്സൺ തനിക്കിപ്പോൾ ചികിത്സയെക്കാളും ഉത്തരങ്ങളാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അടുത്തേക്ക് വന്ന് ഡാനി തോളിൽ പിടിച്ചെന്തോ പ്രസന്നമായി പറയാൻ വരുമ്പോൾ എനിക്കറിയാം നീ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ആകെ വട്ടുപിടിച്ച അവസ്ഥയിലാണെന്ന് എന്ന് പറയുന്നത് കേട്ട് കുറച്ച് ഉറങ്ങുന്നു പറഞ്ഞ് മേലേക്ക് കയറി പോകുന്നു. ജെയ്സൺ പെയ്യെ നടന്ന അവിടെയുള്ള ഡാനിയുടെ ചിത്രങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച് അവിടെ വെച്ചിട്ടുള്ള ഡാനിയുടെ ഹെയർ ബാൻഡ് എടുത്ത് തൻ്റെ മോതിരവിരലിൽ ധരിക്കുന്നു. കുറച്ചു മുൻപ് വരെ മോതിരം കിടന്ന ആ സ്ഥലത്ത്. രാവിലെ പ്രാക്ടീസിന് പോകാൻ ഒരുങ്ങുന്ന ഡാനിയുടെ അടുത്ത് വന്നു നിൽക്കുന്ന ജയ്യെ കണ്ട് ഞെട്ടുമ്പോൾ പതിവിൽ നിന്നും വ്യത്യസ്തമായി എവിടെ പോകുകയാണെന്ന് ചോദിച്ച് ശേഷം ഒരു റൊമാൻറ്റിക് ഡീപ് കിസ് നൽകി പറഞ്ഞുവിട്ട് അവിടെയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം നോക്കി നിൽക്കുന്നു. കുടുംബത്തിലെ മൂവരും ഹാപ്പിയായി ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. കുറച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി കാറെടുത്ത് എവിടേക്ക് പോവുകയാണ്. വഴിയിൽ റയാനെ വിളിച്ച് തനിക്ക് മുന്നിൽ വെച്ച ജോബ് ഓഫർ തട്ടിത്തെറിക്കുമ്പോൾ അമാൻഡ മോർണിംഗ് വർക്കൗട്ടിലാണ്. ഒരു ഫോൺ കോൾ. ജെയ്സണാണ്. താൻ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണെന്ന് അവശ്യസ്വരത്തിൽ പറയുന്നു, ഒരു കാറിലിരുന്നു കൊണ്ട്. അമാൻഡ സ്നേഹവെപ്രാളത്തോടെ എവിടെയാണെന്ന് ചോദിച്ച് അഡ്രസ്സ് പറയുന്നത് കേട്ട് ഉടൻ തന്നെ വീട്ടിൽ നിന്നും വണ്ടിയെടുത്ത് പോകുമ്പോൾ ജെയ്സൺ അവിടെ തന്നെയുണ്ട്, കാറിൽ ഡാനിക്കൊപ്പം. വീട്ടിൽ കയറിപ്പറ്റാൻ കളിച്ചൊരു കളി. ഇരുവരും വീട്ടിൽ കയറി മാറ്റങ്ങളൊക്കെയും വിസ്മയത്തോടെ നോക്കി ജെയ്സൺ അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോ ഫ്രെയിം നോക്കി പറയുകയാണ്, നമ്മുടെ വീട്ടിൽ ഈ സ്ഥലത്ത് അതേ വെള്ളച്ചാട്ടത്തിന് മുൻപിൽ നമ്മളും ചാർലിയും നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. ഒരു വല്ലാത്ത മുഖഭാവത്തോടെ ഇത് കേട്ട് താനിവിടെ പോയിട്ടേ ഇല്ല എന്ന് ഡാനി പറയുമ്പോൾ അത് നമ്മുടെ ഒരു ജീവിത സാഫല്യ യാത്രയായിരുന്നു എന്നും പറഞ്ഞ് ജെയ്സൺ മുകളിലേക്ക് ചെല്ലുന്നു. മുൻപ് പാവ്യ പ്രൈസ് കണ്ട ആ മുറിയിൽ ചെന്ന് ചുറ്റുമിരിക്കുന്ന വസ്തുക്കളെല്ലാം നോക്കി ഇത് ചാർലിയുടെ മുറിയാണെന്ന് ദേഷ്യത്തോടെ പറയുന്നു. നമ്മുടെ മകൻ്റെ മുറി. ഇത് കേട്ട് നിർവികാരത്തോടെ നിൽക്കുന്ന ഡാനിയോട് വീണ്ടും അവൻ്റെ ഇഷ്ടങ്ങൾ, അനിമെ, സ്കേറ്റ് ബോർഡ്, ഒരു പെൺകുട്ടി. നിനക്കറിയാം, കമോൺ, അവൻ നിനക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വരച്ചു തരില്ലേ? ഈ കൊച്ചു പ്രായത്തിലെ അവന് നല്ല കലാവാസനയുണ്ടെന്ന് പറഞ്ഞ് നിനക്ക് വലിയ സന്തോഷവും അഭിമാനവും ഒക്കെ അല്ലേ?
ഇനിയും താൻ നിൽക്കുന്ന റിയാലിറ്റി ഉൾക്കൊള്ളാൻ കഴിയാതെ ജെയ്സൺ ഇതൊക്കെ പറഞ്ഞ് വികാരം കൊള്ളുമ്പോൾ പിടിവിട്ട് ഡാനിയലയും മുഖം മാറി സംസാരിക്കുകയാണ്. നോക്ക്, ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയിച്ചപ്പോൾ നിനക്ക് ചിന്തിക്കാൻ ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞു. അതെ, അതെനിക്ക് ഓർമ്മയുണ്ട്. പിറ്റേന്ന് നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് പറഞ്ഞത് നീ ഒരു വലിയ റിസർച്ചിൻ്റെ നടുവിലാണെന്നും അടുത്തൊരു കൊല്ലം മൊത്തം ഒരൊറ്റ ലാബ് മുറിക്കുള്ളിലായി മാത്രം ചിലവഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. നമ്മൾ 2 വഴിക്കായി. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും തുനിയാനും തയ്യാറായില്ല. കുട്ടിയെ ഗർഭഛിദ്രം ചെയ്യേണ്ടി വന്നുവെന്ന് മനസ്സിലാക്കി ഷോക്കായി നിന്നുകൊണ്ട് ജെയ്സൺ. അങ്ങനെയല്ല സംഭവിച്ചത്. അന്നുണ്ടായത് ഞാൻ ചിന്തിച്ച ശേഷം നിന്നോട് വന്ന് പറഞ്ഞു. ഒടുക്കം ജീവിതത്തിൽ തണുത്ത ഉപയോഗമില്ലാത്തൊരു ലാബിനേക്കാൾ നിന്നോടൊപ്പമുള്ള ഓർമ്മകൾ മതി എനിക്കെന്ന്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിനൊടുക്കം കേട്ട അതേ വാക്കുകൾ. ഡാനിയല ജെയ്യുടെ ചോദ്യത്തിന് ഇതേ ഉത്തരം പറഞ്ഞപ്പോൾ ജെയ്യുടെ പ്ലാനുമായി ഇതിനെന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ജെയ്സന്റെ ഈ വാക്കുകൾ കേട്ട് എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്നും മനോനില തെറ്റിയ ഒരാളാണോ നിങ്ങളെന്നും പൊട്ടിത്തെറിക്കുന്ന ഡാനിയല നമുക്ക് പോകാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. ജെയ്സൺ അവിടെ വെച്ചിട്ടുള്ള ഒരു ഫയൽ ബാഗും ഒരു മിനിയേച്ചർ ബോക്സും ഒക്കെ എടുത്ത് തിരികെ കാറിൽ കയറി ഉള്ളിലിരിക്കുന്ന ഡാനിയോട് ക്ഷമ ചോദിച്ചിട്ട്, എന്തൊക്കെയായിരുന്നാലും എനിക്ക് നിന്നോടൊപ്പം വിവാഹം മുതലുള്ള കുറേ മധുര മനോഹര ഓർമ്മകളും ഞാനിപ്പോൾ പറഞ്ഞതൊന്നും കളവല്ലെന്ന് വ്യക്തമാക്കുന്നു. ജയ് നമ്മൾ മുൻപ് കണ്ട സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കയറുകയാണ്. കയറി കയ്യിലുള്ള ബാഗിൽ ഒരു തോക്കും നമ്മൾ മുൻപ് വെയർഹൗസിൽ എടുത്തു വെച്ച് ഉപയോഗിക്കുന്നതായി കണ്ട ഡിസ്പ്ലേ ഡിവൈസും മറ്റും എടുത്തു വെച്ചിട്ട് മുൻപ് ധരിച്ച ആ മാസ്ക് എടുത്ത് മുറിയിൽ വയ്ക്കുന്നു. ബാഗിലെ ഫയൽസും നോട്ട്സും എല്ലാം കണ്ടറിഞ്ഞ് അന്തം വിട്ടിരിക്കുന്ന ജെയ്സൺ. ചെയ്തു, ആ കള്ളപ്പഹയൻ അത് ചെയ്തെടുത്തു. ആരെന്ത് ചെയ്തെന്ന്? ഞാൻ ചെയ്യാൻ നോക്കിയ കാര്യം. നോക്ക്, ഞാൻ പറയുന്നത് തീർത്തും കിറുക്കത്തരമായിരിക്കാം. വാട്ട് ഇഫ് ഇവിടുള്ള ജെയ്സൺ, പാവ്യ പ്രൈസ് എല്ലാം ലഭിച്ച നമ്മൾ ഇന്ന് പോയ ആ വീട്ടിൽ നിന്ന ജെയ്സൺ, അവൻ ഒരു ചെറിയ വസ്തുവിനെ ഉൾക്കൊള്ളിക്കാൻ ഞാൻ നിർമ്മിക്കാനായി ശ്രമിച്ച ഈ ബോക്സിന് പകരം അതിൻ്റെ ഒരു വലിയ വെർഷൻ നിർമ്മിച്ച് ഒരു പൂർണ്ണ മനുഷ്യനെ അതിനുള്ളിൽ നിർത്താൻ ശേഷിയുള്ള ഒരു ബോക്സ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലോ? ക്വാണ്ടം ഫിസിക്സിലെ പല റിയാലിറ്റികളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ബോക്സ്. എന്നിട്ട് എന്തുകൊണ്ട് ആ ബോക്സിലൂടെ അവൻ എൻ്റെ ലോകത്തിലേക്ക് എത്തിക്കൂടാ? എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അയാൾ, അത് ഞാൻ തന്നെ ആയിക്കൂടെ? അതെങ്ങനെ സാധിക്കും? എക്സാക്ട്ലി ഞാനല്ലെങ്കിൽ കൂടെ എൻ്റെ മറ്റൊരു വെർഷൻ ആയിക്കൂടെ? ലൈക്ക്, ശരി, നീ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഞാനും അവനും ഒരേ വ്യക്തി തന്നെയായിരുന്നു. എപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിയും വരെ. ആ പോയിന്റിൽ വെച്ച് സ്പ്ലിറ്റായി. രണ്ടുപേരുടെയും വ്യത്യസ്തമായ 2 യൂണിവേഴ്സുകൾ, ടൈം ലൈനുകൾ. ഞാൻ നീയുമായി ഒരുമിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ ഇവിടെയുള്ള ജെയ്സൺ നീ പറഞ്ഞതുപോലെ ബ്രേക്കപ്പായി ജോലിയിൽ കേന്ദ്രീകരിച്ച് ആ ബോക്സ് നിർമ്മിച്ചു. ഈ നിമിഷത്തിൽ ഞാൻ അവൻ്റെ ലോകത്തും അവൻ എൻ്റെ ലോകത്തുമാണെങ്കിലോ? നീ നിന്നോട് തന്നെ എന്തിനിങ്ങനെ ചെയ്യണം? ജയ് കാറിൽ ആ വെയർഹൗസിലെത്തി ബാഗുമായി ഇറങ്ങുകയാണ്. ആ ബോക്സ്, ദ ബോക്സിനടുക്കലേക്ക്. അതിനെ കേന്ദ്രീകരിച്ച് അവിടെ ഒരു ക്യാമറ സ്ഥാപിച്ച ശേഷം ഒരു ട്രെയിനിൽ കയറി വീട്ടിലേക്ക് വരികയാണ്. ഫോണിൽ ബോക്സിൻ്റെ ലൈവ് കവറേജ് നോക്കിക്കൊണ്ട് ഒരു ഹാപ്പി ഫാമിലി മാൻ സ്ഥാനത്തേക്ക്. തൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടി തൻ്റെ മറ്റൊരു വെർഷനുമായി ഒരു നാൾ ആഗ്രഹിച്ച ഒരു ജീവിതം ജീവിച്ചെത്തിയ ജെയ്സനെ നോക്കിയിരിക്കുകയാണ് ഡാനിയല വർഗാസ്. കൈവിരലിലെ ഹെയർ ബാൻഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജെയ്സൺ ഇത് തനിക്ക് മറക്കാതിരിക്കാനുള്ള ഒരു പ്രൂഫാണെന്ന് പറയുന്നു. പതിയെ ഈ ലോകത്തിൽ ജീവിച്ച് ആ മോതിരപ്പാടൊക്കെ മാറിയാൽ പോലും തൻ്റെ യാഥാർത്ഥ്യം ഇവിടെ അല്ല എന്ന ഓർമ്മപ്പെടുത്തലിൻ്റെ ഒരു തെളിവ്. ശേഷം ബെഡിൽ കിടക്കുന്ന ജെയ്സന്റെ അടുക്കലേക്ക് എത്തി ഡാനി കുറച്ചു നേരം ഒന്ന് നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് പറയാൻ പറയുന്നു. മറ്റൊരു യൂണിവേഴ്സിൽ ജീവിച്ച ആ ജീവിതത്തെക്കുറിച്ച്. പെട്ടെന്നുണ്ടായ വിവാഹവും ഉടനെ കുട്ടിയുണ്ടായതും ഇടയ്ക്കുണ്ടായ ഏറ്റക്കുറച്ചിലിനെ പറ്റിയും പെയിൻറ്റിങ് നിർത്തേണ്ടി വന്നതിനെക്കുറിച്ചും പറയുമ്പോൾ താൻ ഹാപ്പി ആയിരുന്നു എന്ന് ഡാനി ചോദിക്കുന്നു. തീർച്ചയായും, നീ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയായിരുന്നു. വാട്ട് അബൌട്ട് സെക്സ്? ഡാനിയുടെ എക്സൈറ്റ്മെൻറ്റ്. ജെയ്സൺ ചെറിയ ലജ്ജയോടെ മുഖം താഴ്ത്തുന്നു. ഇരുവരും റൊമാൻസിലേക്ക് ഇങ്ങനെ പതിയെ കടക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ മുട്ടുന്നത് കേട്ടവർ ആത്മനിയന്ത്രണം പാലിച്ച് മെല്ലെ കതകിനടുക്കലേക്ക് എത്തുമ്പോൾ ഡാനിക്കൊരു ഫോൺ കോൾ. അറ്റൻഡ് ചെയ്ത് ആരെന്ന് ചോദിക്കുമ്പോഴേക്കും കട്ടാവുന്നു. ജെയ്സൺ പതിയെ വന്ന് കതകിലെ ഡോർ ഹോളിലൂടെ നോക്കുന്നതും ക്ഷണനേരത്തിൽ ലോക്കിൽ വെടിവെച്ച് ഓപ്പൺ ചെയ്ത് തോക്ക് ചൂണ്ടി കടന്നു കയറുകയാണ്. മറ്റാരുമല്ല, വെലോസിറ്റിയിലെ ഡോൺ. പിറകെ നിൽക്കുന്ന ഡാനി ഇത് കണ്ടപാടെ ഫോണിൽ എമർജൻസി ഡയൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ട് ഫോൺ താഴെയിടാൻ പറയുന്നു. അവളെ ഒന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്ന് ജെയ്സൺ പറഞ്ഞിട്ട് ഡാനിയലയോട് ഇവർ പറയുന്നത് പോലെ ചെയ്യ് എന്ന് പറഞ്ഞ് തീരുന്നതും അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുന്ന അമാൻഡയ്ക്ക് ഒരു ഫോൺ കോൾ. ലെയ്റ്റനാണ് വിളിക്കുന്നത്. കേട്ടയുടൻ ചാടി എഴുന്നേറ്റ് ആദ്യം ചോദിക്കുന്ന ചോദ്യം ജെയ്സനെ കിട്ടിയോ എന്നാണ്. അമാൻഡയ്ക്ക് ജെയ്സന് മേലുള്ള ആ സ്നേഹം കണ്ടാൽ ആർക്കാണ് അസൂയ തോന്നാത്തത്? ജെയ്സനെ കിട്ടിയ കാര്യം പറഞ്ഞു, പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് കേട്ടുപാടെ ഫോൺ കട്ട് ചെയ്തിട്ട് വലിച്ചെറിയുകയാണ്. ആ പ്രശ്നം നമ്മൾ കണ്ടതല്ലേ. ലെയ്റ്റൻ്റെ ഗുണ്ട ഡോൺ ജെയ്സനെ പൊക്കിയത് ഡാനിയലെ കൊന്നിട്ടാണ്. നത്തിങ് ബട്ട് ഡോണിൻ്റെ കഴപ്പ്. ജെയ്സനെ വെലോസിറ്റിയിലെ മുറിയിൽ കൈകെട്ടി കിടത്തിയിരിക്കുന്നിടത്തേക്ക് ലെയ്റ്റൻ പതിയെ എത്തി എങ്ങനെ തുടങ്ങണമെന്ന രീതിയിലിരുന്നിട്ട് നടന്ന സംഭവത്തിൻ്റെ പഴിയെല്ലാം താൻ ഏറ്റെടുക്കാമെന്ന് പറയുന്നു. ബോക്സിൻ്റെ ക്രിയേഷൻ വഴി ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് അയാൾ പറയുന്നത്.
ആ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ വഴിയെ അറിയും. ജെയ്സൺ, നീ തിരിച്ചെത്തിയെങ്കിലും ഞങ്ങൾ തയ്യാറായിരുന്നില്ല നിന്റെ ഈ പെട്ടെന്നുള്ള സ്വഭാവമാറ്റത്തിനെന്നും അത് നിനക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും അപകടമാണെന്ന് തൻ്റെ സുഹൃത്തിനെ നോക്കി കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ സ്ത്രീയെ നീയാണോ ഡാനിയലയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് ജെയ്സന്റെ ഇടർച്ച കേട്ട് എന്തു പറയണമെന്നറിയാതെ ഒന്ന് തിരിഞ്ഞു നിന്ന ശേഷം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ ശ്രമിക്കുകയാണ് ജെയ്സൺ. നീ എത്ര ബ്രില്യൻ്റായ ഒരു മനുഷ്യനാണെന്ന്, നീ എത്ര മികച്ചൊരു സൃഷ്ടിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് നിന്നെ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇത് കേട്ട് സങ്കടത്തോടെയും പുച്ഛഭാവത്തോടെയും ജെയ്സൺ നിസ്സഹായനായി ഡാനിയലയെ ഓർത്ത് കിടക്കുമ്പോൾ ജയ് ആളൊരു ഡിന്നർ മൊമെൻറ്റിലാണ്. ക്യാമറയിൽ നിരന്തരം വീക്ഷിക്കുന്നുണ്ട് ആ ബോക്സിലോ അതിനടുത്തോ എന്തെങ്കിലും അസാധാരണമായി നടക്കുന്നുണ്ടോ എന്ന്. കാരണം അതിലൂടെ കയറ്റിവിട്ടിരിക്കുന്നത് ബോക്സ് സൃഷ്ടിച്ച ജയ് അല്ലെങ്കിൽ കൂടി അതേ തലച്ചോറ് തന്നെയുള്ള ജെയ്സണെയാണ്. അതുകൊണ്ട് ഏത് നിമിഷവും ജെയ്സന്റെ യഥാർത്ഥ സ്ഥലത്തേക്കുള്ള തിരിച്ചുവരവിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. ജയ് ഇരിക്കുന്നിടത്തേക്ക് ഡാനിയലെ എത്തി വളരെ പ്രണയമോടിലിരുന്ന് തനിക്ക് അപ്ലൈ ചെയ്യുന്ന പുതിയ റൊമാൻസും സെഡക്ഷനുമെല്ലാം കൊള്ളാമെന്നും അതിനെപ്പറ്റിയും സൊറ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു സ്ത്രീ വന്ന് വളരെ കാര്യത്തോടെ ഡാനിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ആരെന്ന രീതിയിൽ ജയ്യും എഴുന്നേറ്റ് കണ്ടതിൽ സന്തോഷമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ ഇത്തിരി ധൃതിയുണ്ടെന്നും നമുക്ക് നാളെ എല്ലാം പറഞ്ഞ പോലെ മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞവർ പോകുമ്പോൾ ഇവരാരെന്നും നാളെ എന്തെന്നുമുള്ള രീതിയിൽ കുഴങ്ങുന്ന ജയ്യോട് ഡാനി, അത് ബാർബറ അറിയില്ലേ, നാളെ നമ്മുടെ വീട്ടിലേക്ക് അവരുടെ കുടുംബത്തെയും കൂടിയല്ലേ അത്താഴ വിരുന്നിന് വിളിച്ചിരിക്കുന്നത്, മറന്നുപോയോ എന്ന് വ്യക്തമാക്കുമ്പോൾ ഓ മറന്നുപോയി, വേറെ ആരൊക്കെ വരുന്നെന്നാണ് പറഞ്ഞത് എന്ന് ജയ് നീറ്റായി അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അടുത്ത ദിവസം വെലോസിറ്റിയിലേക്ക് ഒരു കാർ കയറി വരികയാണ്. അതിൽ വന്ന സ്ത്രീയെ അവിടെയുള്ള ഒരു ഓഫീസിലേക്ക് കയറ്റി ആളിപ്പോൾ വരുമെന്ന് പറഞ്ഞു നിർത്തുമ്പോൾ അവർ അവിടെ എല്ലാം ചുമ്മാ ഒന്ന് കണ്ണോടിക്കുന്നു. ആ കണ്ണ് ചെന്നെത്തുന്ന ഒരാളുടെ ഫ്രെയിം ചെയ്ത ഒരു വലിയ ഫോട്ടോയ്ക്ക് മുന്നിൽ. എൻ്റെ മുത്തച്ഛൻ്റെ ഓഫീസായിരുന്നു അത്. ഇങ്ങനെ പറഞ്ഞ് കയറി വരുന്ന ലൈറ്റനെ കണ്ടവർ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഡിറ്റക്റ്റീവ് മെയ്സൺ, ലൈറ്റൻ വാൻസ്. കണ്ടതിൽ സന്തോഷം. അപ്പോൾ ആ സ്ത്രീ എത്തിയിരിക്കുന്നത് ഒരു അന്വേഷണ വഴിക്കാണ്. അവർ ആദ്യത്തെ മര്യാദ എന്ന രീതിയിൽ ലൈറ്റൻ്റെ മുത്തച്ഛനെക്കുറിച്ച് ചോദിച്ചറിയുകയാണ്. ആൾ ഏവിയേഷനിലായിരുന്നു. 52 വർഷങ്ങൾക്ക് മുമ്പ് വെലോസിറ്റി എന്ന ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകി ജെറ്റ് വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കാനായി. അങ്ങനെ മെയ്സൺ കാര്യത്തിലേക്ക് കടക്കുന്നു. ജെയ്സനെ തേടിയെത്തിയതാണ്. 8 കൊല്ലം ഒരുമിച്ച് ജോലി ചെയ്ത് 1 കൊല്ലം മുൻപ് അപ്രത്യക്ഷമായ ആളെക്കുറിച്ച് അവർ തിരക്കുമ്പോൾ താൻ പിന്നീട് കണ്ടിട്ടേയില്ലെന്നും താനെന്ന് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തതാണെന്നും ലൈറ്റൻ പറയുന്നത് കേട്ട് ഇവിടെ ജോലി ചെയ്തിരുന്ന ബ്ലെയർ കാപ്ലൻ എന്നൊരു സ്ത്രീയും 18 മാസം മുൻപ് മിസ്സിംഗ് ആയിട്ടില്ലേ എന്ന മെയ്സന്റെ ചോദ്യം കേട്ട് വന്നതിന്റെ ഉദ്ദേശം അറിയാൻ താല്പര്യപ്പെടുന്നതിനെ തുടർന്ന് ജെയ്സൺ 3 ദിവസം മുമ്പ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായും താൻ വരുമ്പോഴേക്കും അവിടുന്ന് സ്കൂട്ടായി ശേഷം അയാൾ ഒരു ആർട്ട് ഗാലറി എക്സിബിഷനിൽ പങ്കുകൊണ്ടതായും വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇവിടെ എത്തിക്കാണുമെന്ന പ്രതീക്ഷയിലാണ് എത്തിയതെന്നും പറഞ്ഞ് കാണാതായപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്ന അമാൻഡ ലൂക്കസിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞവർ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് മടങ്ങും നേരം അമാൻഡ ലൈറ്റനോട് വന്നിട്ട് ജെയ്സൺ എവിടെയെന്നറിയില്ല എന്ന നീ പറഞ്ഞ അതേ കള്ളം തന്നെയാണ് ഞാനും പറഞ്ഞിരിക്കുന്നതെന്ന് ദേഷ്യപ്പെടുമ്പോൾ ആ ദേഷ്യത്തിന് കാരണമായിട്ടുള്ള ഡാനിയലയുടെ മരണത്തിന് പിന്നിലുണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ലൈറ്റൺ. രണ്ടുപേരെയും ഒരുമിച്ച് ഇവിടെ എത്തിക്കാനായിരുന്നു ഡോണിനോട് പറഞ്ഞതെന്നും അവൾ അങ്ങനെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്നും നിരാശയിൽ ശബ്ദിക്കുമ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറിന്റെ ട്രീറ്റ്മെന്റ് പോലും എടുക്കാതെ നടക്കുന്ന അൺസ്റ്റേബിൾ ആയ ഒരാളെ കൂലിക്കെടുക്കരുതെന്ന് താൻ മുന്നേ പറഞ്ഞതല്ലേ എന്ന് അമാൻഡ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെയറെ പറ്റി എന്തെങ്കിലും ഡിറ്റക്റ്റീവ് ചോദിച്ചോന്ന് തിരക്കിയറിഞ്ഞ് പോലീസ് ഈ കാണാതായവരുടെ തിരച്ചിൽ ഗൗരവമായ എടുത്തൊടുവിൽ ഇവിടേക്ക് എത്തിയാൽ തങ്ങൾ ജയിലിൽ പോകുമെന്നും ബോക്സിനു വേണ്ടി 1.5 കൊല്ലം എടുത്ത് $1 ബില്യൺ മുടക്കിയതെന്നും പറയുന്ന ലൈറ്റനെ എതിർത്തുകൊണ്ട് തന്റെ നശിച്ച ബില്യനല്ല 4 പേരെയാണ് ബോക്സിലൂടെ പോയി കാണാതായത്, ഇപ്പോൾ ഡാനിയലുടെ അവസ്ഥയും എന്ന് അമാൻഡ പറയുമ്പോൾ പക്ഷേ ഇവൻ മാത്രം എങ്ങനെ തിരിച്ചെത്തിയെന്നും ഇവനെന്താണെന്നും ഓർമ്മയില്ലാത്തതെന്നും തലചൂടാവുന്ന ലൈറ്റനോട് അത് ചിലപ്പോൾ തലച്ചോറിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചതാകാമെന്നും ഇതൊക്കെ കണ്ടാണ് തനിക്ക് ഇനിയും ടെസ്റ്റിംഗ് വേണമെന്ന് പറഞ്ഞതെന്നും അമാൻഡ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ മയക്കമുണരുന്ന ജെയ്സൺ CCTV നോക്കി എന്നെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ സഹായിക്കുമെന്ന് പറയുന്നത് കണ്ട് ഇരുവരും അവിടെ എത്തി ആദ്യം തന്നെ ഇവിടെ ഓടിയതെന്തിനെന്നും ഡാനിയലുടെ അടുത്തേക്ക് തന്നെ പോയതിനെക്കുറിച്ചും ചോദിക്കുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ഭയം മൂലമായിരുന്നെന്നും ആകെ അടുപ്പമുള്ളതായി തോന്നിയത് ഡാനിയലയുടെ ആയിരുന്നതുകൊണ്ടാണ് അവിടേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇവിടുള്ള സംഭവത്തെപ്പറ്റി അവരോടെന്തെങ്കിലും സംസാരിച്ചോ എന്നടുത്ത ചോദ്യം. ഇവിടുള്ള എന്താണെന്നറിയില്ല, മാത്രമല്ല ഒരാളെ കൊല്ലേണ്ടി വരുന്നത്രയും പ്രധാനപ്പെട്ട എന്താണുള്ളതെന്നും നീ ഒരു നല്ല സുഹൃത്തെന്നല്ലേ പറഞ്ഞതെന്ന ജെയ്സന്റെ സംശയങ്ങൾ കേട്ട് ലൈറ്റൺ കയ്യിലെ കെട്ടഴിച്ച് നേരെ ബോക്സ് ഇരിപ്പുള്ള ചേമ്പറിലേക്ക് കൊണ്ടുപോകുന്നു. ഹൈ പ്രൊട്ടക്ഷൻ ചേംബറിൽ ലൈറ്റൺ പാസ്കോഡ് അടിക്കുന്നതെന്ന് എത്തി നോക്കി ശേഷം കവാടം തുറന്നതിലേക്ക് കയറിയ മഹാസംഭവം കാണുകയാണ്. ദ ബോക്സ്. ഇത് കണ്ട് തിളങ്ങുന്ന കണ്ണുകളുമായി ജെയ്സൺ വർഷങ്ങൾക്ക് മുന്നേ താനും അതുപോലൊരു ക്യൂബ്, എന്നാൽ ചെറുത്, 1 ഇഞ്ച് വലുപ്പത്തിൽ നിർമ്മിക്കാൻ ശ്രമിച്ചതായിരുന്നുവെന്നും പക്ഷേ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിവായും മറ്റും അകത്തേക്ക് കടക്കാതിരിക്കാനുള്ള ശേഷി ആ ബോക്സിന് ഇല്ലാതിരുന്നതിനാൽ അതിന്റെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ എത്ര വലിയ ചൂടിലും ഉരുകാതിരിക്കാൻ ശേഷിയുള്ള അലൂമിനിയം നൈട്രൈഡ് ഡിസ്ക് വെച്ച് പരീക്ഷിച്ചപ്പോൾ പരാജയപ്പെടുകയായിരുന്നും പറയുമ്പോൾ അപ്പോൾ പാവ്യ പ്രൈസ് ലഭിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെയും ഓർമ്മയുണ്ടെന്ന് ലൈറ്റൺ അനുമാനിക്കുന്നു. അമാൻഡ പറഞ്ഞ പോലെ സൂപ്പർ പൊസിഷനിൽ നിന്നപ്പോൾ തലച്ചോറിന് സംഭവിച്ച ഡാമേജ് ആണെന്നാണ് ലൈറ്റൺ കരുതിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഈ ബോക്സ് പൂർണ്ണമായും പുറത്തു നിന്നുള്ള ഒരു കണികകളോ വായുവോ കടക്കാൻ കഴിയാത്ത രീതിയിൽ നിർമ്മിച്ചെടുത്തതെന്ന ജെയ്സന്റെ ചോദ്യത്തിന്
താല്പര്യമില്ലാത്ത രീതിയിൽ നിനക്കതറിയാവുന്നതാണ്. ഇതിൻ്റെ പുറം ചട്ടയ്ക്കുള്ളിലായി ആക്റ്റീവായിട്ടുള്ള അഡാപ്റ്റീവ് ഷീൽഡിങ്ങിൻ്റെ ഒരു ലെയർ ആണെന്നും ഒരു തരത്തിലുള്ള റേഡിയേഷനും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലാണുള്ളതെന്നും ചുറ്റുമൊരു കാന്തിക വലയമുള്ളതായും ലൈറ്റൺ പറയുന്നത് കേട്ട് എനിക്കറിയായിരുന്നു അത് എന്ന രീതിയിൽ അത്ഭുതപ്പെട്ടുകൊണ്ട് അകത്തെങ്ങനെയാണുള്ളതെന്നറിയാൻ ജെയ്സൺ ത്വര കാണിക്കുന്നത് കണ്ട് തുറന്നു നോക്കാൻ പറഞ്ഞു നോക്കുമ്പോൾ അമാൻഡയും ലൈറ്റണും പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുവരെ പോയതിൽ തിരിച്ചെത്തിയിട്ടുള്ളത് നീ മാത്രമാണ്. 3 പേരാണ് ബോക്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. റെക്കോർഡിംഗ് ഡിവൈസുകൾ ഉള്ളിൽ വർക്കാകില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി എന്നൊന്നും അറിയില്ല. ആദ്യം പോയത് വെലോസിറ്റിയിലെ തന്നെ എംപ്ലോയിയായ ബ്ലെയർ എന്നൊരു സ്ത്രീയായിരുന്നു. അവർ തിരിച്ചെത്താതായപ്പോൾ അതിൻ്റെ കുറ്റം സ്വയം ഏറ്റെടുത്ത് ഇത് നിർമ്മിച്ച നീ തന്നെ അടുത്തതായി പോകാമെന്നായി തീരുമാനം. ബോക്സിൽ നിന്ന് അപ്രത്യക്ഷമായ ശേഷം എന്ത് സംഭവിച്ചെന്ന ജെയ്സന്റെ ചോദ്യം കേട്ട് ലൈറ്റണും അമാൻഡയും CCTV ഫുട്ടേജ് കാണിക്കുകയാണ്. ആ സ്ഥലത്തെ റിയൽ വേർഷനായ ജയ് വേണ്ട സാമഗ്രികൾ അടങ്ങിയ ബാഗുമായി ബോക്സിനുള്ളിലേക്ക് കയറി കടക്കുന്നതിന് പിറകെ അമാൻഡ ഓടിയെത്തുന്നതും ശേഷം ബോക്സ് തുറക്കപ്പെട്ടപ്പോൾ അതിലാരുമില്ലായിരുന്നു. 1 കൊല്ലം മുമ്പുള്ള ഈ സംഭവം കാണിച്ചിട്ട് 3 ദിവസം മുന്നേ ഉള്ള സംഭവം കൂടി കാട്ടുന്നു. ജെയ്സൺ അവശനായി ബോക്സിൽ നിന്നും ഇറങ്ങി വരുന്നത്. അത് വെയർഹൗസിലെ സംഭവങ്ങളുടെ തുടർച്ചയാണെന്നറിയാലോ ഇല്ലേ? ജയ് ചാർലിയെ ഷോപ്പിങ്ങിന് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് സൂത്രത്തിൽ അടുത്ത ദിവസത്തെ വീട്ടിലെ ഡിന്നർ പാർട്ടിക്ക് വരുന്ന ആൾക്കാരെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചറിയുകയാണ്. ഡാനിയല മുമ്പ് ഡിന്നർ സമയം അവരെക്കുറിച്ചൊരു ധാരണ നൽകിയെങ്കിലും ഒന്ന് വ്യക്തത വരുത്താൻ ചാർലിയോടും കൂടെ പേര് വിവരങ്ങളെല്ലാം ചോദിച്ച് സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരാളെ കണ്ട് സർപ്രൈസ്ഡ് ആവുകയാണ്. ബ്ലെയർ കപ്ലാൻ. തൊട്ടു മുമ്പ് വെലോസിറ്റിയിൽ നിന്നും കാണാതായതെന്ന് പറഞ്ഞതും ബ്ലെയർ തന്നെയാണ്. ഈ ബ്ലെയറിനെയാണ് നമ്മൾ തുടക്കത്തിൽ ഡാനിയല തൻ്റെ ആർട്ട് ഗാലറി വെച്ചായി സംസാരിക്കുന്നത് കണ്ടത്. പക്ഷേങ്കിൽ ഇത് ജെയ്യുടെ ലോകത്തെ വെർഷനാണോ ജെയ്സന്റെ ലോകത്തിലെ തന്നെ നോർമൽ വെർഷനാണോ എന്നതിപ്പോൾ ഒരു സംശയമാണ്. ജെയ്സൺ വെലോസിറ്റിയിലിരുന്ന് തൻ്റെ സ്വന്തം ചരിത്രം നോക്കി അറിയുകയാണ്, സ്വന്തം ആത്മകഥ വായിക്കുന്നത് പോലെ. അവിടെ എത്തുന്ന അമാൻഡയോട് തൻ്റെ ഈ തോന്നൽ പറയുമ്പോൾ അമാൻഡയ്ക്ക് കുറച്ച് വിശ്വാസം വന്നു തുടങ്ങുന്നു. നിങ്ങളുടെ റോൾ എന്താണ് ഇവിടെ? അമാൻഡ ലൂക്കസ്, സൈക്യാട്രിസ്റ്റ്. ബോക്സിലേക്ക് കടക്കുന്നവരെ, അതായത് ബോക്സ് പൈലറ്റ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. പരുഷമായ സാഹചര്യത്തിൽ എത്തപ്പെട്ടാലും മനസ്സിനെ വെപ്രാളപ്പെടുന്നതിലും വ്യാകുലപ്പെടുന്നതിൽ നിന്നും നിയന്ത്രിക്കാനും മികവാർന്ന ഏകാഗ്രതയ്ക്കും വേണ്ടിയുള്ള ട്രെയിനിങ്. മാത്രമല്ല റയാൻ്റെ സൈക്കോട്രോപിക് ഡ്രഗായ ലാവൻഡർ ഫെയറിയുടെ ടെസ്റ്റിങ്ങും നടത്തി. അപ്പോൾ അതാണ് മുൻപ് ആർട്ട് ഗാലറി വെച്ച് റയാൻ ജെയ്സണോട് എങ്ങനെയുണ്ടെന്ന് തിരക്കിയ ആ ഡ്രഗ്. തുടക്കത്തിൽ ജെയ്സണിൽ കുത്തിവെച്ച അതേ ഡ്രഗ്. 1 കൊല്ലമായി ഒരുമിച്ചായിരുന്നെന്ന് പറയുന്ന ജയ് കാണാതാവുന്ന അന്ന് എങ്ങനെയായിരുന്നു അവൻ്റെ പ്രകൃതം എന്ന് തിരക്കുമ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വല്ലായ്മ ജയുടെ മുഖത്ത് തോന്നി. കഴിഞ്ഞ ദിവസം എക്സായ ഡാനിയലെ കണ്ടെന്നും എന്നാൽ താൻ ഓക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും അത് വിശ്വസിച്ചില്ല. എന്തോ ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അറിയായിരുന്നു. ഒന്ന് കുളിക്കാൻ കയറിയപ്പോഴേ ആളിറങ്ങിപ്പോയി. ഒടുവിലായി നടന്ന ആ CCTVയിൽ കണ്ടതും. ജെയ്സണിലിപ്പോൾ സ്വയം സംശയം തോന്നി തുടങ്ങുകയാണ്. ഇനി താനാണോ യഥാർത്ഥ ജയ് എന്നും മുൻപ് പറഞ്ഞ പോലെ ബോക്സിൽ വെച്ചുണ്ടായ എഫക്റ്റിൽ ബ്രെയിൻ ഡാമേജ് സംഭവിച്ചതാണോ എന്ന് വേവലാതിപ്പെടുന്നത് കണ്ട് അമാൻഡ പുറത്തേക്കിറങ്ങി ടെൻഷനിൽ നടക്കുമ്പോൾ ഡോൺ അവിടേക്ക് നടന്നു ചെല്ലുന്നു. ഡിന്നർ പാർട്ടി ആരംഭിച്ചിരിക്കുന്നു. ജയ് അതിഥികളെക്കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ ഫോണിൽ നോട്ട്സായി എഴുതി അവരുമായി ഇടപഴകുന്നു. ബ്ലെയറുമായി സംസാരിക്കുന്നു. വലിയ നിഗൂഢതയൊന്നും കാണുന്നില്ല. മറ്റു ചില അതിഥികൾ അത് റയാനും എത്തുന്നു, ഒരു സ്നേഹാലിംഗനത്തോടെ. ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു തക്കത്തിൽ റയാൻ ജയോട് ക്ഷമ ചോദിക്കുന്നു. മുമ്പ് എടുത്തു ചാടി ഒരു ജോലി വാഗ്ദാനം ചെയ്തതിൽ. നല്ല മാറ്റമുണ്ട്, യു ലുക്ക് ഗുഡ്. വെലോസിറ്റിയിൽ ഇന്നേരം ജെയ്സനെ ഇരുത്തി ചോദ്യം ചെയ്യുകയാണ് ലൈറ്റൺ. കണ്ണാടിയിലൂടെ പുറത്തുനിന്ന് അമാൻഡയും സംഘവും നോക്കിക്കാണുമ്പോൾ അവിടേക്ക് ആ ലോകത്തെ റയാനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടെത്തിക്കുമ്പോൾ ഉള്ളിൽ റയാനോടും ഡാനിയല വർഗോസിനോടും എന്താണ് പറഞ്ഞതെന്നും നിങ്ങൾ ഞങ്ങളുടെ ജെയ്സൺ അല്ല, ഒരു അപരനാണ്, ഞങ്ങളുടെ ജെയ്സനെ നിങ്ങൾ എന്ത് ചെയ്തു എന്നെല്ലാമുള്ള ലൈറ്റന്റെ ചോദ്യത്തിൽ ചോര തിളച്ചു കയറി പിടിച്ചിട്ട് ചാമ്പുമ്പോൾ പിടിച്ചു വലിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നേരം ഡിന്നർ പാർട്ടി. അത് തകൃതിയായി തന്നെ നടക്കുകയാണ്. പക്ഷെ ഒറ്റപ്പെട്ട മൈൻഡിൽ ജയ്യും. കാരണം അവർ ജീവിതാനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ ജയ്ക്ക് തൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കില്ല. ഞാനൊരു ബോക്സ് ഉണ്ടാക്കി, എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞാൻ എന്നെ തന്നെ ഇടിച്ചു കയറ്റി മറ്റൊരിടത്തേക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്ത് നടക്കുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല യഥാർത്ഥ ഇമ്പോസ്റ്റർ ആയിരിക്കുന്ന ജയ്ക്ക് ജെയ്സണായി പെരുമാറണമെങ്കിൽ ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും തന്നെ പിടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഡാനിയലയുടെ വക പെട്ടെന്നൊരു ചോദ്യം. ഹണി, നമ്മൾ കഴിഞ്ഞ താങ്ക്സ് ഗിവിങ്ങിന് തങ്ങിയ ആ ഹോട്ടലിൻ്റെ പേരെന്താ? പെട്ടെന്ന് മയക്കം വിടുന്ന ജയ് സ്റ്റക്കായി അങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരുടെയും കണ്ണങ്ങോട്ടേക്ക്. പെട്ടെന്ന് ഫോണിൽ കണ്ട ഓർമ്മ വരുന്നു. മഹാക്കൽ എന്നാൽ മാജിക്കൽ എന്നതിൻ്റെ മായൻ വാക്ക്. ഡോൺ ഈ സമയം കിട്ടിയ തക്കം നോക്കി പൊരിഞ്ഞിടി കൊടുക്കുകയാണ് ജെയ്സന്. ഇവിടുത്തെ യഥാർത്ഥ ജെയ്സൺ അവിടെ നിന്നും ചോദിച്ച്. റോമൻസിലെ കുഞ്ചാക്കോ ബോവനെ പോലെ എല്ലാവർക്കും ഒരു ചെറിയ വല്ലായ്മ തോന്നുമ്പോൾ ജയ് എഴുന്നേറ്റ് നിന്നൊരു കാച്ചു കാച്ചുകയാണ്. മഹാക്കലായിട്ടല്ല, വാക്കുകളായിട്ട്. ഇത്ര നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിയ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡാനിയലയോട് ഞാൻ തന്നെ അർഹിക്കുന്നില്ല. അത് ശരിയാണ്. ഇടയിലൂടെ ബ്ലെയർ. അർഹിക്കുന്നില്ല, കാരണം അത്രയും പ്രിയങ്കരിയാണ് നീ ഡാനിയല.
അതുപോലെ തന്നെ ഈ ലോകത്തെ മികവാർന്ന ആളുകളെക്കാളും നിങ്ങളുമായി സമയം ചിലവഴിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അവിടെ ഇരിക്കുന്നവർക്ക് ഇട്ടൊരു കൊട്ടു കൊടുക്കുമ്പോൾ മറ്റൊരിടത്ത് ജെയ്സൺ കൊട്ടുകിട്ടി അവശനായി വീണിരിക്കുകയാണ്. അപ്പുകുട്ടനെ പോലെ പേടിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ഡോൺ നേരെ കത്തിയെടുത്ത് ജെയ്സന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോഴേക്കും ലെയ്റ്റൺ അവിടെ എത്തി പറഞ്ഞു വിട്ട് ഇരുവരും സംസാരിക്കുകയാണ്. തന്നെ ഇടിച്ചതിൽ യാതൊരു പരിഭവമില്ലാത്ത രീതിയിൽ എനിക്ക് ആരെയും വേദനിപ്പിക്കേണ്ടെന്നും ഞാൻ കഷ്ടപ്പെട്ട് പിറകെ നടന്ന് ചെലവഴിച്ച ബോക്സ് എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ പോലും അതെങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും അറിയാത്തത് താനൊരു മടയൻ എന്ന രീതിയിലേക്ക് പോകുന്നതായും അതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്നും ഒരുപക്ഷെ നിന്റെ മറ്റൊരു വേർഷൻ ആണത് നിർമ്മിച്ചതെങ്കിൽ കൂടെ നിനക്ക് മതേ ബുദ്ധി തന്നെയല്ലേ അത് വെച്ച് മനസ്സിലാക്കി പറയാനും അത് ഈ ലോകത്തുള്ള എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായേക്കുമെന്നും പറയുമ്പോൾ അതെങ്ങനെയാണ് ലോകത്തിന് ഉപകാരപ്രദമാകുന്നതെന്ന് ജെയ്സൺ. ഉപകാരം എങ്ങനെയാണെന്നോ? എന്തുകൊണ്ട് അത് വെച്ച് നമുക്ക് ഈ ലോകത്തെ ക്യാൻസർ മുക്തമാക്കിക്കൂടാ? കാലാവസ്ഥാ വ്യതിയാനം, പട്ടിണി, ഇതിനെല്ലാം ഒരു പ്രതിവിധി കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ ബോക്സ് വഴി ഇതെല്ലാം മൂലം നരയിക്കുന്ന ആ ലോകത്തേക്ക് എത്തി അതിനെ രക്ഷിക്കാൻ കഴിയില്ലേ? ഒരു വട്ടം കൂടി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ബോക്സ് പ്രവർത്തിക്കുന്നത്? എനിക്കറിയില്ലെന്ന് കരയുന്ന ജെയ്സനെ കണ്ട് ലെയ്റ്റൺ ഇറങ്ങി പോകുമ്പോൾ കരയിക്കാൻ തയ്യാറായി നിൽക്കുന്ന ജെയ് ഈ കുറച്ച് നാളുകളിലായി ചില മാറ്റങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടാവുന്നെന്നും അത് നല്ലതാണെന്നും ആസ്വദിക്കുന്നെന്നും പറഞ്ഞ് ഡാനിയല ജെയ്യുമൊത്ത് പതിയെ റൊമാൻസ് മോഡിലെത്തുമ്പോൾ റയാൻ എന്തോ പോയ അണ്ണാനെ പോലെ വെലോസിറ്റിയിൽ അവിടേക്ക് ജെയ്സനെ കൊണ്ടിടുന്നു. എല്ലാം തൻ്റെ തെറ്റാണെന്നും അന്ന് ഡാനിയലയുമൊത്തുള്ള കൂടലിന് ശേഷം നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന ലെയ്റ്റണോട് ഞാനാണ് നീ അവിടെയുള്ളതായി പറഞ്ഞുവെന്നും റയാൻ പറയുന്നു. അതായിരുന്നു മുമ്പ്. ആ സമയം ഒരു ഫോൺ കോൾ വന്ന ഉടനെ പാർട്ടി വിട്ട് റയാൻ നീങ്ങുന്നത് നമ്മൾ കണ്ടത്. തന്നെ കണ്ടെത്തിയ വഴി മനസ്സിലാക്കിയ ജെയ്സൺ ഡാനിയലെ അവർ കൊന്ന കാര്യം പറഞ്ഞ് എല്ലാം എൻ്റെ തെറ്റുന്ന രീതിയിൽ ജെയ്സൺ റയാനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച ശേഷം വെലോസിറ്റിയിൽ നീ ചെയ്ത വർക്ക് എന്താണെന്ന് അത്യാവശ്യമായി പറഞ്ഞേ പറ്റുമെന്ന് വാശി പിടിക്കുമ്പോൾ റയാൻ നീയാണ് എന്നോട് ആ ഡ്രഗ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്, തലച്ചോറിൻ്റെ ആവരണത്തെ ആൾട്ടർ ചെയ്യിക്കാനുള്ള ഡ്രഗ്. റയാനോട് ഇവിടെ നടക്കുന്നത് ഒരു മനുഷ്യനെ സൂപ്പർ പൊസിഷനിൽ നിർത്തുന്ന പരിപാടിയാണെന്നും അതിൽ കയറുന്നത് മൂലം തലച്ചോറിന്റെ പ്രവർത്തനത്തെയും പൊരുത്തപ്പെടലിനെയും വരെ ബാധിക്കുമെന്നും അതിനൊരു മെക്കാനിസം ആവശ്യമാണെന്നും ജെയ്സൺ വെളിപ്പെടുത്തുമ്പോൾ താൻ നിർമ്മിച്ച ആ ഡ്രഗ് ആ മെക്കാനിസം ആണെന്ന് പറയുന്നു. ആ ഡ്രഗ് തലച്ചോറിലുണ്ടാകുന്ന പൊരുത്തമില്ലായ്മയെ തടുക്കാനുള്ളതാണെന്നും എന്നാൽ ആരെങ്കിലും നിരീക്ഷിക്കുന്ന സമയത്താണ് ആ ഡ്രഗ് ഉപയോഗിക്കുന്നതെങ്കിൽ തലച്ചോറിനും കോൺഷ്യസ്നെസ്സിനും പ്രശ്നമാണെന്നും പറയുന്നത് കേട്ട് അപ്പോൾ അതിനാണ് ബോക്സ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നും ജെയ്സൺ മനസ്സിലാക്കി റയാനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലെയ്റ്റൺ വന്ന് റയാനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അന്ന് നീ ആ പാർട്ടിയിലേക്ക് തള്ളിവിട്ട് തിരിച്ച് റയാൻ്റെ ജോബ് ഓഫറും ആലോചിച്ച് ദൂരെ നിങ്ങളെല്ലാം വിട്ടു പോകണോ വേണ്ടയോ എന്ന പ്രശ്നത്തിൽ ശ്രദ്ധയില്ലാതെ വരുമ്പോൾ പെട്ടെന്നൊരു വണ്ടി ഇടിക്കാനായി വന്നു. അപ്പോൾ എനിക്കെൻ്റെ ഈ ജീവിതം മൊത്തം ഒന്ന് ഫ്ലാഷായി. എന്താണ് ഇനി എൻ്റെ ജീവിതം എന്ന തീരുമാനവും ആത്മവിശ്വാസവും വ്യക്തതയും വന്നു. നിങ്ങളോടൊപ്പമാണ് എൻ്റെ ജീവിതം, മറ്റൊന്നുമല്ല. അന്ന് ജെയ്സനെ പിന്തുടരുന്ന കണ്ട ചില കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് ജയ് ഡാനിയലയ്ക്ക് മുന്നിൽ പറഞ്ഞ് ഒരു കൺവിൻസിങ് സ്റ്റാർ ആകുമ്പോൾ മുറിയിൽ തളർന്നു കിടക്കുന്ന ജെയ്സൺ അടുക്കലേക്ക് അമാൻഡ എത്തി CCTV ക്യാമറയെല്ലാം ഓഫാണെന്നും പുറത്തേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ റയാനെ കുറിച്ച് ജെയ്സൺ ചോദിക്കുമെങ്കിലും എന്തോ സംഭവിച്ച പോലെ ഐ ആം സോറി എന്ന് പറഞ്ഞ് ആരും കാണാതെ ഒരിടത്തേക്ക് കയറി നിൽക്കുമ്പോൾ എന്നെ രക്ഷിക്കുന്നത് എന്തിനെന്ന് ജെയ്സന്റെ ചോദ്യത്തിന് അമാൻഡ എനിക്ക് ഈ പ്രവൃത്തികളിൽ നിന്നും തിരികെ ഇറങ്ങാൻ കഴിയുമോ എന്നറിയില്ല, പക്ഷേ ശ്രമിക്കുകയാണ്. അമാൻഡയ്ക്കും ലെയ്റ്റന്റെ പ്രവൃത്തികളിൽ വിയോജിപ്പ് വന്നിരിക്കുന്നു. അവരൊരു ലിഫ്റ്റിൽ കയറി താഴെ എത്തി ഇറങ്ങുമ്പോൾ അവിടെ നിർഭാഗ്യമെന്ന് പറയട്ടെ ലെയ്റ്റൺ കണ്ടപാടെ തിരികെ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ ലെയ്റ്റണും ഇത് കണ്ട ആളുകളെ വിളിച്ചറിയിക്കുമ്പോൾ അവരിരുവരും വേറെ വഴിയില്ലാതെ ബോക്സിന്റെ ചേമ്പറിലേക്ക് എത്തുകയാണ്. പാസ്കോഡിൽ അമാൻഡ ലൂക്കസ് റിജക്റ്റ് ആയിരിക്കുന്നു. അവർ സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്ന് അതിനുള്ളിൽ തന്നെ അമാൻഡയെ ഡീആക്ടിവേറ്റ് ചെയ്തതായി മനസ്സിലാക്കി തിരികെ നടക്കുമ്പോൾ വെപ്രാളത്തിൽ താനൊന്ന് നോക്കട്ടെ എന്ന് ജെയ്സൺ ട്രൈ ചെയ്യുന്നു. പേരാക്റ്റീവാണ്. പാസ്കോഡ് മുമ്പ് ലെയ്റ്റൺ അടിക്കുന്നത് എത്തി നോക്കിയത് വെച്ച് അടിച്ചു നോക്കുന്നു. ചേംബർ തുറക്കുന്നു. ജെയ്സണോട് ബോക്സിലേക്ക് കയറാൻ പറഞ്ഞ് അവശ്യ സാമഗ്രികൾ അടങ്ങിയ 2 ബാഗുകളും എടുത്ത് അമാൻഡയും ബോക്സിലേക്ക് ഓടാൻ നേരം ഇന്നേരം ലൈറ്റണൊപ്പം അവിടേക്ക് എത്തുന്ന ഡോൺ ചറപറ വീഡിയോ തുറക്കുമ്പോൾ ഒരു ബാഗ് കയ്യിൽ നിന്നും പോയി ഓടി ബോക്സിലേക്ക് കയറി കഥടയ്ക്കുന്ന നേരം പിറകെ എത്തി ഡോൺ ബലമായി തടുക്കുന്നെങ്കിലും വിരലുകളറ്റ ശ്രമം വിഫലമാകുന്നു. ആരെങ്കിലും ഉള്ളിലേക്ക് കിടക്കുമോ? ഇല്ല. 3 മിനിറ്റത്തേക്ക് ഡോർ ലോക്ക്ഡ് ആയിരിക്കും. ഒരു ടൈമർ സെറ്റ് ചെയ്തു. ഇനിയെന്താ? നമ്മൾ ഈ സ്ഥലത്തിന് ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബോക്സിലൂടെ മറ്റൊരു ആൾട്ടർനേറ്റ് സ്പേസിലേക്ക് പോകാനുള്ള അമാൻഡയുടെ തീരുമാനം കേൾക്കുമ്പോൾ താൻ മാത്രം പോയാൽ പോരെ, ഞാൻ നിന്നെ കൊണ്ട് ബലമായി ചെയ്യിച്ചതാണെന്ന് പറഞ്ഞാൽ പോരെ അവരോട് എന്ന ജെയ്സന്റെ ചോദ്യം കേട്ട് അതിലൊരു മാറ്റവും ഇനി വരത്തില്ല. അവർ നമ്മൾ 2 പേർക്കും നേരെയാണ് വെടിയുതിർത്തത്. ലെയ്റ്റൺ എന്തായാലും ഇനി എന്നോട് പൊറുക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് ഇരുവരും ബാഗിൽ നിന്ന് ആ സൈക്കോട്രോപിക് ഡ്രഗുകളിലൊന്ന് ലാവൻഡർ ഫെയറി അതെടുത്ത് സിറിഞ്ചിലാക്കി ജെയ്സണിൽ കുത്തിവെച്ച ശേഷം അമാൻഡയും ഒന്ന് കുത്തിവെക്കുന്നതോടെ 2 പേരിലും ബോധക്ഷയം വരുമ്പോൾ ജയ് ലാപ്ടോപ്പിൽ ചാർലിയുടെ ഒരു ബർത്ത്ഡേ ദിവസത്തെ വീഡിയോ ക്ലിപ്പ് കാണുകയാണ്. ചാർലിയുടെ ബർത്ത്ഡേ അടുത്ത ദിവസം വരികയാണ്. ശേഷം ചില ഫയലുകളും സർട്ടിഫിക്കറ്റുകളും തപ്പി വായിക്കുന്നത് വഴി ആ കുടുംബത്തിൽ ചാർലി അല്ലാതെ മറ്റൊരു മകനും ഉണ്ടായിരുന്നതായി ജയ് മനസ്സിലാക്കുന്നു. ഇരട്ടക്കുട്ടികളായി ജനിച്ച് പിന്നെ എപ്പോഴോ മരണപ്പെട്ട അതിലൊന്നായ മാക്സ് മെല്ലൻ ഡസൻ. 3 മിനിറ്റ് ആയിരിക്കുന്നു. അലാറം അടിക്കുന്നത് കേട്ട് പതിയെ പാതി മയക്കത്തിൽ ജെയ്സൺ എണീക്കുന്നു. പിറകെ അമാൻഡയും.
രണ്ടുപേരും എഴുന്നേറ്റ് അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. അവരെത്തിപ്പെട്ട ചുറ്റുപാട് ഒരു അന്തവും കുന്തവുമില്ലാത്ത നിറയെ വാതിലുകളുള്ള അനന്തരമായ ഒരിടനാഴി. ബോക്സിന് പുറത്താകെ കോലാഹലമയം. വിരലുകളിടയിൽപ്പെട്ട അറ്റുപോയ ഡോണിൻ്റെ കരച്ചിൽ ഒരു വശത്ത്. 15 സെക്കൻഡുകൾ കൂടി ബോക്സ് തുറക്കാൻ. ലെയ്റ്റൺ പൊടുന്നനെ ഒരു തീരുമാനമെടുത്ത പോലെ അവിടെ ബോക്സിൽ കയറി സഞ്ചരിക്കുന്നവർക്കുള്ള ബാഗ് എടുത്ത് തുറന്നു വരുന്ന ബോക്സിലേക്ക് കയറുകയാണ്. നിങ്ങൾ ഒരിക്കലും അതിന് മുതിരരുതെന്നും എന്താ സംഭവിക്കുന്നതെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നെല്ലാം അവിടെയുള്ളവർ പറയുന്നത് വകവയ്ക്കാതെ എനിക്ക് ഈ ലോകത്ത് ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജെയ്സൺ കയ്യിലെ വെളിച്ചം വെച്ച് അമാൻഡയുമായി എത്തപ്പെട്ട ആ നടപ്പാതയിലൂടെ അന്തമില്ലാതെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. ഇരുവശങ്ങളിലും അടുപ്പിച്ചടുപ്പിച്ചായ കതകുകൾ കാണാം. ലെയ്റ്റൺ പിന്തുടർന്ന് എത്തുമോ എന്ന ഭയം പ്രകടിപ്പിക്കുന്ന ജെയ്സണോട് ഈ ഡോറുകൾക്ക് പിറകിലായി നിങ്ങളുടെ ലോകമുള്ളത് ഏതിലെന്നറിയാൻ കഴിയുമോ എന്ന ചോദ്യം അമാൻഡയിൽ നിന്നും. തിയറിപരമായി അറിയാം, മനസ്സ് മുന്നിൽ കാണിച്ചുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന എന്നാൽ പരിണാമം സംഭവിച്ചിട്ടില്ലാത്ത തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാനിഫെസ്റ്റേഷൻ, സാക്ഷാത്കാരം. അതാണിത്, ഈ ഇടനാഴി എന്നുള്ളത്. ഏകദേശം 220ഓളം കഥകൾ കഴിഞ്ഞിരിക്കുന്നു നടന്ന്. ഇത് ഒരു പ്രവേശന കവാടം പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ഏത് കഥക തുറന്നാലും എത്തുന്നത് പല പല റിയാലിറ്റിയിലേക്ക്, പല പല ലോകത്തേക്ക്. ജെയ്സന്റെ വാക്കുകൾ കേട്ട് അമാൻഡയ്ക്ക് മനസ്സിലാകുന്നു, ഇതാണ് സൂപ്പർ പൊസിഷൻ. ഇവിടെയാണ് ബോക്സിൽ നിന്നും എവിടെയാണ് എത്തേണ്ടതെന്ന് തീരുമാനിച്ച് കടക്കേണ്ടത്. അമാൻഡ പറഞ്ഞപ്പോഴാണ് കണ്ടിരിക്കുന്ന നമുക്കും ഏകദേശം മനസ്സിലായത്, അല്ലേ? ജെയ്സണൊടുവിൽ ഒരു കഥക് തുറക്കാൻ തീരുമാനിച്ച് പെട്ടെന്ന് ചുറ്റുപാടുമൊക്കെ ഒന്ന് സംശയത്തോടെ നോക്കി തുറന്നു കയറുമ്പോളാകട്ടെ അവരെത്തിപ്പെടുന്നത് തകർന്ന് തരിപ്പണമായൊരു സ്ഥലത്തേക്ക്, മറ്റൊരു ഷിക്കാഗോയിലേക്ക്. പുറത്തിറങ്ങി ആകെ വീക്ഷിക്കുമ്പോൾ കൂറ്റൻ കെട്ടിടങ്ങൾ ഓരോന്നായി തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ജീവന്റെ ഒരു അംശം പോലും കാണാനില്ല. ഏതോ വലിയൊരു ദുരന്തം നടന്ന പോലെ. നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇരുവരും നിൽക്കുന്നിടത്തേക്ക് ഒരു കൂറ്റൻ കെട്ടിടം വീഴാൻ പോകുന്നത് കണ്ടോടി എങ്ങനെയോ ബോക്സിലേക്ക് തിരിച്ചു കയറി വീഴുകയാണ് വെപ്രാളത്തോടെ. ഇനിയും എത്രയെത്ര അപകടകരമായ സന്ദർഭങ്ങളിലൂടെ വേണം കടന്നു പോകാനുള്ളതെന്ന തിരിച്ചറിവിൽ. എത്തിപ്പെടേണ്ട യഥാർത്ഥ ചിക്കാഗോയിൽ എന്ത് ശാന്തമായ അന്തരീക്ഷം. വീട്ടിൽ ഡാനി ഒറ്റയ്ക്കാണ്. ഒരു ദുഃഖമുഖത്തോടെ അവിടെ ഇരിക്കുന്ന മാക്സ് എന്ന ആലേഖനം ചെയ്തിട്ടുള്ള ഒരു തടി ബോക്സിൽ സ്പർശിച്ച് നിൽക്കുന്നു. ആരാണ് മാക്സ്? അതെ, നമ്മൾ മുമ്പ് കണ്ട സർട്ടിഫിക്കറ്റിലെ മാക്സ് മെലൻഡസൻ. ജയ് രാവിലെ തന്നെ കാർ ചാർലിയെ കൊണ്ട് ഓടിച്ചു പോവുകയാണ്. മുൻപ് കണ്ടതിലും ഇത്തിരി വേഗ കൂടുതലും ചാർലിയുടെ മുഖത്ത് ഒരു പ്രസന്നതയും. കാരണം ചാർലിയുടെ ജന്മദിനമാണെന്ന്. ഒരു ജംഗ്ഷനെത്തി ട്രാഫിക് സിഗ്നൽ ചുവപ്പാകാൻ പോകുന്ന ഉടനെ വണ്ടി സ്ലോ ആക്കുമ്പോൾ നിർത്താതെ പെട്ടെന്ന് വിട്ടുപോകാൻ ജയ് പറയുന്നത് കേട്ട് ചാർലി ഓടിച്ചുപോയി വിസ്മയത്തോടെ സാധാരണ ജംഗ്ഷൻ സ്ഥലങ്ങളിലൊക്കെ പതിയെ പോകാനല്ലേ പറയുന്നേ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ പാർട്ടി എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതെന്ന ജയുടെ ചോദ്യത്തിന് എല്ലാ പ്രാവശ്യവും ചെയ്യാറുള്ള പോലെ തന്നെ മതിയെന്ന് ചാർലി. ഈ എല്ലാ ജന്മത്തിലും ചെയ്യുന്ന കാര്യം എന്താണെന്നുണ്ടോ ജയ് അറിയുന്നു. ആളങ്ങനെ കുഴങ്ങിയിരിക്കുമ്പോൾ ജെയ്സൺ ബോക്സിലിരുന്ന് ബാഗിലുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കുന്നു. ഒരു നോട്ട്ബുക്കുണ്ട്, പിന്നെ ആ ഡിവൈസ് നമ്മൾ തുടക്കത്തിൽ വെയർഹൗസിൽ വെച്ച് കണ്ട പോലെയുള്ളത്. അതിലാണ് ആ ഡ്രഗ് ഉള്ളത്, ലാവൻഡർ ഫെയറി. മൊത്തം 50 എണ്ണം ഒരു ബോക്സിൽ. ഇനി അവശേഷിക്കുന്നത് 48. 2 എണ്ണം ഓൾറെഡി വെലോസിറ്റിയിൽ വെച്ച് ഇരുവരും ഇഞ്ചക്ട് ചെയ്ത് പല പല ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിലേക്ക് പോകാനുള്ള പല പല പ്രവേശന കവാടമുള്ള ഇടനാഴിയിലേക്ക് എത്തിയിരുന്നല്ലോ. ബാഗിൽ ഒരു GPS ട്രാക്കറുമുണ്ട്. വർക്കിംഗ് കണ്ടീഷനാണ്. തൻ്റെ ലോകത്തിൽ വെലോസിറ്റി നിൽക്കുന്ന അതേ കോർഡിനേറ്റ്സിലാണ് നിലവിൽ ബോക്സ് ഉള്ളതെന്ന് അമാൻഡ മനസ്സിലാക്കുന്നു. അതിനർത്ഥം ഏതൊക്കെ മൾട്ടിവേഴ്സിൽ എത്തപ്പെട്ടാലും ബോക്സിൻ്റെ ലൊക്കേഷൻ ഒരൊറ്റ സ്ഥലം തന്നെയാണ്. ദാറ്റ് മേക്സ് സെൻസ്. അവരിരുവരും അടുത്തൊരു ലാവൻഡർ ഫെയറി ഷോട്ട് എടുത്തുകൊണ്ട് മറ്റൊരു പാരലൽ യൂണിവേഴ്സിലേക്ക് ടെൻഷനിൽ കടക്കാൻ ഒരുങ്ങുന്നു. നമ്മൾ ഇടനാഴിയിലൂടെ നടന്നുകൊണ്ടിരുന്നാൽ എവിടെ ചെന്ന് അവസാനിക്കും? മൾട്ടിവേഴ്സ് അത് ഇൻഫിനിറ്റാണ്, ഒരു അന്ത്യവുമില്ല. 49 ഷോട്ട്സ് കൈവശമുള്ള ലെയ്റ്റൺ ബോക്സിൽ നിന്ന് ആദ്യത്തെ കോറിഡോറിലെത്തി ഇരുവരെയും അന്വേഷിക്കുമ്പോൾ ജയ് പ്രൊഫസർ ജെയ്സണായി ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുകയാണ്. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കുറേ പിള്ളേരെടുത്ത് നോട്ട്ബുക്കും പേനയും എടുക്കാൻ പറയുമ്പോഴാകട്ടെ അവരുടെ കയ്യിലാകെ ലാപ്ടോപ്പും മൊബൈലും. ബുക്കും പേനയുമായി നടക്കാത്ത നിങ്ങളെല്ലാം തോൽവികളാണെന്നും എല്ലാവർക്കും ഗുഡ് ലക്ക് നൽകിക്കൊണ്ട് ജയ് കോളേജിൽ നിന്നും ജോലി മതിയാക്കി ഇറങ്ങുമ്പോൾ ഇത് നേരത്തെ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. ഒരു പ്രൊഫസർ ജെയ്സണായി തൻ്റെ പുതിയ ജീവിതം ജീവിച്ചു തീർക്കാൻ താല്പര്യമില്ലെന്ന് തുടക്കം മുതലേ ജയുടെ ആ മുഖത്ത് പ്രകടമായിരുന്നു. ഒരു വിജനമായ കാട്ടുപ്രദേശം. അവിടെയാണിപ്പോൾ ജെയ്സണും അമാൻഡയും എത്തിയിട്ടുള്ളത്. ബോക്സിൻ്റെ കോർഡിനേഷൻ സെയിം തന്നെയാണ്. ഉടൻ തന്നെ തിരികെ കയറി ബോക്സ് അടയ്ക്കുമ്പോൾ തിരികെ അടഞ്ഞ ബോക്സിലായി പോവാതെ വാതിലുകളുള്ള ആ ഇടനാഴിയിൽ തന്നെ നിൽക്കുന്നതായി കണ്ട് ജെയ്സൺ ഒരു കാര്യം മനസ്സിലാവുന്നു. അതായത് ഒരു ഡ്രഗ് എടുത്താൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്ത് പല വാതിലുകൾ തുറന്നു നോക്കിയാൽ മനസ്സിലാക്കാം ഏതൊക്കെ റിയാലിറ്റീസാണ് പലതിലുമുള്ളതെന്ന്. നേരെ ചെന്ന് തൊട്ടടുത്തുള്ള ഒരു വാതിൽ തുറക്കുന്നതും ഇരുവരും തെറിച്ചു വീഴുകയാണ്. വല്ലാത്തൊരു ചുറ്റുപാട്. സൂര്യൻ വളരെ അടുത്ത പോലെയുള്ള മനുഷ്യർ മരിച്ചു ചീഞ്ഞു കിടക്കുന്ന നാമാവശേഷമായ ലോകത്തിൻ്റെ ഡോർ ഉടനെ എണീറ്റടച്ച് കിടന്നു പോവുകയാണ്. അന്തരീക്ഷവായു ഇല്ലാത്തൊരു ലോകം. അമാൻഡ ഇതോടെ വെപ്രാളപ്പെട്ട് ഇതിൻ്റെ അന്ത്യം കണ്ടെത്താനുള്ള പോലെ ഓടി മുഷിഞ്ഞു നിൽക്കുമ്പോൾ ജെയ്സൺ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു.
ഇത് മൾട്ടിവേഴ്സാണ്. എന്തൊക്കെ നടക്കാൻ സാധ്യമാണോ അതെല്ലാം ഇവിടെ നടക്കും. എന്തിനു പറയുന്നു, നമ്മൾ ഇരുവരും ഇപ്പോൾ വെലോസിറ്റിയിൽ നിന്നും ബോക്സിൽ കയറി രക്ഷപ്പെട്ട് ഇവിടെ വരെ എത്തിയപ്പോൾ രക്ഷപ്പെടാതെ അവിടെ പെട്ടുപോയ നമ്മുടെ ഒരു വെർഷൻ്റെ റിയാലിറ്റി വരെ ഇവിടെയുള്ള ഏതോ ഒരു കഥകിനപ്പുറമുണ്ട്. അനന്തമായ സാധ്യതകളാണ് നമുക്ക് മുമ്പിലുള്ളതെന്നും അത്യാവശ്യമായി നമുക്ക് വേണ്ട ആഹാരവും വെള്ളവും കിട്ടുന്ന ഏതെങ്കിലും റിയാലിറ്റിയിലേക്ക് കയറി പറ്റണമെന്നൊരു കഥക് തുറക്കുമ്പോൾ അതൊരു മനുഷ്യനിർമ്മിത മുറിയാണ്. ആശ്വാസം. പെട്ടെന്ന് അവിടേക്ക് രണ്ടുപേർ വെപ്രാളത്തോടെ ഓടിയെത്തുന്നു. പിറകെ ലെയ്റ്റണും ഡോണും. അതെ, അവരെത്തിപ്പെട്ടിട്ടുള്ളത് ജെയ്സൺ തൊട്ടു മുമ്പ് പറഞ്ഞ ആ ഓൾട്ടർനേറ്റ് റിയാലിറ്റിയിലേക്കാണ്. ബോക്സ് കടക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അവരെ തോക്കിച്ചുകൊണ്ട് നിർത്തി അമാൻഡയുടെ തലയിലേക്ക് കുണ്ടിറക്കി വീഴ്ത്തുകയും ജെയ്സണെ പിടിക്കുന്നതുമായ കാഴ്ച കണ്ട് ജെയ്സൺ ഇവിടുന്ന് പെട്ടെന്ന് വലിയാമെന്ന് പറയുമ്പോൾ തന്റെ മരണം മുന്നിൽ കണ്ട ഷോക്കിൽ അനങ്ങാൻ പറ്റാതെ നിൽക്കുന്ന അമാൻഡ. ലെയ്റ്റൺ ഞെട്ടലോടെ ജീവനുള്ള മറ്റൊരു അമാൻഡയെ കാണുമ്പോഴേക്കും തിരിച്ച് ബോക്സിലേക്ക് പിടിച്ച് കയറ്റി കഴിഞ്ഞിരിക്കുന്നു ജെയ്സൺ. അത് നിന്റെ മറ്റൊരു വെർഷനായിരുന്നുവെന്ന് ജെയ്സൺ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഒരു ആ സാഹചര്യത്തിൽ നിന്ന് ഞാൻ തന്നെയല്ലേ കൊല്ലപ്പെട്ടതെന്ന ഷോക്കിൽ അമാൻഡ നിൽക്കുമ്പോൾ എങ്ങനെയും സേഫർ സൈഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് ജെയ്സൺ. ഒരു വാതിൽ തുറക്കുമ്പോൾ അലയടിക്കുന്ന കടലിന് നടുവിൽ, മറ്റൊന്നിൽ അഗ്നിപർവ്വതത്തിന് മുകളിൽ, ഡിനോസറുകളുടെ കാലഘട്ടത്തിൽ. അങ്ങനെ അനാവശ്യവും ആപത്കരവും മാത്രമായ ലോകത്തിലേക്ക് തന്നെ എത്തുന്നത് കണ്ട് അരിശം മൂത്ത അമാൻഡ നേരെ ചെന്നൊരു വാതിൽ തുറന്ന് പുറത്തേക്ക് കടക്കുന്നു. ഇനിയും ഈ ഇടനാഴിയിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അതാകട്ടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ കൊടുങ്കാറ്റടിക്കുന്ന ഒരു മഞ്ഞു പ്രദേശം. അമാൻഡയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ എതിർക്കാതെ ജെയ്സണും കൂടെ ചെന്നൊടുവിൽ തണുപ്പടിച്ച് വീഴുന്ന അമാൻഡയെ താങ്ങിയെടുത്തുകൊണ്ട് നടന്ന് അവിടെ കാണുന്ന ആളൊഴിഞ്ഞൊരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിപ്പറ്റി കട്ടിലിൽ കിടത്തി പുതപ്പിച്ച ശേഷം വിറച്ച് ആ വീടിനുള്ളിൽ നടന്ന ആരെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ആരുമില്ല. ഒടുവിൽ ലഭിക്കുന്ന ഒരു തീപ്പെട്ടി വെച്ച് അവിടെ ചിമ്മിനിയിൽ കത്തിച്ച് അമാൻഡെ അതിനോട് ചേർത്ത് കിടത്തി ചൂട് കായുമ്പോൾ ഇടനാഴിയിൽ തിരച്ചിൽ തുടർന്ന ലെയ്റ്റൺ ഒടുവിലൊരു കതക് തുറന്ന് കടക്കുന്നു. ജയ് റിസൈൻ ചെയ്തു കഴിഞ്ഞെത്തുന്നത് ആ ലോകത്ത് സമ്പന്നനായി ഒരാഡംബര ജീവിതം ജീവിക്കുന്ന ലെയ്റ്റനടുത്തേക്ക്. ജെയ്സന്റെ മറ്റൊരു വെർഷനെ ജയ് എന്ന് വിളിച്ച പോലെ വെലോസിറ്റി ലെയ്റ്റന്റെ മറ്റൊരു വെർഷനായി ഇദ്ദേഹത്തെ നമുക്ക് ലെയ്റ്റ് എന്ന് വിളിക്കാം. എന്താ ഓക്കെ അല്ലേ? ആളൊരു ഗേയാണ്, അതിനിവിടെ പ്രസക്തിയില്ല. ജയ് എത്തിയിട്ടുള്ളത് താൻ ഒരിക്കൽ ഉപേക്ഷിച്ച പരീക്ഷണം വീണ്ടും തുടരാൻ പോവുകയാണെന്നും അതിനായി ലെയ്റ്റിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നെന്ന് പറയാനുമാണ്. ഉപേക്ഷിച്ച ആ പരീക്ഷണം എന്നുള്ളത് ബോക്സിന്റെ ക്രിയേഷനാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് ഡാനിയലയുടെ പ്രഗ്നന്റ് സമയത്തെടുത്ത ആ തണുത്ത ലബോറട്ടറി ഓർമ്മകൾ തീരുമാനം ജെയ്സൺ എടുത്തപ്പോൾ ആ എക്സ്പെരിമെന്റ് ക്യാൻസലായി. എന്നാൽ ഇതിലേക്ക് തന്നെ ഉറച്ചു നിന്ന ജയ് മറ്റൊരു സമാന്തര ലോകത്തായി പരീക്ഷണം വിജയിച്ചപ്പോൾ അതുവഴി ഇവിടെ എത്തി. തന്റെ മറ്റൊരു ജീവിതത്തിൽ വീണ്ടും പരീക്ഷണത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. നിലവിലെന്നാൽ ലൈറ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യവുമില്ല. ഒന്ന് വശത്താക്കാൻ ജയ് വേറെ വലിയ പരിപാടികളൊന്നുമില്ലെങ്കിൽ തന്നോടൊപ്പം ഒരിടം വരെ വരാമോ എന്ന് പറഞ്ഞ് ലൈറ്റിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ വെയർഹൌസിലേക്ക്. ജെയ്സൺ ഇതേ സമയം കൊടുങ്കാറ്റിന് കുറച്ച് ശമനമായതിനെ തുടർന്ന് പുറത്തേക്കിറങ്ങി സ്ഥലമൊന്ന് നോക്കുമ്പോൾ മഞ്ഞുമൂലം നശിച്ച് നാറാണക്കല്ലായ ഒരു ഷിക്കാഗോ. തിരികെ വീട്ടിൽ കയറി അവിടെ തങ്ങിയിരുന്ന കുടുംബത്തിന്റെ ഫോട്ടോ നോക്കി തന്റെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ മറ്റൊരു റിയാലിറ്റിയിൽ ഡാനിയല മാക്സിന്റെ ഫോട്ടോ വിഷമത്തോടെ നോക്കി ഒരു ചെറിയ പെട്ടിയിൽ സൂക്ഷിച്ചിട്ടുള്ള അവന്റെ തുണിയൊക്കെ എടുത്തു വെച്ച് ഓർമ്മകളെ സ്മരിക്കുമ്പോൾ അതേ റിയാലിറ്റിയിൽ തന്നെ ഇതേ സമയം ലെയ്റ്റ് തന്റെ ചങ്ക് നൽകിയ ഒരു സ്പെഷ്യൽ സൈക്കോട്രോപിക് ഡ്രഗ് ലാവൻഡർ ഫെയറി കിളി പോകാമെന്ന രീതിയിൽ അതൊക്കെ അടിച്ച് ഇങ്ങനെ മയക്കേറൊന്നും താൻ ഇൻവെസ്റ്റ് ചെയ്യില്ലെന്ന രീതിയിൽ നിൽക്കുമ്പോൾ ആ ബോക്സ് കാണിച്ചതിലേക്ക് ഒരു നിമിഷം ഒന്ന് കയറാൻ റിക്വസ്റ്റ് ചെയ്ത് ആശ്ചര്യത്തോടെ അത് നോക്കി കയറുന്നു. മഞ്ഞിനടിയിൽപ്പെട്ട് ബോക്സ് നഷ്ടമായ വിഷമത്തിലാണ് ജെയ്സൺ. ബോക്സിൽ കയറുന്ന പൈലറ്റുകളെ വെപ്രാളവും ഭീതിയും ഒന്നും വരാതെ നോക്കാൻ ട്രെയിൻ ചെയ്യിക്കുന്ന താൻ തന്നെ മുൻപങ്ങനെ കാണിച്ചതിലുള്ള കുറ്റബോധം അറിയിച്ചുകൊണ്ട് അമാൻഡ കുട്ടിക്കാലത്ത് താൻ അച്ഛനുമായി അർജന്റീനയിൽ എല്ലാ ശീതകാലത്തും സ്കീയിങ്ങിന് പോകുമായിരുന്നുവെന്നും അവിടെയും ഇതുപോലുള്ള ശീതക്കൊടുങ്കാറ്റുകൾ അടിക്കുമായിരുന്നുവെന്നും കാറിനുള്ളിലായി പുറം ലോകമുണ്ടോ എന്നുപോലും അറിയാതെ ആ കൊടുങ്കാറ്റിനെ തരണം ചെയ്തിരുന്നുവെന്നും പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ കേട്ടയുടൻ ജെയ്സണിൽ ഒരു സന്ദേഹം ജനിക്കുന്നു. നീ കഴിഞ്ഞ ദിവസം ആ ഇടനാഴിയിൽ വെച്ച് അതിനെപ്പറ്റി എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? എന്തിനെപ്പറ്റി? ശീത കൊടുങ്കാറ്റിനെ പറ്റി. ഡോറ് തുറന്നിറങ്ങാൻ നേരം ഇതേക്കുറിച്ചാണ് മനസ്സിൽ വന്നത് അമാൻഡ പറയുന്ന പാടെ ജെയ്സണിൽ ഒരു വലിയ സംശയത്തിന്റെ ഉത്തരം ലഭിക്കുകയാണ്. നമുക്കറിയാം ആ ഇടനാഴിയിലെ വാതിലുകൾക്കപ്പുറമുള്ളതെല്ലാം പല പല സമാന്തര ലോകവുമായി കണക്റ്റഡ് ആണെന്ന്, ഒരു ബന്ധവുമില്ലാത്ത നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ. എന്തുകൊണ്ട് നമ്മുടെ മനസ്സായിക്കൂടാ ഇതിന്റെ കണക്ഷൻസിനെ നിയന്ത്രിക്കുന്നത്? എങ്ങനെയോ നമ്മൾ തന്നെയാണ് ഓരോ യൂണിവേഴ്സുകളും അറിയാതെ തന്നെ തിരഞ്ഞെടുക്കുന്നതെങ്കിലോ? നമ്മുടെ മനസ്സിന്റെ ചിന്തകളുടെ റിഫ്ലക്ഷൻ ആയിക്കൂടെ നമ്മൾ തുറക്കുന്ന ഓരോ വാതിലുകളുടെയും പിറകിൽ? ജെയ്സന്റെ ഈ യൂഹങ്ങൾ കേട്ടപാടെ അമാൻഡയും അമ്പരതും കൊണ്ട് കഴിഞ്ഞ ദിവസം വെലോസിറ്റിയിലെ നമ്മൾ തന്നെ രക്ഷപ്പെടാൻ കഴിയാത്തൊരു വേർഷനെ കുറിച്ച് പറഞ്ഞൊരു വാതിൽ തുറന്നപ്പോൾ എത്തിയതും അതേ സ്ഥലത്ത് തന്നെയാണെന്നും പറയുന്ന പാടെ ബോക്സിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അവർ മനസ്സിലാക്കുകയാണ്. ബോക്സിലുള്ളവർ തന്നെയാണ് ഇതിന്റെ കൺട്രോൾസ്. നമ്മുടെ ചിന്ത വെച്ച് എവിടെ വേണമെങ്കിലും പോകാം, നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഡ്രഗിന്റെ എഫക്റ്റിൽ നിൽക്കുന്ന ലേക്ക് എടുത്ത് നീ ഈ ജീവിതത്തിൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ച് കഥ കടയ്ക്കുന്നത് കണ്ട് ഇരുട്ടത്ത് പേടിച്ച് നിൽക്കുമ്പോൾ ജയ് ഉടൻ ടോർച്ച് ഓൺ ആക്കുമ്പോൾ അവർ നിൽക്കുന്നത് ഇടനാഴിയിൽ, മൾട്ടിവേഴ്സിന്റെ വാതിലുകളുള്ള കോറിഡോർ.
ലേറ്റ് ഇതെല്ലാം കണ്ട് ടെൻഷനായി ഈ കഥകളെല്ലാം എന്താണെന്ന് പറഞ്ഞ് നടക്കുന്നത് കണ്ട് ഉടനെ നിൽക്കെന്ന് പറഞ്ഞ് ജയ് പിടിച്ചു നിർത്തിയിട്ട്, നീ മനസ്സിൽ എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ ഇരുവരും മരണപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നും ശാന്തനാവാനും പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്നു. അപ്പോൾ ജെയ്സൺ കുറച്ചു മുമ്പ് കണ്ടുപിടിച്ച കാര്യം ശരി തന്നെയാണ്. ഒരാളുടെ മനസ്സ് തന്നെയാണ് ബോക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒരു തരത്തിൽ ശാന്തനാക്കി ഒരു കഥക് തുറന്ന് ഇരുവരും കയറുമ്പോൾ മഞ്ഞിനടിയിലെ ബോക്സ് തിരയുകയാണ് മറ്റു രണ്ടുപേർ. GPS മുഖേന ഏകദേശ ലൊക്കേഷൻ ലഭിക്കുമ്പോഴേക്കും ആ കാലാവസ്ഥ മൂലം കേടായതിനെ തുടർന്ന് ബാഗിലുള്ള കോമ്പസ് എടുത്ത് രൂഹത്തിൽ അമാൻഡ ബോക്സിന്റെ സ്ഥാനം കണ്ടുപിടിച്ച് മഞ്ഞ് തോണ്ടി മാറ്റി അതിലേക്ക് കയറി പറ്റുന്നു. എന്താശ്വാസം! ബോക്സിൽ നിന്നും തലകറങ്ങി ഇറങ്ങി വരികയാണ് ലൈറ്റ്. താൻ കണ്ട തൻ്റേതായ മറ്റൊരു യൂണിവേഴ്സ് ജീവിതം, താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയാണതെന്നും എന്തിന് തന്നെ ഇതിനായി തിരഞ്ഞെടുത്തുവെന്നുമുള്ള ചോദ്യം കേട്ട് ജയ്. കാരണം തൻ്റെ യഥാർത്ഥ ലോകത്തിലെ ലെയ്റ്റൺ തൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നും അവൻ്റെ ഉള്ളിലെ കഴിവ് വ്യക്തമായി അറിയാമെന്നും ഒരുമിച്ച് ഈ ബോക്സിന്റെ ഒറിജിനൽ വെർഷൻ നിർമ്മിച്ചതായും പറയുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന ജയ് മൾട്ടിവേഴ്സിൽ നിന്നും എത്തിപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പരീക്ഷണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാവുന്നു. ഡാനിയല മാക്സിന്റെ ബോക്സുമായും ചാർലിയും ബർത്ത്ഡേ ഗ്യാതറിങ്ങിന് തയ്യാറായി വീടിന്റെ പുറകിലെ മരത്തിനടുത്ത് മാക്സിന്റെ ഫോട്ടോ വെച്ച് അതിനു മുമ്പിൽ ഒരു മെഴുകുതിരിയും കത്തിച്ച് ജയ്യെ കാത്തിരിപ്പാണ്. ഇരുവരും മാക്സിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ബോക്സിലിരുന്ന് ജെയ്സണും തന്റെ മകന്റെ 16ാം പിറന്നാളെന്ന് പറഞ്ഞ അമാൻഡയോട് മാക്സിനെ കുറിച്ച് പറയുകയാണ്. ഇരട്ടയായി ജനിച്ച മാക്സും ചാർലിയും. മാക്സിനുണ്ടായ ഹൃദയരോഗം മൂലം ചെയ്ത 3ാമത്തെ സർജറിയിൽ എന്നാൽ അവനെ നഷ്ടപ്പെട്ടു. തന്റെ വിഷമങ്ങളെക്കുറിച്ച് പറയുന്ന ജെയ്സന്റെ ഭാവം കണ്ട് തനിക്ക് ഓർമ്മ വരുന്നത് ജയ് ആണെന്ന് പറയുമ്പോൾ അമാൻഡയോട് അവരുടെ ബന്ധം എത്ര സന്തോഷകരമായിരുന്നു എന്ന് ചോദിക്കുകയാണ് ജെയ്സൺ. സന്തോഷകരമായിരുന്നില്ല, എപ്പോഴും ജോലി എന്ന ചിന്ത, പരുക്കൻ പ്രകൃതം. നിന്റെ ജെയ്സൺ തന്റെ ലോകത്തെത്തി തന്നെ ഇങ്ങോട്ട് വിട്ടത് എന്തിനാണെന്നുള്ള ജെയ്സന്റെ ചോദ്യത്തിന് അമാൻഡ തനിക്കറിയില്ലെന്നും എന്നാൽ കൂടെ ജീവിച്ചു വെച്ചതിൽ മനസ്സിലാക്കുമ്പോൾ ഇരു ജെയ്സണും അനുഭവിക്കാൻ കഴിയാത്തൊരു ജീവിതം ഒരിക്കലെങ്കിലും ജീവിക്കാനായിരിക്കാം ഇങ്ങനെ ചെയ്തതെന്ന് സംശയിക്കുമ്പോൾ ജെയ്സൺ, പക്ഷെ അനന്തരമായി കിടക്കുന്ന അത്രയും ലോകത്തെ ജെയ്സണിൽ നിന്നും എന്നെ എന്തിനവൻ തിരഞ്ഞെടുത്തു? കാരണം മറ്റൊരു ജെയ്സണിലും ഇല്ലാത്ത എന്തോ നിങ്ങൾക്കുണ്ട്. ഡാനിയലയും ചാർലിയും. കിച്ചണിൽ സ്പെഷ്യൽ പാചകത്തിൽ നിൽക്കുന്ന ചാർലിയും ഡാനിയലയും. ഇരുവരും ഈ ഒരു ദിവസമായിട്ട് കൂടി ജയ്യെ വൈകിയും കാണാത്തതിൽ വല്ലാണ്ട് നിൽക്കുമ്പോൾ ജയ് എത്തുകയാണ്. ഷാമ്പയിനും ബൊക്കയും മകൻ്റെ ഒരു കുഞ്ഞു ബോക്സിനുള്ളിലെ സമ്മാനവുമായി. മൂടോട്ടായി നിൽക്കുന്ന ചാർലിയോട് അതൊന്ന് തുറന്നു നോക്കാനായി പറഞ്ഞ് ജയ് ഷാമ്പയിൻ പൊട്ടിക്കുമ്പോഴാകട്ടെ തുറന്നു നോക്കുമ്പോൾ അതിലൊരു പുതിയ കാറിന്റെ താക്കോൽ. ഉടൻ ചാർലി പുറത്തേക്കിറങ്ങി പുതിയ കാർ കണ്ട് സന്തോഷത്തിലേക്ക് ഓടിക്കയറുമ്പോൾ വിശ്വസിക്കാനാകാതെ ക്യാഷ് ഇല്ലാതെ കാർ മേടിച്ചതിനെ കുറിച്ച് ഡാനിയലെ ചോദിക്കുമ്പോൾ താൻ കോളേജിലെ ജോലി ഉപേക്ഷിച്ചതായി പറഞ്ഞിട്ട് ജയ് ഇനി നീയും ജോലി വിട്ട് പെയിന്റിങ്ങിലേക്ക് കിടക്കാൻ ഡാനിയോട് പറയുന്നു. ആകെ കുഴങ്ങി നിൽക്കുന്ന ഡാനിയോട് താൻ ചാർലി ജനിക്കുന്നതിന് മുമ്പ് നടത്തിയിരുന്ന പരീക്ഷണത്തിന് വീണ്ടും മുനുകുകയാണെന്നും അതിനായി നല്ലൊരു ഇൻവെസ്റ്ററെ കിട്ടിയിട്ടുണ്ടെന്നും ഇനി പൈസയുടെ കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ടെന്നുള്ള ജയ്യുടെ തീരുമാനം പറഞ്ഞ് ഡാനി വീണ്ടും കുഴങ്ങുമ്പോൾ ഇടനാഴിയിൽ ബോക്സിന്റെ കോറിഡോറിൽ ഏതോ ഏടാകൂടെ കഥക് തുറന്ന് കാലും കൈയുമൊക്കെ മുറിഞ്ഞ് ലെയ്റ്റൺ പതിയെ അവശനായി നടന്നു വന്ന മറ്റൊരു കഥക് തുറക്കുകയാണ്. മരുഭൂമിയായ ഷിക്കാഗോ. അതുമടച്ചയാൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏത് വാതിലാണ് സേഫ് എന്നറിയാതെ അനന്തമായ ആ ഇടനാഴിയിലൂടെ. കുടുങ്ങിയിരിക്കുന്ന ഒരു സർറിയൽ ബോക്സിൽ നിന്നും എങ്ങനെയെങ്കിലും സ്വന്തം ലോകത്തെത്താൻ പാടുപെടുന്ന ജെയ്സണും ഒപ്പം അമാൻഡയും. ഇവരെ അന്വേഷിച്ചുകൊണ്ട് ഉയർപ്പോയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റൺ. മറുവശത്ത് എല്ലാറ്റിനും കാരണക്കാരനായ ജയ് വീണ്ടും ഒരു ബോക്സ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ. ബോക്സിനെ നിയന്ത്രിക്കാനുള്ള വഴി മനസ്സിലാക്കിയിരിക്കുകയാണ് ജെയ്സണും അമാൻഡയും. സ്വന്തം മനസ്സ്, അതാണ് ഏക കൺട്രോൾ. മഞ്ഞിൽ നിന്നും രക്ഷപ്പെട്ട് ബോക്സിലെത്തിപ്പെട്ട് ഇരുവരും ലാവൻഡർ ഫെയറി എടുത്ത് ഇടനാഴിയിലൂടെ നടക്കുകയാണ്. ഉൾഭയത്താൽ അറച്ചറച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി ജെയ്സൺ ഒരു കഥക് തുറക്കാൻ നേരം മനസ്സിലുള്ളത് പറഞ്ഞുകൊണ്ട് തുറക്കാൻ പറയുന്നു അമാൻഡ. അതാവുമ്പോൾ ഇടയിലൂടെ വേറെ ചിന്തയൊന്നും വരില്ലല്ലോ. അങ്ങനെ ജെയ്സൺ ഉച്ചരിക്കുകയാണ്, എനിക്ക് സന്തോഷമുണ്ട്, സുരക്ഷിതനാണ്, എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ പറഞ്ഞങ്ങോട്ട് തുറക്കുമ്പോഴാകട്ടെ പ്രളയത്തിൽ മുങ്ങിയൊരു ലോകം. വെള്ളം ബോക്സിലേക്ക് ഇരച്ചു കയറുകയാണ്. ക്ഷണനേരം കൊണ്ട് കവിയാറായ ബോക്സിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട ബോക്സ് അടയ്ക്കുന്നതും ഉള്ളിലെ ജലാംശമെല്ലാം പെട്ടെന്ന് തന്നെ വറ്റിപ്പോകുന്നു. ബോക്സിനുള്ളിൽ കയറിയ വെള്ളമെല്ലാം അതടച്ചപ്പോൾ പെട്ടെന്ന് വറ്റിയതെങ്ങനെയെന്ന് ഒരു പിടിയുമില്ല. അവിടെ ഇരുന്ന് അണച്ചുകൊണ്ട് കഥക് തുറക്കുന്ന സമയത്ത് നിന്റെ മനസ്സിലെ വികാരം എന്തായിരുന്നു എന്ന് ചോദിക്കുന്ന അമാൻഡയോട് തനിക്ക് ആ സമയം വളരെ ഓവർവെൽമഡായിട്ട് ഫീൽ ചെയ്തെന്ന് പറയുന്നു. വികാര വിചാരത്തിൻ്റെ ആഴത്തിൽ മുങ്ങിപ്പോയ ആ പ്രഷറാണിതെന്ന് മനസ്സിലാക്കി ജെയ്സൺ ഉടൻ തന്നെ അടുത്ത കഥക് തുറക്കാമെന്നും 2 ഷോട്ട്സ് എടുത്തത് മാക്സിമം വിനിയോഗിക്കണമെന്നും പറഞ്ഞു നിൽക്കുന്നെങ്കിലും അമാൻഡ തടുത്തുകൊണ്ട് ആദ്യം നിലവിലെ മനസ്സിന്റെ സംഘർഷാവസ്ഥയെ മാറ്റിയെടുക്കണമെന്നും ഈ ബോക്സിന് അങ്ങനെയൊന്നും പറ്റിക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് ഇരുവരും കോറിഡോറിൽ തുണിയെല്ലാം പിഴിഞ്ഞുണക്കി പരസ്പരം കുടുംബത്തെക്കുറിച്ചും തൻ്റെ അമ്മയുടെ രോഗം മൂലമുള്ള മരണത്തെക്കുറിച്ചുമെല്ലാം പങ്കുവച്ച ശേഷം ജയ് അല്ലാതെ ബോക്സിലൂടെ കടന്ന് കാണാതെ പോയിട്ടുള്ളത് വേറെ ആരെല്ലാമാണെന്ന് തിരക്കുന്നു. ബ്ലെയർ കപ്ലാൻ. അവർ ബോക്സ് നിർമ്മാണത്തിൻ്റെ ലീഡ് എഞ്ചിനീയർ ആയിരുന്നു. ബോക്സ് ഓൺലൈനിലായതും അവർ സന്നദ്ധ സേവകയായി. പിന്നെ ജയ്
ശേഷം രണ്ടുപേരെ കൂടി ഞങ്ങളുടെ അനോണിമസ് കോളുകൾ വഴി കണ്ടെത്തി സഹകാരികളാക്കി. സലാം അലക്സ്. അവരെല്ലാം അവരവരുടെ സ്വപ്നതുല്യമായ ലോകത്തെത്തിയിരിക്കാമെന്നും അതാവാം തിരിച്ചെത്താത്തതെന്ന് ജെയിംസ് തൻ്റെ തോന്നൽ പ്രകടിപ്പിച്ച ശേഷം ഇരുവരും ഒരു ദീർഘമയക്കം കഴിഞ്ഞെണീക്കുമ്പോൾ ഇടനാഴിയിൽ നിന്നും ബോക്സിനുള്ളിലായ നിലയിൽ. ഡ്രഗിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ തിരികെ ബോക്സിലേക്ക് തന്നെയായിരിക്കുമല്ലോ എത്തുന്നത്. അങ്ങനെ ഇടനാഴിയിൽ നിൽക്കുന്ന അവസ്ഥയായ സൂപ്പർ പൊസിഷനിൽ നിന്നും ബോക്സിലേക്ക് എത്തി ഇരുവരും മനസ്സിനെ ശാന്തമാക്കിയ ഒരു ഉറക്കമായിരുന്നു ലഭിച്ചതെന്ന് ഉറപ്പുവരുത്തി ആ കഥകിൻ്റെ പിന്നിലെ അർത്ഥമെന്നത് മനസ്സിലാക്കാതെ തുറന്നു കിടക്കുന്നത് ഒരു വെലോസിറ്റിയിലേക്കാണ്. കറണ്ടില്ലാത്ത ഉപേക്ഷിക്കപ്പെട്ട രീതിയിലായ ഒരു വെലോസിറ്റി. വിഷന്നു വലയുന്ന ഇരുവരും ചുറ്റും പരതുമ്പോൾ അവിടെയായി കട്ടിലിൽ നിദ്ര പ്രാപിച്ച് മരണപ്പെട്ട പോലെയുള്ള ഒരു മൃതശരീരം കാണുന്നു. പെട്ടെന്നൊരു ഇലക്ട്രിസിറ്റി സ്പാർക്കിന്റെ ശബ്ദം കേട്ട് ഇരുവരും തിരികെ ബോക്സിനടുക്കിലേക്ക് നീങ്ങുന്നതും ഒരാൾ ഷോട്ട് ഗണ്ണുമായി നടന്നെടുക്കുന്നു. ഇത് കണ്ട് ഇരുവരും ഒളിച്ചു നിൽക്കുന്നെങ്കിലും അയാൾ ഗണ്ണ് ചൂണ്ടി മുമ്പിലേക്ക് വരാൻ പറയുമ്പോൾ ഇരു കൂട്ടരും ഞെട്ടുകയാണ്. അത് ബ്ലെയർ കപ്ലാനാണ്, ബോക്സിലൂടെ ആദ്യം കടന്നുപോയ പൈലറ്റ്. അപ്പോൾ നിലവിൽ ജയ്ക്കടുത്തുള്ള ബ്ലെയർ ആ ലോകത്ത് തന്നെയുള്ള വെർഷനാണെന്ന് ക്ലിയർ ആയിരിക്കുന്നു. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാകില്ലെന്ന് പ്രതീക്ഷയറ്റിരുന്ന ബ്ലെയർ തന്നെ തേടിയെത്തിയതാണെന്ന കരുതലിൽ പരിചിത മുഖങ്ങളെ കണ്ട് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച ശേഷം ഇരുവരും വന്നതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ജയ് നിൽക്കുന്ന ജെയ്സന്റെ സ്വന്തം ലോകത്തേക്ക് പോകാനുള്ള പ്ലാൻ. അതിനെപ്പറ്റി ബ്ലെയറോട് പറഞ്ഞ് വ്യക്തമാക്കുന്നത് വഴി ഇനി ഡാനിയലയോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയായിരുന്നോ ജയുടെ ബോക്സ് ക്രിയേഷൻ എന്ന സന്ദേഹത്തിൽ അവർ നിൽക്കുമ്പോൾ ജെയ്സൺ അങ്ങനെ ബ്ലെയർ എന്ന വെർഷനെ അറിയാമെന്ന അമാൻഡ. തൻ്റെ ലോകത്തിൽ ഡാനിയലയുടെ സുഹൃത്തായ ഒരു ലോയറാണ് ബ്ലെയർ. ഇത് കേട്ട് വെലോസിറ്റി ബ്ലെയർ ഒന്ന് സ്തബ്ധയായ ശേഷം, ഞാൻ ലോ കോളേജിൽ അഡ്മിഷന് ശ്രമിച്ചതായിരുന്നു. വെയിറ്റ് ലിസ്റ്റഡ് ആയപ്പോൾ ഒന്നും നോക്കാതെ എഞ്ചിനീയറിംഗിലേക്ക് കടന്നു. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത് ജെയ്സണ് ഡാനിയലയുടെ പ്രഗ്നൻസി സമയത്തെ 2 ഡിസിഷൻ വഴി സ്പ്ലിറ്റ് ആയപ്പോൾ ബ്ലെയറിൻ്റെ കാര്യത്തിൽ ഇപ്പറഞ്ഞ അഡ്മിഷൻ സമയത്താണ് 2 വെർഷനുകളായി സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. ഇനി നമുക്ക് അത്യാവശ്യമായി അറിയേണ്ടത് മറ്റാരെക്കുറിച്ചുമല്ല, പ്രിയങ്കരിയായ അമാൻഡയുടെ ഓൾട്ടർനേറ്റ് വെർഷനെക്കുറിച്ചാണ്. അതേപ്പറ്റി പതിയെ അറിയാം. ഇപ്പോൾ ബ്ലെയർ ഇരുവരെയും താൻ കഴിയുന്ന ഒരു സ്റ്റോറേജ് യൂണിറ്റിലേക്ക് കൊണ്ടുപോയി കരുതിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെയും തയ്യാറാക്കിക്കൊണ്ടൊരു CCTV വിഷ്വൽസ് കാണിച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ബ്ലെയർ 3 മാസം മുമ്പ് മാത്രമാണ് ഈ സ്ഥലത്ത് എത്തിപ്പെട്ടത്. വന്നപ്പോൾ പവർ ഇല്ലായിരുന്നെങ്കിലും എമർജൻസി ജനറേറ്റർ വർക്കിംഗ് ആയിരുന്നു. അങ്ങനെയാണ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് ആ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. 1 വർഷം മുമ്പ് നടന്ന ദൃശ്യങ്ങൾ. ഭീമാകാരമായ വെട്ടുകിളികൾ ലോകമൊട്ടാകെ പരകി മനുഷ്യരെയെല്ലാം വകവരുത്തിയതും ബ്ലെയറിൻ്റെ തന്നെ നിലവിലെ ലോകത്തിലെ മറ്റൊരു വെർഷനും കൂട്ടരും ഈ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നതുമായ ദൃശ്യങ്ങൾ. ഈ ആക്രമണം മൂലമാണിപ്പോൾ നിലവിലെ വെലോസിറ്റി ഉപേക്ഷിച്ച രീതിയിലുള്ളത്. കാരണം അവിടെയുള്ള സകല ആൾക്കാരെയും വെട്ടുകിളി വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. സൂട്ടിൻ്റെ ഒറ്റ ബലത്താൽ നിലവിൽ പെരുകിക്കൊണ്ടിരിക്കുന്ന വെട്ടുകിളികളിൽ നിന്നും രക്ഷ നേടുന്നു. ലാവൻഡർ ഫെയറി കൈവശമുണ്ടായിട്ട് കൂടി 3 മാസമായി വേറെ എവിടെയെങ്കിലും കുറച്ച് നല്ല ലോകത്തേക്ക് നീങ്ങാൻ ശ്രമിക്കാത്തത് ഭയം മൂലം. എവിടെ എത്തിപ്പെടുമെന്നുള്ള ഭയപ്പാട്. ജയ് ലൈറ്റ് മൊത്തി ഇന്നേരം വെയർഹൗസിലുള്ള ബോക്സിലെത്തപ്പെട്ട് കുറച്ച് ട്രെയിനിങ് നൽകുകയാണ്. എങ്ങനെ ഡ്രഗ് ഉപയോഗിക്കണമെന്നും മനസ്സിൻ്റെ വികാരത്തെ വരെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ബോക്സിൻ്റെ സ്ഥിതിയെക്കുറിച്ചുമല്ല. ഇരുവരും ഡോസ് എടുത്ത് സൂപ്പർ പൊസിഷനിലെത്തി മൈൻഡ് കൺട്രോൾഡായി ഒരു കഥക് തുറന്ന ശേഷം ജയ് ലൈറ്റിനോട്, ഇതാ ഇപ്പോൾ മൾട്ടിവേഴ്സ് നിന്റെ വിരൽ തുമ്പിൽ. നീ എന്തിനാണ് ബോക്സിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് അമാൻഡയോട് ബ്ലെയർ. രക്ഷപ്പെടാനാണെങ്കിൽ കൂടി നിലവിൽ ജെയ്സണൊപ്പം എത്തേണ്ട ലോകത്ത് എത്തിപ്പെട്ടാൽ അയാൾക്കൊരു ജീവിതമുണ്ട്. മാത്രമല്ല അവിടെ മറ്റൊരു അമാൻഡയും. ഒരു ഗതിയുമില്ലാതെ കിടന്നലഞ്ഞ് മാനസികമായി തകർന്നെവിടെത്തിയ ഒരാളാണ് താനെന്നും മനസ്സാകെ ട്രബിൾഡ് ആണെന്നും പറഞ്ഞ ശേഷം ജെയ്സണും അമാൻഡയും ബോക്സിലേക്ക് കയറി വിളിക്കുന്നെങ്കിലും ബ്ലെയർ വരുന്നില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു തന്നെ. തനിക്ക് ബോക്സിനുള്ളിൽ വെച്ച് നടന്ന എല്ലാ സംഭവങ്ങളും എഴുതിയ കുറിപ്പുകൾ അവർക്ക് കൈമാറിയ ശേഷം അവിടെ തന്നെ നിൽക്കുകയാണ്. ഡോർ അടച്ച ഉടനെ അമാൻഡ വ്യസനിക്കുന്നു. ബ്ലെയറിൻ്റെ ജീവിതം തകർന്നിരിക്കുന്നു, മറ്റു 2 പേരുടെ ജീവിതവും. തിരിച്ചു വരാൻ അറിയുമെങ്കിൽ കൂടെ ജയ് തിരിച്ചു വന്നിവരെ പോകുന്നത് തടുക്കാമായിരുന്നില്ലേ എന്നും ഇത്ര ക്രൂരനാകാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സങ്കടത്തിൽ നിൽക്കുമ്പോൾ ജെയ്സൺ പറയുന്നത് നല്ലതല്ലെങ്കിൽ കൂടി അതിലൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞ് ജയ് ഒരു സന്ദർഭത്തിൽ സ്നേഹജീവിതം തഴഞ്ഞുകൊണ്ട് തൻ്റെ പദ്ധതിയിലേക്ക് പോയ ആളാണ്. അതുകൊണ്ട് മനസ്സ് കട്ടിയാവുന്നതിലൊന്നും അത്ഭുതപ്പെടാനില്ലെന്ന് പറഞ്ഞ് അടുത്ത സാഹസത്തിന് മുതിരുമ്പോൾ ജയ് ലൈറ്റുമൊത്തെത്തിയിട്ടുള്ളത് ഷിക്കാഗോയിലെ മനോഹരമായൊരു സായാഹ്ന സമയത്ത്. ചുമ്മാ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി എത്തിയ ആ സ്ഥലത്ത് നിന്നും തിരികെ ബോക്സിലേക്ക് കയറുമ്പോൾ തൻ്റെ മനസ്സിൽ മറ്റൊരു നല്ല ലോകം തോന്നുന്നുവെന്നും അവിടേക്ക് പോകാമെന്നും ആവശ്യപ്പെടുമ്പോൾ ഇനി ആകെയുള്ളത് 12 ചെറുകുപ്പികളുടെ ഡ്രഗാണ്, 12 ആംബ്യൂൾസ് മാത്രം. ഒരു ട്രെയിനിങ് സെഷനും കൂടി കഴിഞ്ഞ് ശേഷിക്കുന്ന 10 നിനക്കായി നൽകുമെന്ന് പറയുമ്പോൾ ലൈറ്റ് വാഗ്ദാനം ചെയ്യുകയാണ് ഈ 10 കഴിഞ്ഞ് നിർമ്മിച്ചു തരുന്ന ഓരോ ആംബ്യൂളിനും $1 മില്യൺ വീതം. ലൈറ്റ് എന്ന അതിസമ്പന്നൻ അടപടലം ജയ്ക്ക് മുന്നിൽ വീണിരിക്കുകയാണ്. മനസ്സിൻ്റെ കോണിൽ ഒരംശം പേടിയുണ്ടെങ്കിൽ കൂടി അത് ബോക്സ് തുറക്കുമ്പോൾ ബാധിച്ചേക്കാമെന്ന ബ്ലെയറുടെ മുന്നറിയിപ്പിൽ അവരുടെ നോട്ട്സ് എല്ലാം വായിച്ച് ആ രീതിയെക്കുറിച്ചുള്ള വ്യക്തത വരുത്തി എത്താൻ ആഗ്രഹിക്കുന്ന ലോകം ആ ബുക്കിൽ എഴുതിയ ശേഷം ആ കഥക് തുറക്കുമ്പോൾ പുറമെ കാണുന്നത് ഒരു വെയർഹൗസ്. നല്ല പരിചയമുള്ള സ്ഥലം. മുൻപ് ജയ് ഇവിടെയാണ് പിടിച്ചു കൊണ്ടുവന്നതെന്ന് തിരിച്ചറിവ് വരികയാണ് ജെയ്സണ് ചുറ്റുപാടെല്ലാം വീക്ഷിക്കുന്നത് വഴി.
അമാൻ്റെ കൂടി സന്തോഷത്തോടെ വെയർഹൗസിന് പുറത്തേക്കിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. എന്നാൽ ചുറ്റുപാടെല്ലാം വളരെ ശാന്തമായി മൂടാവടിച്ചു കിടക്കുന്നു. ആളനക്കം എവിടെയുമില്ല. അമാൻ്റെക്ക് ഈ ലോകം ശരിയായിരിക്കില്ല എന്ന തോന്നൽ പ്രകടമാക്കുന്നെങ്കിലും ജെയ്സണിൽ അതേ അവസ്ഥ തന്നെ ആണെങ്കിൽ കൂടി അത് അംഗീകരിക്കാതെ ഒരു വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് എത്തുകയാണ്. അമാൻ്റെ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നു. ജെയ്സൺ വന്ന് വാതിലിൽ മുട്ടുമ്പോൾ കതക് തുറക്കുന്നതാകട്ടെ ഡാനിയല. എന്നാൽ പേടിച്ച് വിളറിയിരിക്കുന്ന മുഖം, ഒരു കണ്ണാകട്ടെ ചുവന്ന് തുടുത്ത് ചോരക്കണ്ണുപോലെ. കാര്യം തിരക്കുന്ന ജെയ്സണോട് നിങ്ങൾ ഉടനെ മരിച്ചു പോകുമെന്ന് പറഞ്ഞ് അവർ പിടിച്ചുകൊണ്ട് പോയതായിരുന്നില്ലേ എന്ന് ചോദിച്ചകത്ത് കയറ്റുമ്പോൾ ചാർലി എവിടെയെന്നുള്ള ചോദ്യത്തിന് ഡാനിയല അവൻ മുകളിൽ കിടപ്പുണ്ടെന്നും ആരും എടുത്തുകൊണ്ട് പോകാൻ വന്നിട്ടില്ലെന്നും പറയുന്നു. ചാർലി മരിച്ചിരിക്കുന്നു. ഉടൻ അമാൻ്റെയുടെ വെപ്രാളത്തോടെയുള്ള വിളി കേട്ട് ജെയ്സൺ ഇറങ്ങി നോക്കുമ്പോൾ ഒരു മിലിറ്ററി വണ്ടി വന്നിരുവരെയും തോക്കിന് മുൻപിൽ നിർത്തുമ്പോൾ ജെയ്സൺ അവരോട് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ നിർബന്ധിക്കുന്നു. എല്ലാവരും പ്രത്യേകതരം മാസ്ക് ധരിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ ഒരു ഡോക്ടറുമുണ്ട്. അവർ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ നിൽക്കുന്ന അയാൾ ഉടൻ ഇരുവരുടെയും രക്തമെടുത്ത് റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നു. എന്നിട്ട് നെഗറ്റീവ് എന്ന റിസൾട്ടും. സംഭവം ഏതോ മഹാമാരി വ്യാപിച്ച ലോകത്താണ് ഇരുവരും എത്തിയിട്ടുള്ളത്. ആ പാൻഡമിക് മൂലം രക്തക്കുഴലുകൾ പൊട്ടി ചോരക്കണ്ണായിരിക്കുന്ന ഡാനിയലെ പരിശോധിച്ചിറങ്ങി വരുന്ന ഡോക്ടർ അവർക്കിനി മണിക്കൂറുകൾ മാത്രമേ ആയുസുള്ളൂവെന്നും ശേഷിക്കുന്ന സമയം നരയിക്കാതിരിക്കാനെന്നും പറഞ്ഞ് വേദന സംഹാരി മാസ്കും ജെയ്സൺ നൽകി അകലം പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ഉടൻ തന്നെ അവിടെ നിന്ന് ദ്രുതഗതിയിൽ പോകുന്നു. ഡോക്ടർ സ്പ്രിംഗർ ഇവരുടെ ഒരു വേർഷനാണ് മുൻപ് ജെയുടെ ലോകത്ത് വെച്ച് ജെയ്സനെ ചികിത്സിച്ചതായി നമ്മൾ കണ്ടതും. ആകെ വിഷമിച്ചുകൊണ്ട് ജെയ്സൺ എന്തായാലും അത് തൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞ് കാണാൻ ആഗ്രഹിക്കുമ്പോൾ പോകരുതെന്ന് എതിർക്കുന്ന അമാൻ്റെയെ വകവയ്ക്കാതെ കയറി ചെല്ലുകയാണ് അകത്തേക്ക്. അവരെന്നെ കൊണ്ടുപോകില്ലല്ലേ? അതേ എന്ന രീതിയിൽ ആ വേദന സംഹാരി എടുത്ത് മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ എന്തിനാണെന്ന് ഡാനി തിരക്കുമ്പോൾ അതെല്ലാം അവസാനിപ്പിക്കാനാണെന്ന് ജെയ്സൺ. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങളെ കാണാണ്ട് വല്ലാണ്ട് വിഷമിച്ചു. ഏങ്ങലടിച്ചുകൊണ്ട് കരയുന്ന ഡാനിയലെ ജെയ്സൺ സമാധാനിപ്പിക്കുകയാണ്. അവിടെയുള്ള വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഫോട്ടോ കണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ പങ്കുവച്ച് ജെയ്സണുമായി നല്ലൊരു തരത്തിൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരു ലോകമാണ് അതെന്ന് ആ ഫോട്ടോ വഴി മനസ്സിലാക്കാം. ഒടുവിൽ ആ വേദന സംഹാരി എടുത്ത് നൽകിയ ശേഷം തിരികെ ബോക്സിനടുക്കിലേക്ക് യാത്രയാവുകയാണ്. ഒന്നും മിണ്ടാതെ വെയർഹൗസിലെത്തി ബോക്സ് തുറന്ന് അതിലേക്ക് കയറി ജെയ്സൺ പൊട്ടിക്കരയുന്നു. ആ കതക് തുറന്നപ്പോൾ നിന്റെ വിചാരം എന്തായിരുന്നു? ഞാൻ എഴുതിയത് എനിക്ക് എൻ്റെ കുടുംബത്തെ വേണമെന്ന് മാത്രമാണ്. എന്നാൽ നീ ആ കതക് തുറന്നപ്പോൾ നിന്റെ പേടി സ്വപ്നത്തെയും കൊണ്ട് കയറി. മുമ്പ് അമ്മയുടെ രോഗം ബാധിച്ചുള്ള മരണത്തെക്കുറിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ ഉള്ളിലുള്ള ആ ചിന്തയാണ് അവിടെ താൻ കാരണമായത്. എന്തുകൊണ്ടാണ് പല ആളുകളും അവരുടെ കൺട്രോളിംഗ് മാതാക്കളെയും ശ്രദ്ധയില്ലാത്ത പിതാക്കളെയും വിവാഹം ചെയ്യുന്നതെന്നറിയുമോ? കാരണം അവരുടെ കുട്ടിക്കാലത്തെ വേദനയേറിയ അനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ തുടിപ്പുകൾ വരെ ഇതിൽ ഇൻവോൾവ്ഡ് ആണ് ജെയ്സൺ. അങ്ങനെ ജെയ്സൺ സമയം പാഴാക്കാതെ അടുത്ത വാതിൽ തുറക്കുകയാണ്. സെയിം വെയർഹൗസ്. പുറത്തിറങ്ങി നോക്കുമ്പോൾ സാധാരണമായ സിറ്റി തന്നെയാണ്. സന്ധ്യാസമയം. ഇത് തന്നെ ആവണമെന്ന പ്രതീക്ഷയിൽ ജെയ്സൺ നടന്നു നീങ്ങുന്നു. വീട്ടിലെത്തി ജെയ്യെ കണ്ടാൽ പിന്നെ എന്തെന്ന് അമാൻ്റെയുടെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ ജയ് ഡാനിയോട് ക്ഷമ ചോദിക്കുകയാണ്. താൻ പറയാതെ ജോലി രാജിവെച്ചതേക്കുറിച്ചും കാർ മേടിച്ചതേക്കുറിച്ചും. എന്നിട്ട് തൻ്റെ ദീർഘകാലമായി അകന്നു നിന്ന് ഡാനിക്ക് അറിയാവുന്ന സുഹൃത്ത് ലേറ്റാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ടുള്ളതെന്നും മില്യൺ ഡീലിംഗ് ആണ് നടക്കുന്നതെന്നുമെല്ലാം പറയുമ്പോൾ ജെയ്സൺ വീട്ടിലേക്ക് കയറി വരികയാണ്. ഒരു കത്തിയെടുത്ത് പതിയെ മുകളിലേക്ക് കയറി കതക് തുറക്കുന്നതും ഡാനിയല. ഒറ്റയ്ക്കാണ്. പേടിച്ച് പിന്നോട്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊരു ലോകമാണ്. ഉടൻ ചാർലിയെ വിളിച്ചുകൊണ്ട് തന്നെ പോലീസിനെ വിളിച്ച് തൻ്റെ എക്സ് ഹസ്ബൻഡ് ജയിൽ ചാടി കത്തിയുമായി വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് അത്യാവശ്യമായി വരാൻ ആവശ്യപ്പെടുമ്പോൾ ചാർലിയുടെ മറ്റൊരു വെർഷൻ അവിടെ എത്തിപ്പിടിച്ച് അടിക്കാൻ ഒരുങ്ങുമെങ്കിലും ജെയ്സൺ ഉടൻ കുതറി മാറി ഞാൻ പോവുകയാണെന്നും എന്താണ് ഞാൻ ചെയ്തതെങ്കിലും ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി പുറത്തേക്ക് ഇറങ്ങുമെങ്കിലും ഇതിനോടകം തന്നെ എത്തിയ പോലീസ് വാഹനത്താലും ആ ലോകത്തെ ജയിലിൽ കഴിയുന്ന ജെയ്സൺ താനെന്ന് പറഞ്ഞ് പിടിച്ചാലോ എന്ന വെപ്രാളത്തിൽ അത്യാവശ്യമായി ഈ ലോകത്ത് നമ്മളെ അറിയാവുന്ന ആരുടെയെങ്കിലും അടുക്കൽ എത്തണമെന്ന തീരുമാനത്തിൽ അമാൻഡ ഒരിടത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്, തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്. എന്നാൽ അവിടെ ചെന്ന് അമ്മയെ വിളിച്ച് അമ്മ കണ്ടപാടെ പേടിച്ചു വിറച്ച് കുരിശൊക്കെ വരച്ച് ദൂരേക്ക് മാറി നിൽക്കുന്നു. ജെയ്സൺ അവിടെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് കാട്ടുമ്പോഴാണ് കാര്യം പിടികിട്ടുന്നത്. ആ ലോകത്തെ അമാൻഡ ഓൾറെഡി മരണപ്പെട്ടിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇരുവരും നിമിഷ നേരം കൊണ്ട് തങ്ങളുടെ മരണപ്പെട്ട വെർഷൻ്റെ ലോകത്താണ് എത്തിയിട്ടുള്ളത്. മുൻപ് മഹാമാരി ബാധിച്ച് ജെയ്സൺ മരിച്ച സ്ഥലത്ത്. മറ്റൊന്നിപ്പോൾ ഇതും. പേടിയുടൻ തന്നെ മാറി ഒരിക്കൽ കൂടി കാണാൻ സാധിച്ച ആശ്വാസത്തിൽ നിൽക്കുന്ന അമ്മയോട് താൻ നല്ലൊരു സ്ഥലത്ത് തന്നെയാണുള്ളതെന്നും പറഞ്ഞ് ഇരുവരും അമാൻഡയുടെ മരണപ്പെട്ട വെർഷൻ്റെ വണ്ടിയെടുത്ത് ബോക്സിനടുക്കലേക്ക് ഓടിച്ചു പോകുമ്പോൾ യഥാർത്ഥ വെലോസിറ്റിയിൽ പെട്ടെന്നൊരു വാർണിംഗ് അലർട്ട് വരികയാണ്. ബോക്സിൽ നിന്ന് ജയ് പുറത്തേക്ക് വരുന്നു. അവിടെ മുമ്പ് ശേഷിച്ചിരുന്ന 2 ബാഗുകളും എടുത്ത് തിരികെ നടക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയി വന്ന് വിളിക്കുകയാണ്. ഇത് തങ്ങളുടെ യഥാർത്ഥ ജെയ്സൺ തന്നെയാണോ എന്ന് ചോദിച്ചുകൊണ്ട്. ഒരു നിമിഷം ഒന്ന് നിന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് തിരക്കുമ്പോൾ മറ്റൊരു ജെയ്സൺ എത്തിയതും ആ ജെയ്സൺ അമാൻഡയ്ക്കൊത്ത് ബോക്സിലേക്ക് കയറി പോയതും പിറകെ ലേറ്റണും പോയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അതിനുള്ളിൽ എങ്ങനെയെന്ന് ചോദിക്കുകയാണ്. അതൊരു നരകമാണ്. നേരെ തിരികെ ജെയ്സന്റെ ലോകത്തേക്ക് എത്തുമ്പോൾ അവിടെ തന്നെയുണ്ട് ലേറ്റ്. ഒറ്റയ്ക്ക് പോയോന്നും എത്ര ആംബിയോൾ കിട്ടിയെന്നും തിരക്കിയിട്ട് അതിൻ്റെ സന്തോഷത്തിൽ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ എന്താ പരിപാടിയെന്ന് ലേറ്റ്.
നീ നിൻ്റെ വഴിക്കാവും. അതല്ല നിൻ്റെ കാര്യം. ജയ് ഒന്ന് നിന്നിട്ട്, ഞാൻ ഈ ബോക്സ് സീൽ ചെയ്യാൻ പോവുകയാണ്. വിഷമിക്കേണ്ട, ഈ ലോകത്തിലേത് മാത്രം. ഒടുവിൽ ജയ്യുടെ അഭിപ്രായം ഡാനി ഉൾക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ വീണ്ടും പെയിൻറ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു. ജയ് നിർദ്ദേശിച്ചതുപോലെ പൂർണ്ണമായും ആർട്ട് ഗാലറി ജോലി ഉപേക്ഷിച്ചുകൊണ്ടല്ലെങ്കിൽ തന്നെ സ്വയം തൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന ഡാനിയലേക്ക് അടുത്ത് വന്ന് കംപ്ലീറ്റ് ആയിട്ടില്ലാത്ത ചിത്രം കണ്ടിട്ട് ഇനി പെയിൻറ്റിങ്ങിൽ മാത്രം ശ്രദ്ധിക്കാൻ പറയുന്നെങ്കിലും അത് വകവയ്ക്കാതെ ആദ്യമേ ലേറ്റുമായിട്ടുള്ള ഡീലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകട്ടെ എന്ന് നിൽക്കുമ്പോൾ ജയ് തൻ്റെ ഫോൺ എടുത്ത ഡീലിങ്ങിനെ കുറിച്ച് കാണിക്കുമ്പോൾ ഡാനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല. അത്രയും പണത്തിൻ്റെ ഡീലിംഗ് എങ്ങനെയെന്നത്. ഓരോ ആംബ്യൂളിനും $1 മില്യൺ വാഗ്ദാനം ചെയ്ത ലൈറ്റിന് ജയ് കൊടുക്കാൻ പോകുന്നത് 50 എണ്ണമാണ്. അപ്പോൾ എത്ര $1 മില്യൺ ആണെന്ന് പറയണ്ടല്ലോ. ആ സംഖ്യ കണ്ട് ഡാനി അന്തിച്ചു നിൽക്കുമ്പോൾ ചാർലി എത്തി തന്നെ സ്കേറ്റ് പാർക്കിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായി ചോദിക്കുന്നതിനെ തുടർന്ന് ബ്രൂക്കുമായുള്ള ഡേറ്റിംഗ് ആണെന്ന് ഇരുവരും മനസ്സിലാക്കി ജയ് കൊണ്ടുവിടാനായി പോകുന്നു. കഴിഞ്ഞ ദിവസമല്ലേ ചാർലിക്ക് ഒരു പുതിയ കാർ തന്നെ ജയ് വാങ്ങിക്കൊടുത്തത്. പിന്നെ എന്തിനാണ് ഇനിയും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ വണ്ടി ഓടിക്കുന്നതായി കാണുന്നത് ചാർലി തന്നെയാണ്. സൈഡിലായി ഒരു എസ്കോർട്ടിന് ജയ് ഉണ്ടെന്നേ ഉള്ളൂ. ചാർലിക്ക് പൂർണ്ണമായി വഴങ്ങാത്തത് കൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ നിലവിലൊരാൾ കൂടെ വേണം. അതാണ് കാര്യം. അങ്ങനെ ഡേറ്റിങ്ങിന് നെർവസ് ആയിട്ടുള്ള ചാർലിയെ പാർക്കിൽ ഡ്രോപ്പ് ചെയ്ത് ജയ് നേരെ വെയർ ഹൗസിലെ ബോക്സിനടുത്തേക്ക് എത്തി അവിടെ നിൽപ്പുള്ള ലൈറ്റിന് ആ 50 ആംബ്യൂൾസ് നൽകുകയാണ്. $50 മില്യൺ ഡീൽ. ലൈറ്റ് ഒരുങ്ങിച്ചുള്ളനായി തൻ്റെ ലഗേജും ഒക്കെ എടുത്താണ് എത്തിയിരിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല, ഒരു നാടുവിടൽ അല്ല, പ്രപഞ്ചം വിടലാണ്. തൻ്റെ ഇച്ഛയ്ക്കുള്ള ഒരു ലോകത്തെത്തി അവിടെ കഴിയുക എന്ന ഉദ്ദേശത്തോടെയാണ് ലൈറ്റ്. തിരിച്ചിനിയൊരു വരവിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. താൻ പോയി കഴിഞ്ഞ് എന്തായാലും ബോക്സ് സീൽ ചെയ്യുമെന്നറിയാവുന്ന ലൈറ്റ് ജയ് ആ ലോകത്തെത്തിയിട്ടുള്ളത് ഡാനിയലെ കാരണമല്ലേ എന്നും സ്വന്തം ലോകത്ത് ജീവിക്കാൻ പറ്റാതെ പോയ ജീവിതം ജീവിക്കാനല്ലേ ഇവിടെ എത്തിയത് എന്ന് കറക്റ്റായി ഗസ് ചെയ്യുന്നത് കണ്ട് മറുപടി കൊടുക്കാതെ സുരക്ഷിതമായി ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടട്ടെ എന്നാശംസിച്ച് യാത്ര അയക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബോക്സ് നിർമ്മാണത്തിലുള്ള ഒരാൾക്ക് പോലും അറിയാത്ത, തനിക്ക് മാത്രം അറിയാവുന്ന ബോക്സിൻ്റെ കൺട്രോൾ സീക്രട്ട് ജയ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ ലൈറ്റിനോട് മാത്രമാണ്. മറുതലയ്ക്കൽ ജെയ്സൺ അമാൻഡയോടൊപ്പം അതേപ്പറ്റി സ്വയം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ജയ് തിരിച്ചെത്തി ചാർലിയെ കൂട്ടി മേടിച്ച ഐസ്ക്രീമും കൊടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ ഡേറ്റിംഗ് നല്ലതായി പോയില്ല എന്നത് അവൻ്റെ മുഖത്ത് നിന്ന് വ്യക്തം. എന്നാൽ ജെയ്സൺ ഏറെ ശ്രദ്ധ പുലർത്തുന്നതും ജയ് ശ്രദ്ധിക്കാതെ പോയതുമായ ഒന്ന് ചാർലിയുടെ നട്ട്സിനോടുള്ള അലർജി. അത് പണിയായിരിക്കുന്നു. നട്ട്സ് അടങ്ങിയ ഐസ്ക്രീം കഴിച്ചുടൻ അലർജി മൂലം ശ്വാസം മുട്ടലിൽ വെപ്രാളപ്പെടുന്നത് കണ്ട് ജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ചാർലിയോട് തന്നെ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെക്കുന്നതിനെ തുടർന്ന് കുറച്ച് ശാന്തമാവുന്നത് കണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഡാനിയൽ ഇതറിഞ്ഞ് അവിടെ എത്തി ഇതെങ്ങനെ സംഭവിച്ചെന്ന് തിരക്കുന്നെങ്കിലും മെനയാൻ വലിയ കള്ളങ്ങളൊന്നും ജയുടെ പക്കലില്ല. ഞാനത് ഓർത്തില്ല എന്ന മാത്രം മറുപടിയിൽ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഡാനിയലേക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഒരു മകനെ നഷ്ടപ്പെട്ട ശേഷം പൊന്നെ പോലെ കൊണ്ടു നടക്കുന്ന മകൻ്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്നുള്ള അശ്രദ്ധ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഡാനിയെ ജയ് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ കയ്യിൽ പാടുകൾ കാണുകയാണ്. ലാവൻഡർ ഫെറി ഡോസുകൾ ഇഞ്ചക്ട് ചെയ്ത പാടുകൾ. സിറിഞ്ച് പാട് കാണുന്ന ഡാനിക്ക് സ്വാഭാവികമായും ആദ്യം വരുന്ന സംശയം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാലോ. ശേഷമുള്ള രാത്രിയിൽ മറ്റൊരു അസാധാരണമായ കാര്യം കൂടി ഡാനി കാണാനിടയാവുന്നു. പതിവില്ലാത്തൊരു ശീലം, നൂല് വെച്ച് പല്ലിനിടയിൽ വൃത്തിയാക്കുന്ന പരിപാടി. ഡാനിയലേക്ക് ജയുടെ പെട്ടെന്നുള്ള ചില മാറ്റങ്ങളിൽ ആകുലതപ്പെടാൻ ആരംഭിക്കുമ്പോൾ ഷിക്കാഗോയുടെ സ്ഥാനത്ത് കാട് പിടിച്ചൊരു മേഖലയുള്ള ഡയമെൻഷനിലാണ് ജെയ്സണും അമാൻഡയും ഉള്ളത്. ഇങ്ങനെ ലക്ഷ്യത്തിന് വിദൂരമായ ശ്രമങ്ങൾ മൂലം ആംബ്യൂൾസും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ജെയ്സൺ ബ്ലെയർ കൊടുത്ത നോട്ടിൽ ഇത്തവണ ദ വില്ലേജ് ടാബ് ബാറിനെ പറ്റി എഴുതി കടക്കാനൊരുങ്ങുന്നു. കാരണം എല്ലാത്തിൻ്റെയും തുടക്കം അവിടെ നിന്നും ഇറങ്ങി വരുന്ന വഴിയായിരുന്നല്ലോ. മാത്രമല്ല ഇനിയും സ്വന്തം വീട്ടിലേക്ക് പോയി ശരിയായ ലോകം തന്നെയാണോ നോക്കുന്നത് പന്തിയല്ല. തലനാരിഴയ്ക്കാണ് മുൻപ് പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. ബാർ കൃത്യമാണെങ്കിൽ ലോകവും കൃത്യമെന്നർത്ഥം. വെലോസിറ്റിയിലെത്തിയ തുടക്കത്തിലും ജെയ്സൺ അവിടുന്ന് ചാടി നേരെ വീട്ടിലെത്തിയപ്പോൾ അമാൻഡയെ കണ്ടപാടി ഓടിച്ചെന്നതും വില്ലേജ് ടാപ്പിലായിരുന്നതായി നമ്മൾ കണ്ടിരുന്നില്ലേ. അങ്ങനെ ഇരുവരും ഡോർ തുറന്നിറങ്ങി അവിടേക്ക് എത്തുമ്പോഴാകട്ടെ ബോർഡ് വ്യത്യാസം. നമ്മൾ കണ്ട വില്ലേജ് ടാപ്പിൻ്റെ ബോർഡ് നിയോൺ ലൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഇത് സാധാരണ ഹാൻഡ് മെയ്ഡ് ബോർഡ്. അങ്ങനെ 2 ആംബ്യൂൾ കൂടി നഷ്ടമായിരിക്കുന്നു. അടുത്ത ശ്രമം ചുവന്ന ലൈറ്റ് ബോർഡുള്ള വില്ലേജ് ടാപ്പ്. ജെയ്സന്റെ ലോകത്തെ ബോർഡ് അങ്ങനെയായിരുന്നല്ലോ. എത്തുമ്പോൾ ബോർഡ് സെയിം തന്നെ, പക്ഷേ എതിർവശം ഒരു കോഫി ഷോപ്പ്. തൻ്റെ ലോകത്തെ ഈ ബാറിന് എതിർവശത്തുള്ള ഒരു വൈൻ ഷോപ്പാണ്. അങ്ങനെ എഴുതി കൃത്യമായി എത്തിയിരിക്കുകയാണ്. എന്നാൽ വൈൻ ഷോപ്പ് എതിർവശമുള്ള വില്ലേജ് ടാപ്പിൻ്റെ എത്ര ലോകം കാണുമെന്നത് അടുത്തൊരു തലവേദനയാണ്. നേരെ വീടിനടുത്തെത്തുമ്പോൾ ജെയ്സൺ കാണുന്നത് ചുവന്ന വാതിലുള്ളത്. പുറത്തിറങ്ങി വരുന്നതോ സ്വന്തം ഭാര്യയുമല്ല, സ്വന്തം പട്ടിയുമല്ല. നിരാശരായി വീണ്ടും തിരികെ ബോക്സിലേക്ക്. വീണ്ടും ആംബ്യൂൾസ് എടുത്തെത്തുന്നു. ആരുമില്ലാത്ത വീട്. വീടിന് പിറകിലെ മാക്സിൻ്റെ സ്മരണയ്ക്കായുള്ള ആ മരവുമില്ല. അപകടകരമായ ലോകത്തെത്തുന്നതിനേക്കാൾ കഷ്ടം ശരിയല്ലാത്ത ഷിക്കാഗോയിലേക്ക് പ്രതീക്ഷയോടെ എത്തുന്നതെന്ന നിരാശയിൽ വീണ്ടും ഉടനെ ബോക്സിലേക്ക് പോകാൻ തോന്നുന്നില്ലെന്നതിനാൽ ഇരുവരും ആ ലോകത്തിലെ ഒരു ഹോട്ടലിൽ തങ്ങാമെന്ന തീരുമാനത്തിൽ ചെക്ക് ഇൻ ചെയ്ത് അവിടെയെല്ലാം ഒന്ന് കറങ്ങി കുറച്ചൊന്ന് റിലാക്സ്ഡായി നല്ല ടേസ്റ്റി ഫുഡ്സൊക്കെ അടിച്ച് ഡിന്നർ ടൈമിൽ ചിറ്റ്ചാറ്റിലാണ് ഇരുവരും. ആ ലോകത്തെ അമാൻഡയെ കണ്ടെത്തിയെന്നുള്ള ജെയ്സന്റെ ചോദ്യത്തിന് അമാൻഡയുടെ രസകരമായ മറുപടി.
ഇവിടെ തെറാപ്പിസ്റ്റ് അല്ലെന്നും വൈറ്റ് കാസിലിൻ്റെ മാനേജറെന്നും. ലോകത്തിലെ ആദ്യ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് എന്നറിയപ്പെടുന്ന ഒന്നാണ് വൈറ്റ് കാസിൽ. കടന്നു പോകുന്ന ദുസ്വപ്നങ്ങളിൽ നിന്നും താൽക്കാലിക മുക്തിക്കായി ഇരുവരും ഡാൻസും പാട്ടുമൊക്കെ പൂസായി എൻജോയ് ചെയ്ത ശേഷം തിരികെ നടന്നൊരു വണ്ടിയുടെ കുറുകെ ചാടി റൂമിലേക്ക് വന്ന് കിടക്കുന്നു. ചുവന്ന പ്രകാശമുള്ള മൈൽഷെയർ ഹോട്ടലിൽ. ഹോട്ടലിൻ്റെ പേര് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി അതിലും എന്തെങ്കിലും ഡീറ്റെയിലിംഗ് കൊണ്ടുവരുന്നോ എന്നറിയാൻ പറ്റില്ല. എവറി ഡീറ്റെയിൽസ് മാറ്റർ എന്നല്ലേ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഡാർക്ക് മാറ്ററിൽ അത്യാവശ്യമായും. പുറത്തെ ചാറ്റൽമഴയുടെ ശബ്ദവും കേട്ടിരുവരും ആ റെഡ് ലൈറ്റിൽ കിടക്കുമ്പോൾ അമാൻഡയ്ക്ക് തൻ്റെ ലോകം തന്നെ തന്നിൽ നിന്ന് നഷ്ടപ്പെടുന്നതായുള്ളൊരു വിഷമമുണ്ട്. ജെയ്സണോട് അടുത്ത കട്ടിലേക്ക് താൻ പോയി കിടക്കണമെങ്കിൽ കിടക്കാമെന്ന് അമാൻഡ പറയുകയാണ്. കാരണം ആ ഒരകലം ഇരുവരും പാലിക്കേണ്ട ഒരു മര്യാദ എന്നൊന്നുണ്ടല്ലോ. അമാൻഡ മാറിക്കിടക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല, പക്ഷേ അത് അത്യാവശ്യമാണെന്ന് ഇരുവരും മാറിക്കിടന്ന് അങ്ങനെ ആ ദിവസം തീരുമ്പോൾ അടുത്തൊരു പകൽ ജെയ്സണിൻ്റെ ലോകത്ത് ജയ് ഒരു കൗൺസിലിങ്ങിന് എത്തിയിരിക്കുകയാണ്. അത് മറ്റാരുടെയും അടുത്തല്ല, ആ ലോകത്തെ അമാൻഡയുടെ അടുത്ത്. അപ്പോൾ ജെയ്സണിൻ്റെ ലോകത്തെ അമാൻഡയും സുന്ദരിയായ തെറാപ്പിസ്റ്റ് തന്നെയാണ്. നമുക്ക് ഈ വർഷനെ അമാൻ എന്ന് വിളിക്കാം. ചാർലിക്ക് അലർജിയായിരുന്ന നട്ട്സ് അടങ്ങിയ ഐസ്ക്രീം മേടിച്ചു നൽകിയ കുറ്റബോധത്താൽ അമാൻഡയ്ക്കടുത്തെത്തിയ ജയ് താൻ പരമാവധി തൻ്റെ കുടുംബത്തെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും ഭാര്യയ്ക്ക് മുന്നിൽ അത് തെളിയിക്കാനുള്ള എന്തെങ്കിലും വിധമുണ്ടോ എന്ന് മനസ്സ് തുറക്കുമ്പോൾ ജയ്യുടെ യഥാർത്ഥ ലോകത്തെ പങ്കാളിയുടെ മറ്റൊരു വെർഷൻ ഒരു ഉപദേശം നൽകുകയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു മികച്ച പ്രണയ സമ്മാനം നൽകുക. ഡാനിയലെ ആകട്ടെ ബ്ലെയറിനോട് മനസ്സ് തുറക്കുന്നു. പെട്ടെന്ന് വന്നു ചേർന്ന $1 മില്യൺ ക്യാഷിനെക്കുറിച്ചും മുമ്പത്തേതിൽ നിന്നും വൃത്തിമാനും പണക്കാരനും ഞരമ്പുരുമായിരിക്കുന്നു എന്നുള്ള ഡാനിയുടെ കണ്ടെത്തുകളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് നല്ലതല്ലേ എന്ന ബ്ലെയറുടെ ചോദ്യത്തിന് എന്നാൽ ചാർലിക്കുണ്ടായ സംഭവത്തെക്കുറിച്ചും പെട്ടെന്ന് വരുന്ന ശീലങ്ങളും കയ്യിലെ സിറിഞ്ചിന്റെ പാടുകളും അലട്ടുന്നതായും രാത്രിയിൽ പുറത്തേക്ക് യാത്രകളുണ്ടെന്നും അറിയിക്കുമ്പോൾ ബ്ലെയറും ഡാനിയെ പോലെ തന്നെ ലഹരിക്കടിമയാണോ എന്ന സംശയത്തിൽ ഇനി രാത്രി യാത്രയിൽ ഒന്ന് പിന്തുടരാനായി നിർദ്ദേശിക്കുന്നു. എങ്ങോട്ടാ പോകുന്നതെന്നറിയാലോ. രാത്രി ബോക്സിനടുത്തേക്ക് കാണാൻ പോകുന്ന വഴിക്ക് ജയ്യെ പിന്തുടർന്ന് ഡാനി എത്തിയാൽ തീർന്ന കാര്യം. അങ്ങനെ അമാനിൻ്റെ ഉപദേശത്തിൽ ഒരു ചെറിയ സർപ്രൈസിനായി രാത്രിയിൽ ഡാനിയലെ ഒരുക്കി കണ്ണുകെട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു സർപ്രൈസ് കൊടുക്കാൻ കൊണ്ടെത്തിക്കുന്നത് വേറെ എവിടെയുമല്ല, ഡാനിയലയുടെ തന്നെ ആർട്ട് ഗാലറിയിലേക്ക്. അവിടെ ചാരിറ്റി ലേലത്തിനായി വെച്ചിട്ടുള്ള ചിത്രങ്ങളിലൊന്ന് ഡാനിയല വരയ്ക്കുന്നതായി തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ചിത്രം. അതാണ് ജയുടെ സർപ്രൈസ്. ഇത് കണ്ടവിടെ അപ്സെറ്റായി വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് കണ്ട് തിരികെ പോകുമ്പോൾ നമ്മൾ അറിയുകയാണ് ആ സർപ്രൈസ് ഡാനിക്ക് എത്ര വലിയ വിഷമമാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. ഒന്നാമത് ജയുടെ നിർബന്ധം കൊണ്ട് വീണ്ടും വരയ്ക്കാമെന്ന് തുടങ്ങിയ ചിത്രം പൂർത്തീകരിച്ചിട്ട് പോലുമില്ലാത്തൊരു ചിത്രം കൊണ്ട് തൂക്കി. താൻ പ്രൈവറ്റായി സൂക്ഷിക്കാൻ ആഗ്രഹിച്ച ചിത്രം പബ്ലിക്കാക്കി. വിൽക്കില്ലെന്ന് തീരുമാനിച്ചിരുന്ന ചിത്രം ഇങ്ങനെ ലേലത്തിൽ വെച്ചതുകൊണ്ടുണ്ടായ ദേഷ്യത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന ഡാനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ജയുടെ വാക്കുകളെല്ലാം ഡാനിയുടെ വിഷമത്തിൻ്റെ ആക്കം കൂട്ടുന്നതേയുള്ളൂ. അങ്ങനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ജയ് നേരെ വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ട് ബ്ലെയർ പറഞ്ഞ പ്രകാരം മറ്റൊരു വണ്ടിയെടുത്ത് ഡാനിയല പിറകെ വെച്ച് പിടിക്കുന്നു. കുടുംബത്തിൽ 2 കാർ ഉണ്ടായാലുള്ള പ്രശ്നം കണ്ടില്ലേ. ജയ് നേരെ ആളൊഴിഞ്ഞ സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ് എത്തുന്നത്. പിറകെ പമ്മി ഡാനിയും. അവിടെ എന്തോ പരിപാടി കഴിഞ്ഞ് പൂട്ടിപ്പോയ ഉടനെ ഡാനി വന്ന ഷട്ടർ തുറക്കാൻ ശ്രമിക്കുന്നു. ലോക്ക്ഡ് ആയതിനാൽ കുറച്ച് തുറന്നു വന്ന സ്ഥലം വഴി ഉള്ളിൽ എന്താണെന്നറിയാൻ അവിടെ കിടക്കുന്ന വടി വെച്ച് തോണ്ടിയെടുക്കുമ്പോൾ കിട്ടുന്നത് 2 വയലുകൾ. ലാവൻഡർ ഫെറയുടെ ഡോസ്. എന്താണെന്നറിയാതെ ഇതുമായി ഡാനി എത്തുന്നത് ഇതിൻ്റെ യഥാർത്ഥ ക്രിയേറ്ററായ ആയിരുന്ന റയാൻ്റെ അവിടെയുള്ള വെർഷൻ്റെ അടുക്കൽ. പാവ്യ റയൻ്റെ പക്കൽ ഇത് നൽകി കയ്യിലെ കുത്തിവയ്പ്പിൻ്റെ പാടുകളെ പറ്റിയൊക്കെ പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കുമ്പോൾ ഡാനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ റയാനോട് ആവശ്യപ്പെടുന്നു. അടുത്ത തിരിച്ചലിനെത്തിയിരിക്കുകയാണ് ജെയ്സണും അമാൻഡയും. എന്നാൽ അമാൻഡയ്ക്ക് ഇപ്രാവശ്യം മറ്റൊരു ചിന്തയാണ്. ഇപ്രാവശ്യം താൻ തൻ്റെ വഴിക്കൊന്ന് സഞ്ചരിക്കട്ടെ എന്നും രാത്രി തിരികെ ഇവിടെ വെച്ച് തന്നെ കാണാമെന്നും പറഞ്ഞ് ഇരുവരും സ്പ്ലിറ്റ് ആകുമ്പോൾ ജെയ്സൺ നടന്നു ചെല്ലുന്നത് ഒരു ആർട്ട് ഗാലറിയിലേക്ക്. ബ്ലണ്ട് ഹെയറായ ഒരു ഡാനിയല. ഇരുവരും ചിത്രങ്ങളെക്കുറിച്ച് സംസാരിച്ച് തൻ്റെ ഒപ്പം ഒരു കോഫി കുടിക്കാൻ ക്ഷണിക്കുന്നെങ്കിലും ഡാനിയലയുടെ മുഖത്ത് പെട്ടെന്നുള്ള ഓഫറിംഗ് താല്പര്യം തോന്നാത്തതിനെ തുടർന്നിറങ്ങി നടക്കുമ്പോൾ അതേ യൂണിവേഴ്സിലെ മറ്റൊരിടത്ത് വളരെ സന്തോഷത്തോടെ ഭർത്താവും മകനും ഒത്തൊരു നല്ല ജീവിത നിമിഷങ്ങളിലെ അമാൻഡ. ആ അമാൻഡയെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന നമ്മുടെ അമാൻഡ ലൂക്കസ്. രാത്രി ബോക്സിനടുക്കലേക്ക് എത്തി ഇരുവരും ആംബ്യൂൾസും ഓപ്ഷൻസും ഉടൻ കഴിയുമെന്ന അവസ്ഥ പങ്കുവച്ച് വീണ്ടും യാത്രകൾ കഴിഞ്ഞുള്ള മറ്റൊരു രാത്രി ആ ലോകത്തെ ഹോട്ടലിൽ തങ്ങുന്നു. ഇപ്രാവശ്യം നീലപ്രകാശമുള്ള മൈൽഷെയർ. റൂമിലെത്തി ജെയ്സന്റെ നോട്ട്സ് വായിക്കുന്നത് വഴി ഡാനിയലയുടെ ജോലിയും മുടിയുടെ നിറവും വരെ എഴുതേണ്ടി വരുന്ന ഷോർട്ട് ഡീറ്റെയിലിംഗ് കണ്ട് ഇനിയും ആഴത്തിലുള്ള വിവരണം എഴുതാനായി അമാൻഡ നിർദ്ദേശിക്കുന്നു. താനൊന്ന് പുറത്തുവരെ പോയി വരാമെന്ന് ജെയ്സൺ ഇറങ്ങി നേരെ തൻ്റെ വെർഷൻ്റെ വീടിനടുത്ത് പോയി നിന്ന് അവിടെയുള്ള ജെയ്സന്റെയും ഡാനിയുടെയും സ്നേഹജീവിതം വീക്ഷിക്കുന്നു. അവരുടെ പിറകെ അവരറിയാതെ ഫോളോ ചെയ്ത് കുറെ വൈകി തിരികെ എത്തുന്ന ജെയ്സണോട് അമാൻഡ ഇത്രയും നേരം കാണാണ്ടായ വിഷമം പ്രകടിപ്പിക്കുമ്പോൾ താൻ ആ കുടുംബത്തെ ഫോളോ ചെയ്ത കാര്യം പറഞ്ഞിട്ട് ജയ് അന്ന് താൻ ഇപ്പോൾ പിന്തുടർന്ന പോലെ ആയിരിക്കണം തന്നെയും ഫോളോ ചെയ്തിരുന്നതെന്നും പതിയെ മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ അമാൻഡ നിലവിൽ കടന്നു പോകുന്ന അവസ്ഥകളെക്കുറിച്ച് പറയുകയാണ്. ഒരു വലിയ കടപ്പുറത്തെ മണൽ തിരിയെ തിരയുന്നത് പോലെയാണ് ജെയ്സൺ നമ്മൾ നിന്റെ ലോകത്തെ തിരയുന്നത്. നിന്റെ ഭാര്യ കൊല്ലപ്പെടുന്നത് നീ കണ്ടു.
രോഗം ബാധിച്ച് നിൽക്കുന്നത് കണ്ടു. മാത്രമല്ല തിരിച്ചറിയാത്തൊരു വർഷനെ പോലും. നമുക്കിനി 10 ആംബ്യൂൾസ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നമ്മൾ കീഴടങ്ങാതെ വ്യത്യസ്തമായി ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രണയസമ്മാനം മൂലം ആകെ കാര്യങ്ങൾ വഷളായി അമാനടുക്കലേക്ക് വീണ്ടും എത്തി ജയ് മനസ്സ് തുറക്കുന്നു. താൻ മടുത്തെന്നും ഇനി എവിടെയെങ്കിലും തിരിച്ചു പോയാൽ മതിയെന്നും പറയുമ്പോൾ ഈ ഒരൊറ്റ പ്രശ്നം മൂലമാണോ എന്ന് തിരക്കിയിട്ട് എവിടെയെങ്കിലും പോയാൽ മതിയെന്ന് തോന്നുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത എന്തെന്ന മാൻ. ഇടനാഴി, അനന്തരമായ ഇടനാഴി, ഒടുക്കമില്ലാതെ നീണ്ടുകിടക്കുന്ന കോറിഡോർ, എൻ്റെ പല ജീവിതങ്ങളിലേക്ക് പോകാനുള്ള വാതിലുകൾ അടങ്ങിയ സ്ഥലം. ജയ് ഉള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ അമാനിന് ഇതൊരു വ്യംഗ്യാത്മകമായ വാക്കുകളായിട്ടാണ് തോന്നുന്നത്. ഒരു ചുമതല ഏറ്റെടുക്കുന്നതിനുള്ള ഭയമാണിതെന്നും 15 കൊല്ലം ഭർത്താവായിരുന്നു എന്ന് പറയുന്ന നിങ്ങളെ ഇപ്പോഴെങ്കിലും കാണുമ്പോൾ അങ്ങനെ തോന്നുകയില്ലെന്നെല്ലാമുള്ള അമാൻ്റെ വാക്കുകൾ കേട്ട് തിരികെ വീട്ടിലേക്ക് വന്നിറങ്ങുമ്പോൾ അടുത്ത പ്രശ്നം. പുറത്ത് കാത്തു നിന്ന പോലെ റയാൻ ഓടി വന്ന് ജയ്യെ നോക്കി. ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? നീ എന്താ പറഞ്ഞു വരുന്നത്? ഡാനി നൽകിയ ആ ലാവൻഡർ ഫെയറി എന്നത് റയാൻ പരീക്ഷണം നടത്തി വരുന്ന ഒരു 1 and only പീസ് കോമ്പൗണ്ടാണ്. ഇതെങ്ങനെയോ ജെയ്സൺ തന്നിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന രീതിയിൽ സംസാരിക്കുന്നെങ്കിലും അല്ലെന്ന് തൻ്റെ സുഹൃത്ത് ആണയിടുന്നത് വഴി റയാൻ പതിയെ അയയുന്നു. റയാനോട് തൻ്റെ കോമ്പൗണ്ട് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നെങ്കിലും പറയാതിരിക്കുന്നതിനെ തുടർന്ന് എത്ര അടുത്തുവരെ എത്തി നിൽക്കുകയാണ് പരീക്ഷണമെന്ന് തിരക്കുന്ന ജയ്യോട് വളരെ അടുത്താണെന്നും നിന്റെ ഈ കോമ്പൗണ്ട് വിജയിച്ചതിൻ്റെ അറ്റ്ലീസ്റ്റ് ആപ്ലിക്കേഷനെങ്കിലും പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്നത് കണ്ട് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജയ് റയാനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബോക്സിനടുക്കലേക്ക്. താൻ നടത്തി വരുന്ന സീക്രട്ട് പ്രോജക്റ്റാണിതെന്നും പറഞ്ഞ് ബോക്സിലേക്ക് കയറ്റുമ്പോൾ ലാവൻഡർ ഡോസ് എടുക്കുന്നത് കണ്ട് ഇത് സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ 100ഓളം ഡോസുകൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ജയ് റയാനിലും ഇഞ്ചക്ട് ചെയ്യുന്നു. എന്നിട്ട് കഥ കടയ്ക്കുന്നതും ആ ബോക്സ് കോറിഡോർ ആവുന്നത് കണ്ട് അതിശയിച്ച് നിൽക്കുകയാണ് റയാൻ. അവിശ്വസനീയമായി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ജെയ്സൺ എന്താണിത്? മനസ്സ് മുന്നിൽ കാണിച്ചുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന എന്നാൽ പരിണാമം സംഭവിച്ചിട്ടില്ലാത്ത തലച്ചോറിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മാനിഫെസ്റ്റേഷൻ, സാക്ഷാത്കാരം, അതാണിത്. മുൻപൊരിക്കൽ ജെയ്സൺ അമാൻഡോയുടെ പറഞ്ഞ അതേ ഡയലോഗ്. അങ്ങനെ ഇത് സൂപ്പർ പൊസിഷൻ ആണെന്നും മൈൻഡും കോൺഷ്യസ്നെസ്സും എല്ലാം ശാന്തമാക്കി തുറക്കേണ്ട ഡോറുകളാണ് ചുറ്റുമുള്ളതെന്നെല്ലാം പറഞ്ഞിട്ട് ജയ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് കഥ തുറക്കുകയാണ്. ഇറങ്ങി നടന്നു നോക്കുമ്പോൾ നോർത്തേൺ ലൈറ്റ്സിൻ്റെ പ്രഭാവമുള്ള മനോഹരമായ ഒരു ഷിക്കാഗോ. എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് റയൻ ചോദിക്കുമ്പോൾ ജയ് പറയുകയാണ് തൻ്റെ സുഹൃത്തിന് കാണാൻ ഇഷ്ടമുള്ള പോലത്തെ ഒരു സ്ഥലം ആലോചിച്ചുകൊണ്ടാണ് തുറന്നതെന്ന്. കാഴ്ചകളൊന്നും വിശ്വസിക്കാനാകാതെ കരഞ്ഞു പോകുന്ന രീതിയിൽ നിൽക്കുന്ന റയാനോട് ഫോൺ ചോദിച്ചൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പതിയെ പിറകിലേക്ക് നീങ്ങുമ്പോൾ താൻ കരുതിയിരുന്നത് ഈ കോമ്പൗണ്ട് നിർമ്മിക്കാൻ ലോകത്തിൽ തന്നെ വേറെ ആരുമില്ല എന്നായിരുന്നു റയാൻ പറയുമ്പോൾ ഇതുപോലെ വേറെയും കുറേ ലോകങ്ങളുണ്ടെന്നും അതിൽ കുറേ റയാൻ ഉണ്ടെന്നും ജെയ്സൺ. ഇത് കേൾക്കുന്നുടനെ ചെറിയ സംശയം വന്ന് തിരിയുമ്പോൾ ജെയ്സൺ കഥകനടുത്തായി നിൽക്കുകയാണ്. നീ എനിക്കറിയാവുന്ന ജെയ്സൺ അല്ല, ശരിയല്ലേ? അതേ എന്ന് തലയാട്ടുമ്പോൾ ഞാൻ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞ് ഡോറിനടുക്കിലേക്ക് വെപ്രാളപ്പെട്ട് വരുന്നതും ജയ് അകത്ത് കയറി ബോക്സിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുകയാണ്. ഏറ്റവും ഭയാനകമായ ഒരു ദുസ്വപ്നത്തിലേക്ക് റയാൻ. സത്യം മൊത്തം അറിഞ്ഞ റയാൻ ഇനിയും താൻ നിൽക്കുന്ന ലോകത്തുണ്ടായ ലാഭത്താണെന്ന പൂർണ്ണബോധ്യത്താൽ റയാനെ തിരിച്ചുവരവില്ലാത്ത ഒരിടത്തേക്ക് പറഞ്ഞുവിട്ട ശേഷം തിരികെ ലോകത്തെത്തുന്നതും റയാൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. നോക്കുമ്പോൾ അത് ഡാനിയൽ അഡസൻ. ജയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി വീട്ടിൽ പോകാതെ വണ്ടിയിൽ കിടന്ന് മയങ്ങും നേരം ഒരു വണ്ടി എതിരെ വരുന്നു. അത് ലൈറ്റിൻ്റെ ആളാണ്. മുൻപ് പറഞ്ഞ ബോക്സ് സീലിങ്ങിന് ആളെ സെറ്റാക്കിയാണ് അപ്പോൾ ലൈറ്റ് യൂണിവേഴ്സ് ചുറ്റാൻ പോയിരിക്കുന്നത്. അങ്ങനെ ജയുടെ നേതൃത്വത്തിൽ ലൈറ്റിൻ്റെ കൂട്ടാളികൾ ചേർന്ന ബോക്സ് സീൽ ചെയ്യുന്നു. അതിൻ്റെ വാതിൽ പൂർണ്ണമായും അടയ്ക്കുന്നത് വഴി. ഒരു വാതിലില്ലാത്ത ബോക്സ് വഴി ജെയ്സൺ ഇനി എങ്ങനെ തൻ്റെ സ്വന്തം ലോകത്തേക്ക് എത്തുമെന്നൊരു പിടിയുമില്ല. അതും ഇനി അവശേഷിക്കുന്നതാകെ വിരലിലെണ്ണാവുന്ന ആംബ്യൂൾസ് കൂടി. റയനെ പോലെ അവസാനിക്കുമോ ജെയ്സൺ? ബോക്സ് കംപ്ലീറ്റ്ലി സീൽഡ്. മൾട്ടിവേഴ്സിൻ്റെ ആകെയുള്ള ലിങ്കും ജെയ്സന്റെ വരവിനെ തടയാനുമായി. രഹസ്യമറിയാവുന്ന രണ്ടുപേരെ നല്ലതും കെട്ടതുമായ രണ്ടു വഴിക്കാക്കി. ബോക്സിലൂടെ കടന്ന് എവിടെത്തിപ്പെട്ടെന്ന് ആർക്കും അറിയാത്ത മറ്റു രണ്ടുപേർ, സെലാമും അലക്സും. 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു റയാനിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ലഭിച്ചിട്ട്. സോ ഡാനിയലെ ഫോണിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയ് സാധനങ്ങളുമായി വീട്ടിലേക്ക് വന്നു കയറി ഇന്ന് താൻ പാചകിക്കാമെന്ന് പാചകപ്പുരയിലേക്ക് കടക്കുന്നു. മൂവരും മൂകമാണ്. എത്ര നാൾ എന്നോടിങ്ങനെ ദേഷിച്ചിരിക്കുമെന്ന് ജയ് ചോദിക്കുമ്പോൾ പുറത്ത് കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് ചാർലി വന്നു നോക്കുമ്പോൾ അത് മെയ്സൺ, ഡിറ്റക്റ്റീവ് മെയ്സൺ. നമ്മൾ മുൻപ് വെലോസിറ്റിയിൽ വെച്ച് കണ്ടതിൻ്റെ മറ്റൊരു വെർഷൻ. എന്നാൽ ഡിറ്റക്റ്റീവ് ആയതുകൊണ്ടാകാം രണ്ടുപേരുടെയും സ്റ്റൈലിൽ മാറ്റമൊന്നുമില്ല. മെയ്സൺ അവിടെ എത്തിയിട്ടുള്ളത് റയാൻ മിസ്സിങ്ങിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പുള്ളിയുടെ ഗേൾഫ്രണ്ട് കേസ് ഫയൽ ചെയ്തതിനെ തുടർന്ന് അവിടെ എത്തി റയാൻ്റെ ലോങ് ഫ്രണ്ട്സായ ഇരുവരോടും അവസാനമായി കണ്ടതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡാനി കണ്ടിരിക്കുന്നത് 5 ദിവസം മുൻപ്. ജയ് ഒന്ന് നോക്കുന്നു. റയാനെ കണ്ട കാര്യം ഡാനി പറഞ്ഞിട്ടില്ല. അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് കണ്ടതായും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നും പറയുമ്പോൾ അടുത്ത ഊഴമായ ജയ് പറയുന്നത് താൻ റയാനെ അവസാനമായി കണ്ടത് 3 ദിവസം മുൻപ്. ഡാനിയില അങ്ങോട്ടേക്കൊരു നോട്ടം. കാരണം ഇക്കാര്യം ജയ്യും പറഞ്ഞിട്ടില്ല.
താൻ വില്ലേജ് ടാ ബാറിൽ വെച്ചാണ് കണ്ടതെന്നും ആളെന്ന് പതിവിലും നന്നായി കുടിച്ചിരുന്നതായും താൻ നേരെ വീട്ടിലേക്ക് വരികയായിരുന്നെന്നും അറിയിക്കുന്നതിനെ തുടർന്ന് മേസൺ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അറിയിക്കാനായി അവരുടെ കോൺടാക്ട് നൽകി വിടവാങ്ങിയ ഉടനെ തനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഡാനി ജെയ്യെ വിളിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നു. മുറിയിൽ വെച്ചിട്ടുള്ള ഒരു വയൽ കാണിച്ചിട്ട് ഇതെന്തിനാണെന്ന് അറിയാനാണ് റയാന്റെ അടുക്കൽ പോയതെന്നും ഇത് അന്ന് പിന്തുടർന്നെത്തിയ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നും കിട്ടിയതാണെന്നും എന്താണിതെന്നും ചോദിക്കുന്നതായിട്ട് ജെയ് ഈ കോമ്പൗണ്ട് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ കുറച്ചു നേരത്തേക്ക് ഷട്ട് ഡൗൺ ചെയ്യാനുള്ളതാണെന്നും സൂപ്പർ പൊസിഷനിൽ നിൽക്കുമ്പോൾ അണുപദാർത്ഥങ്ങളെ വരെ നിരീക്ഷിക്കേണ്ടതായിട്ടുള്ളതാണ് ഈ ഡ്രഗ് എന്നും പറയുമ്പോൾ സൂപ്പർ പൊസിഷനെ പറ്റിയോ ഒന്നും ചോദിക്കാതെ റയാൻ ഇതെന്തുകൊണ്ട് തന്നോട് പറഞ്ഞില്ലെന്ന് ഡാനി. കാരണം അവൻ പുറത്ത് വെളിപ്പെടുത്തരുതെന്നുള്ള NDA എഗ്രിമെന്റിലാണെന്നും നിനക്ക് എന്നോട് ചോദിക്കാമായിരുന്നില്ലേ എന്നും ജെയ്. നമ്മളിരുവരും അപരിചിതരാവുന്നത് പോലെ തോന്നി, അതുകൊണ്ട് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സത്യം പറയണമെന്ന് പറയുമ്പോൾ ജെയ് ഉപയോഗിക്കുന്ന കാര്യം അഡ്മിറ്റ് ചെയ്യുന്നു. നല്ല സൈഡ് എഫക്റ്റുകളുണ്ടെന്ന് കേട്ടറിഞ്ഞ് ഇനി ഉപയോഗിക്കരുതെന്ന് വാക്കുതരാൻ ഡാനി ജെയ്യോട് പറയുന്നു. അമാൻഡ ജെയ്സൺ സഖ്യം കോറിഡോറിലൂടെ നടക്കുകയാണ്. വെറുതെ 2 ആംബുലൻസ് വേസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാണ് ജെയ്സൺ നടക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അമാൻഡയുടെ കട്ടായ തീരുമാനമെന്നത് ഇങ്ങനെ ഭ്രാന്തമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്നും അത്യാവശ്യമായി ബ്രേക്ക് വേണമെന്നും വളരെ വ്യത്യസ്തമായ ലോകത്ത് എത്തണമെന്നതുമാണ്. അങ്ങനെ അമാൻഡ ബോക്സിന്റെ കവാടം തുറക്കുകയാണ്. ഇത് 2ാം പ്രാവശ്യമായി. മുൻപ് തുറന്ന് മഞ്ഞൻ പ്രദേശത്ത് പോയി പെട്ട് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനുശേഷമാണ് ബോക്സിന്റെ കൺട്രോൾ മനസ്സാണെന്ന് ഇരുവരും കണ്ടെത്തിയതും. അങ്ങനെ അമാൻഡ വളരെ റിലാക്സ്ഡായി നിന്ന് കതക് തുറക്കുന്ന ഒരു മനോഹരമായ ഷിക്കാഗോ നഗരത്തിലേക്ക്. ഫ്യൂച്ചറിസ്റ്റിക്കായ, അഡ്വാൻസ്ഡായ, എന്നാൽ പ്രകൃതിയുമായി ഒത്തിണങ്ങി ടെക്നോളജിയാൽ നശിക്കാത്തൊരു ലോകം. കുറേ നല്ല മനുഷ്യരെങ്ങനെയാവണമെന്ന ചിന്ത ഉൾപ്പെടെയാണ് താൻ ഇറങ്ങുന്നതിന് മുൻപ് നോട്ടിൽ എഴുതിയതെന്നും പറഞ്ഞ് ഇരുവരും സ്വർഗ്ഗതുല്യമായ നഗരത്തിലൂടെ നടന്ന് ഒരു ബാറിലേക്ക് കയറുന്നു. ബാർ ടെൻഡറോട് അമാൻഡ ഒരു സ്ഥലത്തെക്കുറിച്ച് ചോദിച്ച് അവർ അതേക്കുറിച്ചുള്ള അഡ്രസ്സ് നൽകുമ്പോൾ താൻ ഇറങ്ങുകയാണെന്നും 2 മണിക്കൂറിനുള്ളിൽ ആ എഴുതി തന്ന റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാനും ഒരു വലിയ സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് ഇരുവരും കവളത്തുമ്മ വെച്ച് പോകുമ്പോൾ 2 പുരുഷ ദമ്പതികൾ അവിടെ എത്തി തങ്ങളുടെ ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിക്കുന്നു ജെയ്സണോട്. ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ അതിന് പ്രത്യുപകാരം എന്ന രീതിയിൽ കുറച്ചു മുന്നേ തങ്ങളും നിങ്ങൾ ഇരുവരുടെയും ഫോട്ടോ എടുത്തിരുന്നെന്നും പറഞ്ഞ് ജെയ്സണും അമാൻഡയും മൊത്തമുള്ളൊരു ചിത്രം നൽകുന്നു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞത് ആ ഹോട്ടലിലേക്ക് പോവുകയാണ് ജെയ്സൺ. കൂറ്റൻ ഉയരത്തിലുള്ള ഡൈനിങ്ങിലേക്ക് എത്തി അവിടെ കുറച്ചധികം സുന്ദരിയായി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന അമാൻഡയുടെ അടുക്കലേക്ക് എത്തുന്നു. എന്ത് സ്വപ്നതുല്യമായൊരു സ്ഥലം, മേഘങ്ങൾക്കും മുകളിൽ. ജെയ്സണ് വേണ്ടിയും ഒരു പുതിയ സ്യൂട്ട് മേടിച്ച് നൽകി അത് ധരിച്ചു വന്നിരുന്നിട്ട് തനിക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ജെയ്സൺ അമാൻഡയുടെ മുന്നിലേക്ക് അവരുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്, ഡെയർ. മുൻപ് ബോക്സിലിരുന്ന് ജെയ്സണോട് തൻ്റെ ഇഷ്ടങ്ങളെപ്പറ്റി പങ്കുവച്ചതിലൊന്ന്. അമാൻഡ എത്തിയിരിക്കുന്നത് തീർച്ചയായും അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു സ്ഥലത്ത് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് അമാൻഡയ്ക്കെങ്കിലും യോജിച്ചൊരു സ്ഥലം കിട്ടിയല്ലോ. ഇരുവരും ആഹാരം കഴിഞ്ഞ ശേഷം അമാൻഡ താൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 2 പേരുടെയും അവിടെയുള്ള വേർഷനുകളെക്കുറിച്ച് തിരക്കി അറിഞ്ഞ കാര്യങ്ങൾ ജെയ്സണോട് പങ്കുവയ്ക്കുന്നു. ഇവിടുത്തെ ജെയ്സൺ ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഇൻഷുറൻസ് പരിപാടിയാണ്. ജെയ്സൺ ചിരിച്ചിട്ട് അത് ബോറിംഗ് എന്ന് പറയുമ്പോൾ അമാൻഡയുടെ വെർഷനാകട്ടെ കഴിഞ്ഞ 2 വർഷമായി മിസ്സിംഗ് ആണ്. തന്നെ പോലെ തന്നെ ജനിച്ച് പലയിടങ്ങളിലായി ജീവിക്കേണ്ടി വന്നവൾ. എന്നാൽ തന്നിൽ നിന്നും വ്യത്യസ്തമായി അവളുടെ പേരൻസ് ജീവിച്ചിരിപ്പില്ല. അതുപോലെ തന്നെ ഒരു സഹോദരനും ഉണ്ടായിട്ടില്ല. പല രാജ്യങ്ങളിലെ പൗരത്വമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അമാൻഡ തൻ്റെ പുതിയ വാനിറ്റി ബാഗ് എടുത്തുകൊണ്ട് ഫേഷ്യൽ റെക്കഗ്നിഷനും കണ്ണരി സ്കാനിങ്ങും വെച്ച് 10 മിനിറ്റിനുള്ളിൽ ഒരു പുതിയ പാസ്പോർട്ട് കിട്ടിയെന്ന് കാണിക്കുന്നു. അമാൻഡ ചിലത് തീരുമാനിച്ചു തന്നെയാണ് അവിടെ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ജെയ്സണും അമാൻഡ ആ ലോകത്ത് നിൽക്കാൻ പോവുകയാണെന്ന കാര്യം ജെയ്സൺ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പതിയെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് എങ്ങനെയെന്ന് ഉറപ്പില്ലാത്ത ഈ ലോകത്ത് നിന്നൊരു തിരിച്ചുപോക്ക് വേണമെങ്കിലെന്ന സാധ്യതയിൽ 2 ലാവൻഡർ ഫെയറി വയലുകൾ നീട്ടുകയാണ്. മുൻപ് പറഞ്ഞ പോലെ സ്വന്തമെന്ന് പറയാൻ ഒരു ലോകമില്ലാതെ ചുറ്റുന്ന അമാൻഡയ്ക്ക് ഇനി ഇതാണ് തൻ്റെ ലോകമെന്ന് പറഞ്ഞ് അത് നിരാകരിച്ചിട്ട് തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഈ ലോകം തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായും പ്രണയം വന്നു തുടങ്ങിയ ജെയ്സണോടും അവിടെ നിൽക്കാൻ പറയുകയാണ്. ജെയ്സൺ എന്നാൽ അത് ചെയ്യാൻ കഴിയില്ലെന്ന വിഷമത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമാൻഡ അറിയാതെ തന്നെ ബാഗിലേക്ക് 2 ഡോസ് ഇട്ട് ഒരിക്കൽ ചുണ്ടോട് ചുംബിച്ച് അവിടുന്ന് പിരിയുകയാണ്. ഇനി ഒരിക്കലും കാണാൻ കഴിയാത്ത, ജന്മത്തിൽ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വിടവാങ്ങൽ. എന്നാൽ ആ വിഷമം കടിച്ചമർത്തി ഇനി മുന്നോട്ട് തന്നെ എന്ന രീതിയിൽ ഇരുവരും സഹിച്ചുകൊണ്ട് അമാൻഡ ആ ലോകത്തേക്കും ജെയ്സൺ ബോക്സിലേക്കും കയറുന്നു. അങ്ങനെ ജെയ്സൺ ബോക്സിൽ ഒറ്റയ്ക്കായി ശേഷിക്കുന്ന ആംബ്യൂൾസ് നോക്കുകയാണ്. 3 എണ്ണം. 1 പ്രയോഗിച്ചെത്തുന്നു. മനസ്സുപോലെ തന്നെ തകർന്നൊരു ലോകം. ശേഷിക്കുന്ന 2-1 കൂടിയെടുത്ത് കതക് തുറന്നെത്തുന്നതും മറ്റൊരു ലോകത്ത്. വീടിനടുക്കൽ പോയി നിന്ന് ഫോണിൽ വിളിച്ച ആ ലോകത്തെ ഡാനിയലോട് തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇനി പറയാൻ സാധിച്ചില്ലെങ്കിലോ എന്ന പോലെ. കാരണം ഇനി ശേഷിക്കുന്നത് കേവലം ഒരു ആംബ്യൂൾ മാത്രമാണല്ലോ. സങ്കടം കടിച്ചു പിടിച്ച് മുകളിൽ നിൽക്കുന്ന തൻ്റെ സ്വന്തം ഡാനിയുമായി സാമ്യമുള്ള ഡാനിയലെ കണ്ട് തിരികെ നടക്കുമ്പോൾ ഒരു കടയിൽ വെച്ചിരിക്കുന്ന മാസ്ക് കണ്ട് ജെയ്സന്റെ മൈൻഡിൽ പല കാര്യങ്ങൾ വരികയാണ്. മുൻപ് തന്നെ തട്ടിക്കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയ വേർഷൻ ധരിച്ച അതേപോലുള്ള മാസ്ക്.
ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് താനും അങ്ങനെ ഈ ലോകത്തേക്ക് ചേക്കേറിയാലോ എന്നുവരെ ആലോചിച്ചുകൊണ്ട് രാത്രി വീട്ടിൽ അതിക്രമിച്ച് കയറുമ്പോൾ അവിടെയുള്ള കുടുംബത്തിൽ ചാർലിയും മാക്സും ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. മേലെ കയറി നിന്ന് ഇരുവരും കിടക്കുന്നത് നോക്കി നിൽക്കുന്നെങ്കിലും ഒരതിക്രമത്തിനും മനസ്സനുവദിക്കാതെ താഴെ കിച്ചണിൽ വന്നിരുന്ന് വെപ്രാളപ്പെടുമ്പോൾ അവിടേക്ക് എത്തുകയാണ് ചാർലിയുടെ ഇരട്ട സഹോദരൻ മാക്സ്. ചാർലി എന്ന് തെറ്റിദ്ധരിക്കുന്ന ജെയ്സണെ താൻ മാക്സ് എന്ന് തിരുത്തി സംസാരിക്കുമ്പോൾ അവിടെയുള്ള ജെയ്സണ് മാക്സിനോട് വെറുപ്പാണെന്ന് മനസ്സിലാക്കി ജെയ്സൺ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജയ് അമാനിനൊപ്പം അടുത്ത സെഷനിൽ. ഇത്തവണ തൻ്റെ പങ്കാളി മറ്റൊരാളെ കണ്ടുമുട്ടിയ കാര്യങ്ങൾ മറച്ചുവെച്ചതും കൂടെ തന്നെ അവർ അപരിചിതനായി കാണുന്നുവെന്നും പറഞ്ഞതിൻ്റെ കാരണത്താൽ ഇറങ്ങിപ്പോവാൻ തോന്നുന്നുവെന്ന് പറയുന്നു ജയ്. അമാൻ പ്രശ്നങ്ങളിൽ നിന്ന് ഓടുന്നതിനെ എതിർക്കുമ്പോൾ സ്വന്തം കാര്യങ്ങൾ തൊട്ടു മുമ്പിലിരിക്കുന്നവരോട് പങ്കുവയ്ക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ കൂടി അറിയേണ്ടതെന്ന് ജയ് അമാനെപ്പറ്റി അമാനോട് തന്നെ പല കാര്യങ്ങളും പറയുന്നത് കേട്ട് നെർവസായി ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ഒടുവിൽ ജയ് വീട്ടിലേക്ക് എത്തുമ്പോൾ പുറത്തു കാത്തിരിക്കുന്നത് ഇത്തവണ മെയ്സൺ. റയാന്റെ സെൽഫോൺ ലൊക്കേഷൻ അവസാനമായി കാണിച്ചിട്ടുള്ളത് ഷിക്കാഗോയിലെ വ്യവസായ സംബന്ധമായ ഒരു സ്ഥലത്താണെന്നും ബാറിൽ നിന്ന് അങ്ങോട്ടേക്കായിരിക്കും നേരെ പോയതെന്നും അതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ജയ് പറയുന്നത് കേട്ടവർ തിരികെ പോകുന്നു. ഈ വഴികളിലുള്ള ഏതെങ്കിലും CCTV ഫുട്ടേജ് തപ്പിയെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അന്വേഷണം വെയർഹൗസിനടുക്കൽ വരെ എത്തിയെന്ന് മനസ്സിലാക്കി ജയ് ചെയ്യുന്ന പരിപാടി വളരെ കോമഡിയാണ്. ജയ് നേരെ വെയർഹൗസിലെത്തി ബോക്സിന്റെ കോൺക്രീറ്റ് സീൽ പൊട്ടിച്ചു കയറി മറ്റൊരു യൂണിവേഴ്സിലെത്തി അവിടെയുള്ള റയാന്റെ വെർഷൻ, കാർ മെക്കാനിക്കായ ഒരു വെർഷൻ. നീളൻ മുടിയൊക്കെയുള്ള ആള് മെക്കാനിക്കായത് എങ്ങനെയെന്നാൽ സ്കൂൾ ടൈമിൽ നല്ല തലയായതുകൊണ്ട് തന്നെ സ്കോളർഷിപ്പിന് സെലക്ട് ചെയ്തതായിരുന്നു. ഒരു പാർട്ടിക്ക് വെള്ളമടിച്ച ശേഷം സുഹൃത്തുമായി ടോസ് ഇട്ടു ആര് വണ്ടി ഓടിക്കുമെന്ന്. ആ ടോസ് തനിക്ക് വീണു. വെള്ളമടിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചു. സ്കോളർഷിപ്പും ക്യാൻസലായി. ഈ റയൻ വെർഷൻ്റെ അടുത്തെത്തിയ ജയ് ചോദിക്കുകയാണ്, അന്ന് ആ വണ്ടി ഓടിച്ചില്ലായിരുന്നെങ്കിൽ എവിടെ എത്തിയെന്ന് ചിന്തിക്കാറുണ്ടോ? എല്ലാം നശിച്ച സമയത്തും ചിന്തിക്കും. ജയ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കോളർഷിപ്പ് കട്ടായ റയനെ മദ്യം കൊടുത്ത് പൂസാക്കി താൻ നിൽക്കുന്ന ലോകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് അന്ന് സ്കോളർഷിപ്പ് കിട്ടി ഇപ്പം പാവിയ പ്രൈസ് വരെ നേടിയ ആ റയൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് കുളിപ്പിച്ച് മുടിയൊക്കെ വെട്ടി സെറ്റ് ചെയ്ത് കട്ടിലിൽ കിടത്തുന്നു. ഫോണും ഓണാക്കി വെച്ച് ജയ് തിരികെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എത്ര മണിക്കൂർ കൊണ്ടാണ് ഒരു മെക്കാനിക്കിൻ്റെ ജീവിതം മാറിയത്. ഇനി ഉറക്കമണിയിക്കുമ്പോൾ ഈ റയൻ്റെ അവസ്ഥയോർത്ത് ചിരി വരുന്നു. മറ്റേ റയനാണെങ്കിൽ അടിപൊളി ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട് താനും. ഡ്യൂപ്ലിക്കേറ്റിലെ സുരാജിൻ്റെ അവസ്ഥ വരാൻ ഇട്ട് കൊടുത്തിട്ട് ജയ് തിരികെ വീട്ടിലേക്ക് മനസ്സമാധാനത്തോടെ വരികയാണ്. ഇനി അന്വേഷണങ്ങൾ ഉടനെ അവസാനിച്ചോളും. മാത്രമല്ല ഡാനിയലയോട് ഒന്നും പറയാനും പോണില്ല. ആ സമാധാനമുണ്ടെങ്കിലും ഉള്ളിൽ കയറി ഡാനിയലയെ ഫേസ് ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ ആകെ ശേഷിക്കുന്ന ഒരു ആംബ്യൂൾ. ലാവൻഡർ ഫെയറി. അതുമായി ബോക്സിലിരുന്ന് ജെയ്സൺ എഴുതുകയാണ് ഡാനിയലയെ ആദ്യമായി കണ്ടതേക്കുറിച്ച്. നെഞ്ചിലെന്തോ കുത്തിക്കേറിയ പോലുള്ള തോന്നലിനെക്കുറിച്ച്. അവളുടെ ചുണ്ടുകൾ, ചിരി. അതാണെൻ്റെ ലോകം. ഇന്ന് നമ്മുടെ മകൻ മാക്സ് ജീവിച്ച ഒരു ലോകത്ത് നിന്നും വിടവാങ്ങുകയാണ്. നിന്നോടൊപ്പം ജീവിക്കാനായി എൻ്റെ ഒരു വെർഷനെ കൊല്ലാൻ വരെ ചെന്ന് നിന്നു. എന്നാൽ അതല്ല ജീവിതം. എനിക്കെൻ്റെ ജീവിതമാണ് വേണ്ടത്. ഈ യാത്രകളുടെ എല്ലാം മുൻപുണ്ടായിരുന്ന ഒരു ജീവിതം. നീയുമൊത്തുള്ള ആ ജീവിതത്തിൻ്റെ ലോകമാണ് എനിക്ക് വേണ്ടത്. അവസാന ഡോസ് എടുത്ത് നെർവസായി കരച്ചിൽ വന്ന് കതക് തുറക്കുകയാണ് ജെയ്സൺ. ചുറ്റുമെന്തോ വലിഞ്ഞുകൊണ്ടുള്ള ഇരുട്ട്. പതിയെ നീങ്ങുമ്പോൾ അത് കോൺക്രീറ്റ് സീൽ. ഓ ഗോഡ്, ഫൈനലി ജെയ്സൺ എത്തിയിരിക്കുന്നു. രോമാഞ്ചം. മെയ്സന്റെ വാക്കുകളിൽ ടെൻഷനായി കടലിലുള്ള റയൻ മീനുകളിൽ നിന്നൊന്നിനെ പിടിക്കാൻ ജയ് പൊളിച്ച ബോക്സിന്റെ സീൽ. അതിൽ കൂടെ ജെയ്സൺ വന്നിരിക്കുന്നു. നടന്നവിടെ കാണുന്നതോ ഒരൊഴിഞ്ഞ ആംബ്യൂളും. മുൻപ് ലൈറ്റും ജെയ്യും ആദ്യമായി പുറത്തുനിന്ന് കുടിച്ച ആംബ്യൂൾ കുപ്പി. ജെയ്സൺ ബസ്സിൽ കയറി വീട്ടിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇറങ്ങി ആദ്യം ചെല്ലുന്നത് വില്ലേജ് ടാപ്പിൽ. പേടിച്ച് പതിയെ കയറുന്നതും ബാർടെൻഡർ. യെസ് സാർ, എന്ത് വേണം? നിനക്കെന്നെ അറിയില്ലേ? തീർച്ചയായും. ജെയ്സൺ ഓടി വന്ന് സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചിറങ്ങി വീട്ടിലേക്ക് ഓടുകയാണ്. വീഴുന്ന മഞ്ഞിലൂടെ. വീടിനടുക്കലേക്ക് എത്തുന്നതും പതിയെ നടന്ന് ജനലിലൂടെ നോക്കുന്നു. ഡാനിയലയും ചാർലിയും ഇരിക്കുന്നു. ഒടുവിൽ തൻ്റെ ജീവനുകളെ കണ്ടെത്തിയ ജെയ്സന്റെ ആശ്വാസം. പെട്ടെന്ന് അവിടേക്ക് ജയ് വരികയാണ്. ജെയ്സൺ കുറച്ചു മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ ജയ് വന്ന് ഡാനിയോട് പറയുന്നത് താൻ റയാനെ ദൂരെയുള്ള ഒരു ബാറിൽ നിന്നും കണ്ടെത്തിയെന്നും വല്ലാത്ത അവസ്ഥയാണ്, അപ്പാർട്ട്മെന്റിലാക്കി ഗേൾഫ്രണ്ട് മിൻഡിയെ അറിയിച്ചിട്ടുണ്ടെന്നും പറയുന്നതെല്ലാം കേട്ട് ജെയ്സൺ നേരെ അവിടെയുള്ള ഒരു ഷോപ്പിലെത്തുന്നു. ആയുധ വിൽപ്പന നടത്തുന്ന കട. തോക്ക്, ഷോട്ട് ഗൺ, കത്തി എന്നുവേണ്ട സകല ഐറ്റങ്ങളുമുണ്ട്. ഇതുപോലൊരു കട നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എന്തായിരിക്കും കഥയെന്ന് ആലോചിച്ചു പോയി. ജെയ്സൺ ഒരു തോക്കെടുക്കുമെങ്കിലും അതിന് നിയമപ്രകാരമായ ഒരു ഐഡി ആവശ്യമാണ്. ഫയർ ആം ഓണേഴ്സ് ഐഡന്റിഫിക്കേഷൻ കാർഡ്. അതെന്താണെന്നൊരു പിടിയുമില്ലാത്ത ജെയ്സൺ ഒടുവിൽ ഒരു കത്തിയും പെപ്പർ സ്പ്രേയുമായി ഇറങ്ങിപ്പോകുന്നു. സെയിൽസ് ലേഡി പോയ ഉടനെ അവിടെല്ലാം ഒന്ന് തുറച്ച് വൃത്തിയാക്കി നോക്കുമ്പോൾ അയാൾ ദേ വീണ്ടും വെപ്രാളത്തിൽ ഓടി വരുന്നു. എന്താ സാർ, കത്തി വേണ്ടായിരുന്നോ? എന്താ? അല്ല, എനിക്കൊരു തോക്ക് വേണം. പക്ഷേ എന്താ അതിൻ്റെ പരിപാടികളെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിപ്പോഴല്ലേ സാർ അതിനെപ്പറ്റി സംസാരിച്ചത്? ആൾ ഷോക്കാവുകയാണ്. അത് ജയ്യാണ്.
നിങ്ങൾക്കിരട്ട സഹോദരനുണ്ടോയെന്നും കുറച്ചു മുൻപായി 1 മിനിറ്റ് മുന്നേ കത്തിയും പെപ്പർ സ്പ്രേയുമായി പോയത് നിങ്ങൾ തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയ് ആകെ വെപ്രാളത്തിൽ പുറത്തേക്ക് വന്ന് ചുറ്റും നോക്കുകയാണ്. എത്തേണ്ട ആൾ അവിടേക്ക് എത്തി എന്ന തിരിച്ചറിവിൽ. ജെയ്സണും ജെയ്യും ഇരുവരും ഇനി മൾട്ടിവേഴ്സിലല്ല, യൂണിവേഴ്സിൽ, ഒരേ ലോകത്ത്. ആക്രമണത്തിനൊരുങ്ങി ജെയ്സണും ഡിഫെൻഡ് ചെയ്യാൻ ജെയ്യും. ഗൺ ഷോപ്പിൽ നിന്നും തിരിച്ചെത്തിയ ജെയ് അവിടെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന ചാർലിയോട് ഡാനി എവിടെ പോയെന്ന് തിരക്കുമ്പോൾ മിൻഡിയുടെ വിഷമം കേട്ട് റയാൻ്റെ അടുക്കലേക്ക് പോയതായി പറയുന്നു. ജെയ് ട്രാഷ് ബാഗും എടുത്ത് ചുറ്റും ശ്രദ്ധയോടെ നോക്കി ഗാർബേജ് ബോക്സിൽ ഇടാൻ ഒരുങ്ങുന്നതും അതാ ജെയ്സൺ വന്നിടിച്ചിടുകയാണ്. നമ്മൾ കാത്തിരുന്ന നിമിഷം. ഇരുവർക്കും ഒരേ ബലമാണ്, എന്നാൽ മനസ്സിൻ്റെ ബലം കുറഞ്ഞിരിക്കുന്നത് ജെയ്സണും. രണ്ടുപേരും തമ്മിൽ പിടിയും വലിയും കഴിഞ്ഞ ഉടനെ ജെയ്സണിന്റെ മേൽ കയറി തല തറയിൽ അടിച്ചടിച്ച് ബോധം കെടുത്തുന്നു. ചോര നല്ല രീതിയിൽ തലപൊട്ടി ഒഴുകുന്നു. ജെയ്സൺ മരിച്ചിരിക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ വരെ എത്തിയത് ഇങ്ങനെ തീരാനായിരുന്നോ? ഇനി എന്താണെന്ന് നോക്കാം. ഡാനി റയാൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയാണ്. മിൻഡി ഡാനിയോട് വിഷമിച്ച് സംസാരിച്ചതിന് കാരണം പരസ്പര ബന്ധമില്ലാത്ത സംസാരത്തിൽ നിൽക്കുന്ന റയാൻ്റെ കാരണത്താൽ. സ്വാഭാവികം. വാൾ വെച്ചുകൊണ്ടിരിക്കുന്ന റയാനെ വിളിക്കുകയാണ് ഡാനി. ഒന്ന് നോക്കിയിട്ട് റയാൻ, നിങ്ങൾക്കെങ്ങനെ എന്നെ അറിയാം? ഞാൻ ഡാനിയലെയാണ്. ഹോണ്ട സിവിക് വണ്ടിയുടെ ഓണർ ഡാനിയലെയാണോ? അതേ, അത് തന്നെ. എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി റയാനോട് സൗമ്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. താനൊരു കാർ മെക്കാനിക്കാണെന്നും അവസാനം നടന്നതായി ഓർമ്മയുള്ളത് ഷിക്കാഗോയിലെ ഒരു ബാറിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരാൾ വന്ന് അയാളുടെ ചിലവിൽ കുറെ മദ്യം മേടിച്ചു തന്നുവെന്നും റയാൻ ഓർത്തെടുക്കുമ്പോൾ ഡാനി ജെയുടെ ഫോട്ടോ കാണിച്ച ആൾ അതാണെന്ന് തിരക്കുമ്പോൾ അതാണെന്ന് പറയുന്നതിനെ തുടർന്ന് മിൻഡിക്കൊരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൻ്റെ കോൺടാക്ട് നൽകി അവിടം വിടുമ്പോൾ അതേ രാത്രിയിൽ തന്നെ മറ്റൊരാൾ ഒരു പൊതിയുമായി നടക്കുന്നു. കയ്യിലെ മോതിരവിരലിൽ റബ്ബർ ബാൻഡ്. വെയിറ്റ്, അത് ജെയ്സൺ അല്ലേ? പുള്ളിയല്ലേ ഒരിക്കൽ മോതിരവിരലിൽ ഡാനിയല വർഗാസിൻ്റെ ഹെയർ ബാൻഡ് ഇട്ടതായി കണ്ടത്? ആൾ കയറിപ്പോകുന്നത് യഥാർത്ഥ ലോകത്തെ മൈൽഷെയർ ഹോട്ടലിലേക്ക്. റൂമിൽ ചെന്ന് പുതുതായി മേടിച്ച കത്തി എടുക്കുന്നു. അതെ, അത് ജെയ്സൺ തന്നെയാണ്. അപ്പോൾ കുറച്ചു മുന്നേ ജെയ് കൊന്നത് ഏത് ജെയ്സൺ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്തായാലും ഇത് നമ്മുടെ ജെയ്സൺ എന്ന് തന്നെ വയ്ക്കാം. നമ്മുടെ ഹീറോയ്ക്ക് മരണമില്ലെന്നല്ലേ? ജെയ്സൺ കത്തിയും പെപ്പർ സ്പ്രേയും വെച്ച് കഥ കടച്ച് ഇടനാഴിയിൽ കൂടെ നടന്നു വരുന്നതും തൊട്ടടുത്തുള്ള മറ്റൊരു മോറി പൂട്ടിയിറങ്ങുന്ന വേറൊരു ജെയ്സൺ. ഇത് കണ്ട് ഇരുവരും അന്തിച്ച് നിന്നിട്ട് നമ്മുടെ ജെയ്സൺ ധൃതിയിൽ ഇറങ്ങി പോകുമ്പോൾ പുള്ളിയെ ഫോളോ ചെയ്ത് വരികയാണ് തൊപ്പി ജെയ്സൺ. ഇതേ സമയം ജെയ് കൊന്ന ജെയ്സന്റെ ബോഡി കവറപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ജെയ്സൺ അങ്ങനെ നടന്ന് തൊപ്പി കാണാതെ ഓടി വില്ലേജ് സ്റ്റാപ്പിലേക്ക് കയറുന്നു. ബാറിലെത്തിയ പാടെ ബാർ ടെൻഡറോട് ഒരു ഡ്രിങ്ക്സ് ചോദിക്കുമ്പോൾ ഉടനെ അയാൾ, ഇത്ര പെട്ടെന്ന് കുടിച്ചു കയറുന്നോ? ജെയ്സൺ നോക്കുമ്പോൾ അത് ബാറിലിരിക്കുന്നു മറ്റൊരു ജെയ്സൺ. ബാർ ടെൻഡർ ഇരുവരെയും കണ്ട് കിളിപോയി നിൽക്കുമ്പോൾ ജെയ്സൺ നേരെ ബാറിലിരിക്കുന്ന ജെയ്സൺ അടുക്കലേക്ക് പതിയെ ചെന്നിരിക്കുന്നു. സംഭവം വേറൊന്നുമല്ല, ഇതെല്ലാം ജെയ്സന്റെ പല വേരിയൻറ്റുകളാണ്. എങ്ങനെയെന്നാൽ വെലോസിറ്റിയിൽ നിന്ന് അമാൻഡയുമൊത്ത് ബോക്സിൽ കയറി രക്ഷപ്പെട്ട ജെയ്സൺ. കക്ഷി തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ലാവൻഡർ ഫെയറി എടുത്ത് ഓരോ ഡോർ തുറക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ജെയ്സൺ ഒരു ഡോർ തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ആ ചോയ്സിൽ നിന്ന് മാറി മറ്റൊരു കഥ തുറന്നു കടന്ന ജെയ്സൺ വേരിയൻറ്റിൻ്റെ ടൈം ലൈൻ അവിടെ രൂപപ്പെട്ടു. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജെയ്സൺ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളുള്ള ഷിക്കാഗോയിലേക്കുള്ള വാതിൽ തുറന്നപ്പോൾ അതേസമയം തന്നെ ആ കഥക് തുറക്കാതെ കൊടുങ്കാട്ടിലേക്കുള്ള വാതിൽ തുറക്കുന്ന ജെയ്സന്റെ ഒരു സമാന്തര വെർഷൻ കൂടി വന്നു, മറ്റൊരു ഓൾട്ടർനേറ്റ് വെർഷൻ. അങ്ങനെ ജെയ്സന്റെ മിക്ക വേരിയൻറ്റുകളും അവിടെ യഥാർത്ഥ ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോമൺ ഫാക്ടർ എന്തെന്നാൽ ഇവരെല്ലാം ജെയ് തള്ളിവിട്ട അതേ ജെയ്സൺ തന്നെയാണ്. അമാൻഡയുടെ സഹായത്താൽ ബോക്സിൽ കയറിപ്പെട്ട ജെയ്സൺ. ബോക്സിൽ എത്തിയതിനു ശേഷം പല വേർഷനുകളായി സ്പ്ലിറ്റായി. ഇവരുടെ എല്ലാം ലക്ഷ്യം തങ്ങളെ കൊല്ലാക്കൊല ചെയ്ത ജെയ്യെ വകവരുത്തുക എന്നുള്ളതും. നമ്മുടെ ജെയ്സൺ തൻ്റെ സ്വന്തം ലോകത്തെത്തിയത് ഈ രാത്രിയാണെങ്കിൽ ഈ ഇരിക്കുന്ന ജെയ്സൺ 2 എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ്. അമാൻഡ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ലോകത്തെത്തിയത് നമ്മൾ കണ്ടപ്പോൾ ജെയ്സൺ 2വിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമാൻഡ ഒരു ഇരുണ്ട അപകടകരമായ ലോകത്തെത്തിയത് വഴി അവിടെ വെച്ച് മരണപ്പെട്ടു. പരിക്കുകളോടെ ജെയ്സൺ 2 രക്ഷപ്പെടുകയും ചെയ്തു. ജെയ്സണെ പോലെ തന്നെ ലാസ്റ്റ് ട്രാക്കിൽ എത്തിപ്പെട്ട മറ്റൊരു ഭാഗ്യവാൻ. ചാർലി വഴി മാത്രം അറിയുന്ന കാങ്കങ്കി എന്ന ഫോറസ്റ്റ് റിസർവ് ഏരിയയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടാനാണ് ജെയ്സൺ 2വിൻ്റെ പ്ലാൻ. കുഴി വരെ എടുത്തു കഴിഞ്ഞു. അതേക്കുറിച്ച് താനും ആലോചിച്ചതായി ജെയ്സണും. നമ്മളെല്ലാം ജെയ്സൺ ആണെന്നും ജെയ്യെ കൈക്കിട്ടിയാൽ പകരം വീട്ടുമെന്നും പറഞ്ഞ് ജെയ്സൺ 2 ബാറിൽ നിന്നും പോകുമ്പോൾ ദ റിയൽ പ്രോബ്ലം തുടങ്ങാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. നിലവിൽ ജെയ്സണ് തൻ്റെ വേരിയൻറ്റിനെയും സബ് വേർഷൻസിനെയും തുടച്ചു കളയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ജെയ്സൺ ആ രാത്രി ഒരു പാർക്ക് ബെഞ്ചിലിരുന്ന് നേരം വെളുപ്പിച്ച ശേഷം ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് റൂഡായി ഒരു സിഗരറ്റ് വലിക്കുകയാണ്. ജീവനക്കാരെയും വന്നിരിക്കുന്നവരെയും എതിർത്ത് പൊതുസ്ഥലത്ത്, അതും ഹോട്ടലിൽ പുകവലിച്ചതിന് ഒടുവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. വരുന്ന ഡിറ്റക്റ്റീവ് ആവട്ടെ വെലോസിറ്റി ഗുണ്ട ഡോണിൻ്റെ വെർഷനും. നിങ്ങളങ്ങനെ ഡിറ്റക്റ്റീവാ എന്ന് ചോദിച്ച് വണ്ടിയിൽ കയറി പോകുന്ന ജെയ്സൺ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറസ്റ്റിലായാൽ ജാമ്യത്തിനായി അറിയുന്നവരെ വിളിപ്പിക്കും. അപ്പോൾ ഡാനിയലെ തൻ്റെ മുന്നിലേക്ക് വരുത്താൻ സാധിക്കും. കാര്യങ്ങൾ വിശദമായി പറയാൻ കഴിയും.
ആർട്ട് ഗാലറിയിൽ നിന്നും കുറച്ച് സാധനങ്ങൾ എടുക്കണമെന്നും പറഞ്ഞ് ഡാനിയല ജെയ്യോട് പഴയ സിവിക് കാർ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ കാർ എടുത്താൽ മതിയെന്ന് കട്ടിക്കുള്ള സംസാരം. കാരണം കഴിഞ്ഞ രാത്രി കൊന്ന ജെയ്സന്റെ ബോഡി കാറിന്റെ ഡിക്കിയിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്കുള്ള യാത്രയിൽ ഇത്തവണ വണ്ടി ഓടിക്കുന്നതും ജെയ്യാണ്. ഉള്ളിൽ ഒരു വേവലാതിയുണ്ട്. തീർച്ചയായും ബോക്സ് നിർമ്മിച്ച ആൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. ഷിക്കാഗോ യൂണിവേഴ്സിറ്റി കാണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകുന്നതിനെ ചാർലി എതിർത്ത ശേഷം കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുന്നു. യൂണിവേഴ്സിറ്റിയിലെത്തി താൻ പഠിച്ച സ്ഥലത്തെപ്പറ്റി മകനോട് പറയുമ്പോഴാകട്ടെ അവിടെ ജാക്കറ്റ് ധരിച്ച ജെയ്സന്റെ മറ്റൊരു വെർഷനെത്തി പിന്തുടരുന്ന ശ്രദ്ധയിൽപ്പെട്ട് ചാർലി കാണാൻ ഇടവരാതെ ധൃതിയിൽ നടന്നകത്തേക്ക് കൊണ്ടുപോകുന്നു. ഗാലറിയിലേക്കെന്ന് പറഞ്ഞ് ഡാനിയൽ എത്തുന്നത് ആ സ്റ്റോറേജ് യൂണിറ്റിലേക്കാണ്. ഇത്തവണ പൂട്ട് കുത്തിപ്പൊളിച്ച് അതിനുള്ളിൽ എന്തൊക്കെയാണെന്ന് പരതുകയാണ്. ഒരു മൊബൈൽ ഫോൺ, ജെയ്യുടെ യഥാർത്ഥ ഫോൺ. അതിൽ ജെയ്സനെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിൽ ഒളിഞ്ഞു നിന്നെടുത്ത ചില ഹിഡൻ ഫോട്ടോസ് കാണുന്നു. മുൻപ് വെലോസിറ്റിയിലെത്തിയെടുത്ത 2 ബാഗുകളിലൊന്നും അതിൽ നിറഞ്ഞിരിക്കുന്ന വയലുകളും. കൂടാതെ ആ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത റോബർട്ട് കെന്നഡിയുടെ മുഖം അച്ചടിച്ചിട്ടുള്ള $, പണക്കെട്ടുകളും. റയാൻ എന്ന പേരിലെ മെക്കാനിക് യൂണിഫോം കൂടി കണ്ട് അന്തം വിട്ടു നിൽക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ് സ്റ്റേഷനിൽ നിന്നും. ജെയ് ചാർലിയെ കൂട്ടി ലൈബ്രറിയിൽ കയറി ജാക്കറ്റ് ജെയ്സൺ പിന്തുടരുന്നത് കണ്ട് ഉടൻ താഴെ ഇറങ്ങി ചാർലിയോട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് മറ്റൊരു സ്ഥലത്തെത്തി തന്നെ മീറ്റ് ചെയ്യാനായി പറഞ്ഞു വിടുന്നെങ്കിലും മനസ്സില്ലാ മനസ്സോടെ അവൻ വണ്ടിയെടുക്കുമ്പോൾ ജെയ് ആകട്ടെ ലൈബ്രറി വഴി ഓടി ഒളിക്കാൻ ശ്രമിക്കുമ്പോൾ ജാക്കറ്റ് ജെയ്സൺ പിറകെ തന്നെ വിടാതെ പിന്തുടരുന്നു. എന്നാൽ ഈ ജെയ്സണ് കാലിന് പരിക്കുകളൊക്കെ ഉണ്ടായതുകൊണ്ട് പതിയെയാണ് ഓടുന്നത്. അങ്ങനെ പിന്തുടരുന്ന് കാണാതായി ഒരു ബാത്റൂമിനടുത്ത് നിൽക്കുന്നതും ജെയ് ഓടി വന്ന് ബാത്റൂമിലേക്ക് തള്ളിയിട്ട ശേഷം ഇരുവരും പൊരിഞ്ഞടി. ജാക്കറ്റ് ജെയ്സൺ ആകട്ടെ ജെയ്സന്റെ അതേ മനസ്സായതുകൊണ്ട് തന്നെ കത്തിയൊക്കെ കരുതിയിട്ടുണ്ട്. ആ കത്തിയെടുത്ത് കുത്താനായുമ്പോൾ ജെയ് ഒന്ന് പേടിക്കുമെങ്കിലും ഒടുവിൽ ഒരു പൂട്ടിട്ട് കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ആ വേരിയന്റിനെയും വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു. ശരീരത്തെ മറവ് ചെയ്യാൻ തുനിയുമ്പോൾ ചാർലി ഈ സമയം എങ്ങനെയൊക്കെയോ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് യൂണിവേഴ്സിറ്റിക്ക് പുറത്ത് കടക്കാൻ നേരം ഒരു ഹമ്പിൽ കയറുന്നതും പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത് കേട്ട് സൈഡാക്കി പിറകിലൊക്കെ നോക്കുന്നു. സംഭവം ഡിക്കിയിലെ ബോഡി ഹമ്പിൽ കയറിയപ്പോൾ ഒന്ന് ജമ്പായതാണെന്ന് ചാർലി അറിയുന്നില്ലല്ലോ. നോക്കി തിരികെ കയറുന്നതും പോലീസ് വാഹനം അവിടെ എത്തുന്നു. ലൈസൻസ് ഇല്ല, ലേണേഴ്സ് പെർമിറ്റ് ഓൺലി. അങ്ങനെ പെട്ടു നിൽക്കുമ്പോൾ എന്തായാലും ജെയ് ഓടി അണച്ചു വന്ന് തന്റെ മകനാണെന്നും പറഞ്ഞ് സംഭവം നൈസായി സെറ്റിലാക്കി വണ്ടിയിൽ കയറി ഇരുവരും അവിടുന്ന് സ്കൂട്ടാവുമ്പോൾ ഇന്നേരം ജെയ്സനെ ഇറക്കാൻ സ്റ്റേഷനിലെത്തുന്ന ഡാനിയല. ചാർലിയുടെ സംഭവത്തിനും സർപ്രൈസ് ഗിഫ്റ്റ് പ്രശ്നത്തിലും കുറച്ചുടക്കി നിന്നത് മൂലം പൊതുസ്ഥലത്തെ പുകവലിക്ക് പോലീസ് പിടിച്ചതോടെ ഡാനിയലയുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ ജെയ്സൺ പറയുന്നതോ താൻ അന്ന് വില്ലേജ് ടാപ്പിൽ പോയതിൽ പിന്നെ കണ്ടിട്ടേയില്ലെന്നും വീട്ടിലുള്ളത് തന്റെ മറ്റൊരു വെർഷനാണെന്നും അവൻ ബോക്സ് നിർമ്മിച്ച് വേറൊരു റിയാലിറ്റിയിൽ നിന്നും അവിടെ എത്തി തന്നെ അങ്ങോട്ടേക്ക് തള്ളിവിട്ടതാണെന്നുമൊക്കെ പറയുമ്പോഴുണ്ടോ ഡാനിയലെ വിശ്വസിക്കുന്നു. വന്നൊടുവിൽ ഇയാൾക്കും ഭ്രാന്ത് പിടിച്ചെന്ന രീതിയിൽ ഇതൊന്നും അംഗീകരിക്കാതെ നിൽക്കുമ്പോൾ ജെയ്സൺ അവസാനമായി ഒരു കാര്യം ആവശ്യപ്പെടുകയാണെന്നും പറഞ്ഞ് തന്റെ ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറയുന്നു. മടിച്ചാണെങ്കിലും ഡാനി ഫോണിൽ വിളിക്കുമ്പോൾ മറുതലപ്പിൽ ജെയ് ഫോൺ എടുത്ത് ഹലോ പറയുന്ന പാടെ ഞെട്ടി കട്ട് ചെയ്യുകയാണ്. തന്റെ മുന്നിൽ ജെയ്സൺ നിൽക്കുമ്പോൾ അതേ സ്വരത്തിൽ അയാളുടെ തന്നെ ഫോൺ എടുത്ത് സംസാരിച്ചത് ആരെന്ന് നിശ്ചയിച്ച് നിൽക്കുമ്പോൾ ജെയ്സൺ ആകട്ടെ അത് മറ്റൊരാളാണെന്ന് തെളിയിക്കാനുള്ള അടുത്ത പ്ലാൻ. കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസിന് കീസ് എന്ന സ്ഥലത്ത് ട്രിപ്പിന് പോയതെപ്പറ്റി ചോദിക്കാൻ പറയുകയാണ്. കീസിൽ ട്രിപ്പ് പോയിട്ടേ ഇല്ല. അതെ എനിക്കറിയാം, പക്ഷെ അത് അവനറിയില്ല. തിരിച്ചു വിളിക്കുന്ന ജെയ്യോട് ഈ ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴാകട്ടെ നല്ല അനുഭവമായിരുന്നുവെന്നും ഇനിയും അവിടെ പോകണമെന്നും ഇപ്പോൾ അത്യാവശ്യമായി വീട്ടിൽ വരണമെന്നും പറയുന്നത് കേട്ടപാടെ ഡാനിയല ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ, ഇതെങ്ങനെ സാധ്യമാണെന്ന് ഒരത്തും പിടിയുമില്ലാതെ. കുറച്ചു നേരം നിന്നിട്ട് എങ്ങനെയും ചാർലിയുടെ അടുത്തെത്തണമെന്ന് പറയുമ്പോൾ അവനെ കൂട്ടി തൻ്റെ അടുക്കലേക്ക് വരാൻ പറയുന്നു ജെയ്സൺ. എന്നാൽ സ്ഥലം തീരുമാനിക്കേണ്ടത് ഡാനിയല. കാരണം താൻ ചിന്തിക്കുന്ന പോലെ തന്നെയാണ് അവനും ചിന്തിക്കുക. അങ്ങനെ ഇരുവരും പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു കോഡ് വേർഡ് ജൂപ്പിറ്റർ അതും മനസ്സിൽ വെച്ച് ജെയ്സൺ ഡാനിയല പറയുന്ന സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ ഡാനി നേരെ വീട്ടിലേക്ക് എത്തുന്നു. ചാർലിയുടെ ഫോണിലേക്ക് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി വരാനായി മെസ്സേജ് അയച്ചാലോ എന്ന് ചിന്തിച്ചിട്ട് വേണ്ട, തൽക്കാലം വീട്ടിലെന്താ നടക്കുന്നത് നോക്കാം എന്നുള്ളിൽ വരുമ്പോൾ ജെയ് തകർത്ത് പാക്കിംഗ് നടത്തുകയാണ്. കാര്യം തിരക്കുമ്പോൾ താനെല്ലാം വിശദമാക്കാം, പക്ഷേ ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നും ഇത് ലൈറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായുള്ള പ്രശ്നമാണെന്നും ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ജെയ് പെട്ടെന്ന് ഒരുങ്ങാൻ നിർബന്ധിക്കുമ്പോൾ ഡാനി നേരെ ചാർലിയുടെ അടുത്തേക്ക് വന്ന് കാര്യം പറയാൻ ഒരുങ്ങുമ്പോൾ തൊട്ടുപിറകെ വെപ്രാളത്തിൽ ജെയ് അവിടെത്തി ഒന്ന് വരാൻ വിളിച്ചിട്ട് പേടിക്കേണ്ട, കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഡാനിയലെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ താഴെ എത്തി ചാർലിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. അച്ഛൻ അറിയാതെ ഉടനെ തന്നെ വീടിന് വെളിയിലേക്ക് വരാൻ. ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതുകൊണ്ട് താഴെ ഇറങ്ങിയിടുന്ന ജെയ് ഇത് കണ്ട് എന്താ ചെയ്യുന്നതെന്ന് സംശയിക്കുന്ന പാടെ ആ മെസ്സേജ് ചെല്ലുന്ന ചാർലിയുടെ ഫോൺ ഇരിക്കുന്നത് ഇരുവർക്കും നടുവിലുള്ള മേശയിൽ. അങ്ങനെ നിൽക്കുമ്പോൾ ചാർലി പെട്ടിയുമായി ഇറങ്ങി വരുന്നത് കണ്ട് ഫോൺ എടുത്ത് കൊടുത്ത് സാധനങ്ങളെല്ലാം വണ്ടിയിലാക്കാൻ പറഞ്ഞിട്ട് ഡാനി ജെയ്യോട് ബേസ്മെന്റിലെ തന്റെ സാധനങ്ങൾ എടുക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ബേസ്മെന്റിലേക്കുള്ള കതക് തുറക്കുന്ന ഉടനെ ഡാനി ജെയ്യെ തെള്ളിയിടുകയാണ്. ഡാനി ഒന്ന് അറച്ചു നിന്ന് നോക്കിയിട്ട് നേരെ ഓടി പുറത്തു വന്ന് ചാർലിയുടെ വണ്ടിയിൽ കയറാൻ പറഞ്ഞിട്ട് ഡാനി വണ്ടിയെടുത്ത് ഓടിക്കുമ്പോൾ പെട്ടെന്നൊരു വണ്ടി കുറുക്കിന് വന്ന് നിന്നിട്ട് അതിൽ നിന്നും ജെയ്സൺ ആ വണ്ടി സേഫ് അല്ലെന്നും പറഞ്ഞ് ഇതിലേക്ക് കയറാൻ പറയുന്നു. ഡാനി ഇത് കണ്ടപാടെ ചാർലിയെ കൂട്ടി ജെയ്സണോടൊപ്പം വണ്ടിയിൽ കയറി പായുമ്പോൾ ചാർലി എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഷോക്കിൽ.
വണ്ടിയിലിരുന്ന് ജെയ്സൺ ഡാനിയോട് നീ പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്നും ഞാൻ വില്ലേജ് ടാപ്പിൽ പോയ ശേഷം എന്നെ മറ്റൊരു ജെയ്സൺ പിടിച്ചുകൊണ്ടുപോയെന്നും അതിനുശേഷം ഇപ്പോഴാണ് എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നതെന്നും പറയുമ്പോൾ ഡാനിക്ക് വീണ്ടും സംശയം. കാരണം ഇത് ജെയ്സൺ അല്ല, ജെയ്സന്റെ വേറെ ഏതോ വെർഷനാണ്. വണ്ടി നിർത്താൻ സംശയത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ മറ്റൊരു വണ്ടി പാഞ്ഞു വന്ന് കയറ്റുന്നു. നോക്കുമ്പോൾ അതിലും ഒരു ജെയ്സൺ. വലുതായി പരിക്കുകളൊന്നും പറ്റാതെ ഇരുവരും ഇറങ്ങി ഓടുകയാണ്. ഡാനി മുൻപ് യഥാർത്ഥ ജെയ്സണോട് കാത്തു നിൽക്കാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക്. അവിടെ എത്തുന്ന പാടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ജെയ്സണോട് കോഡ് വാക്ക് പറയാൻ പറയുകയാണ്, ജൂപ്പിറ്റർ. ഡാനിക്ക് ആശ്വാസം. ജെയ്സൺ ചാർലിയെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ദേഷ്യവും സന്തോഷവും സങ്കടവും കലർന്ന ഡാനിയലയുടെ നോട്ടം. ബേസ്മെൻറ്റിലെ വീഴ്ചയിൽ തളർന്നു കിടക്കുന്ന ജെയ്. പതിയെ ബോധം വന്ന് എഴുന്നേൽക്കുമ്പോഴാകട്ടെ പടിയിറങ്ങി വരുന്ന ജെയ്സൺ. നമ്മൾ മുൻപ് ബാറിൽ വെച്ച് കണ്ട ജെയ്സൺ 2. കൺമുമ്പിൽ കിട്ടിയാൽ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് മുഖത്ത് പരിക്കുകളുള്ള ജെയ്സൺ 2 ഇറങ്ങി വന്ന് തൻ്റെ കുടുംബം എവിടെന്ന് ചോദിക്കുമ്പോൾ നിന്നെപ്പോലെ തന്നെ എനിക്കും അറിയില്ലെന്ന് ജെയ്. ജെയ്സൺ 2 നേരെ പിടിച്ച് ജെയ്യുടെ കൈ നോക്കുന്നു. തുടക്കത്തിൽ വെയർഹൗസിൽ വെച്ച് സ്വയരക്ഷയ്ക്കായി ജെയ്സൺ ജെയ്യുടെ കൈ ഒരു കൂർത്ത കമ്പിയിലേക്ക് കയറ്റിയപ്പോൾ ഉണ്ടായ മുറിപ്പാട് കണ്ട് അത് തന്നെ ബോക്സിലേക്ക് കയറ്റിയിട്ട് ജെയ് എന്ന് മനസ്സിലാക്കി കുടുംബം എവിടെന്ന് ചോദിച്ച് അറിഞ്ഞും പുറഞ്ഞും തല്ലുമ്പോൾ ജെയ്സൺ ചാർലിയും ഡാനിയും ഒത്ത് വണ്ടിയിൽ എങ്ങോട്ടൊന്നില്ലാതെ പോവുകയാണ്. വണ്ടി ബ്ലെയറിൻ്റേതാണ്. ജെയ്സൺ നൈസായി പൊക്കിയ കാറിൽ എവിടെ പോകണമെന്ന് താൻ തീരുമാനിച്ചാൽ ശരിയാവില്ലെന്നും നിങ്ങൾ ചോസ് ചെയ്യാനും പറയുന്നത് കേട്ട് ചാർലി എനിക്കൊരു സ്ഥലം അറിയാമെന്നും പറഞ്ഞ് കൂട്ടുകാരൻ ജെയിംസിൻ്റെ വീട്ടിലേക്ക് ആ യാത്ര തൽക്കാലത്തേക്ക് നിർത്തുന്നു. ജെയിംസും കുടുംബവും വല്ലപ്പോഴും വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണിത്. പാസ്വേഡ് അടിച്ച് കഥക് തുറന്നു കയറുന്ന ചാർലിയെ കണ്ട് അവൻ ജെയിംസുമായി സ്ഥിരം കൂടാറുണ്ടെന്ന് ഇരുവരും മനസ്സിലാക്കിയ ശേഷം എല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആവാൻ ശ്രമിക്കുന്നു. നേരത്തെ തന്നെ കുറച്ച് ഡൗൺ ആയിരുന്ന ചാർലി ആകട്ടെ ഇപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ കണ്ട് വീണ്ടും വീക്കായിരിക്കുകയാണ്. ആ കണ്ടതെല്ലാം തൻ്റെ അച്ഛനാണെന്ന് ചാർലി. അതെ, എന്നാലല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഇപ്പോഴൊന്ന് ഉറങ്ങിയിട്ട് നമുക്ക് നാളെ നോക്കാമെന്ന് പറഞ്ഞ് ഡാനിയുടെ അടുക്കലേക്ക് വരുമ്പോഴാകട്ടെ ആകെ തകർന്ന അവസ്ഥയിലാണ്. ഊരാക്കുടുക്കിൽ നിന്നും പരമാവധി പ്രയത്നിച്ച് ജെയ്സൺ തിരികെ എത്തിയതിൽ ആശ്വാസമുണ്ട്. എന്നാൽ ജീവിതം ഇനി എങ്ങനെ തുടങ്ങണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. മാക്സിൻ്റെ മരണത്തിനു ശേഷം നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചില്ലേ എന്ന് ഡാനിയെ സമാധാനിപ്പിച്ചുറക്കുന്നെങ്കിലും ജെയ്സൺ ഉറക്കമില്ല. ഏത് നിമിഷവും മറ്റു ജെയ്സന്മാർ അവിടെ എത്താം. തൻ്റെ കുടുംബത്തിനു വേണ്ടി ഏതറ്റവും വരെ പോകുന്ന രീതിയാണ് എല്ലാ ജെയ്സണും ഉള്ളത്. അങ്ങനെ അവിടെയുള്ള കമ്പ്യൂട്ടറിൽ പോയി തൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴാകട്ടെ ഞെട്ടിത്തരിക്കുകയാണ്. മെയിലിൽ തന്നെ ഒരു പുതിയ ഗ്രൂപ്പ്, എൻടാങ്കിൾമെൻറ്റ് എന്ന പേരിൽ. ആ ഗ്രൂപ്പിലുള്ളതോ ബോക്സ് വഴി ലോകത്തെത്തപ്പെട്ട സകല ജെയ്സൺ വേരിയൻസും. എന്താണെന്നറിയാൻ നമ്മുടെ ജെയ്സൺ ഗ്രൂപ്പിൽ ആടായി നോക്കുമ്പോഴോ ഓൾറെഡി തന്നെ 103 ജെയ്സന്മാർ ഓൺലൈനിൽ. എന്താ അല്ലേ? എല്ലാവരും മെസ്സേജും വീഡിയോ കോളും ഒക്കെയാണ്. ഡാനിയലെ കണ്ടോ, ചാർലിയെ കണ്ടോ എന്നൊക്കെയും ഞാനാണ് ഏറ്റവും ഡിസേർവിംഗ് എന്നുള്ള മെസ്സേജുകൾ വേറെ. ഒടുവിൽ നമുക്കൊരുമിച്ച് കുടുംബത്തെ കണ്ടുപിടിക്കാമെന്നുള്ള ജെയ്സന്മാരുടെ പ്രൈവറ്റ് മെസ്സേജ് വരുന്നതോടെ അത് ഓഫാക്കി ഒരു ഇരുമ്പ് ദണ്ടുമെടുത്ത് ഏത് നിമിഷവും ഒരു അറ്റാക്കിന് തയ്യാറായി ജെയ്സൺ വീടിനുള്ളിൽ കാവലായി സോഫയിൽ ഇരിക്കേണ്ട അവസ്ഥ. ബുദ്ധി കൂടുതലായി പോലുണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങളെ. നേരം പുലർന്നെഴുന്നേൽക്കുന്ന ജെയ്സൺ കോഫിയുമായി ഡാനിയിലെ ഇരിക്കുന്ന വീട്ടിലെ ബീച്ച് വ്യൂ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഡാനിക്ക് എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. ആദ്യമൊക്കെ ജെയ്യുടെ പെരുമാറ്റം വളരെ ഇഷ്ടമായി തോന്നി. ജീവിതം വീണ്ടും ഒന്നേയും തുടങ്ങിയ പോലെ. എന്നാൽ അത് തൻ്റെ യഥാർത്ഥ ഭർത്താവായിരുന്നില്ല. പരിഭവിക്കുന്ന ഡാനിയെ ആശ്വസിപ്പിച്ച് തന്നെ വിവാഹം കഴിക്കാത്ത ഒരു ഡാനിയല വെർഷനെ കണ്ടതായി പങ്കുവയ്ക്കുകയാണ് ജെയ്സൺ. ആർട്ട് ഗാലറി നടത്തി നല്ല സ്വീകാര്യതയിൽ ജീവിച്ചു വന്ന ഡാനിയല വർഗാസ് കല്യാണം കഴിച്ചിട്ടേയില്ല. അവിടെ താൻ ഹാപ്പിയായിരുന്നു എന്ന ഡാനിയുടെ ചോദ്യം. അന്ന് അവൾ എന്നോട് നിന്നെപ്പറ്റി ചോദിച്ചതും അതുതന്നെയായിരുന്നു. ഇതേ സമയം വീട്ടിൽ കുടുംബവുമൊത്തുള്ള ചില മധുര നിമിഷങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടെണീക്കുന്ന ജെയ്സൺ 2 രാവിലെ തന്നെ ബാങ്ക് അക്കൗണ്ടും മറ്റും ചെക്ക് ചെയ്യുകയാണ്. ഹോട്ടലിലോ ഫ്ലൈറ്റ് ടിക്കറ്റിനോ ഒന്നും ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. മൂവരുടെയും ടവർ ലൊക്കേഷനും ഫോൺ ഓഫായതിനാൽ അൺഅവൈലബിൾ ആണ്. ഉടൻ തൻ്റെ ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്ന് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ജെയ്യുടെ പക്കൽ നിന്നും ഫോൺ എടുക്കുമ്പോൾ അതിൽ ബ്ലെയറിൻ്റെ മെസ്സേജ്. വണ്ടി ഇപ്പോഴെങ്ങാനും തിരിച്ചു കിട്ടുമോന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നും. ജെയ്സൺ 2 അതിന് റീപ്ലൈ കൊടുക്കുമ്പോൾ ജെയ്സൺ ഡാനിയലോട് താൻ കഴിഞ്ഞ ദിവസം മെയിലിൽ കണ്ട ഗ്രൂപ്പിനെക്കുറിച്ചും 100ഓളം ജെയ്സൺ വേരിയൻസ് ഈ സമയം തന്നെ ഈ ലോകത്ത് എത്തിയിട്ടുള്ളതായും പറയുമ്പോൾ അവരെന്താ ചർച്ച ചെയ്യുന്നതെന്ന ചോദ്യം ഡാനിയിൽ നിന്നും. ചിലർ ലോട്ടറി സിസ്റ്റം പോലെ ഡാനി തിരഞ്ഞെടുക്കുന്ന ആൾ നിന്നിട്ട് ബാക്കി എല്ലാവരും പോയിക്കോണം. ചിലർ ഡാനി തിരഞ്ഞെടുക്കുന്ന ആളുടെ കാവലായി ശിഷ്ടകാലം ജീവിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നവർ. രസകരമായ ചർച്ചയെക്കുറിച്ച് അറിഞ്ഞ് ഇരുവരും ചാർലിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വീട്ടിൽ ജെയ്സൺ 2വിനോട് തൻ്റെ ലോകത്തിലുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ചോദിക്കുകയാണ്. ജെയ്സൺ 2 ഇത് കേട്ട് കട്ടക്കലിപ്പിൽ.
സ്വന്തം ഭാര്യയും മകനെയും പിടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് നിന്റെ ഡാനിയല മരിച്ചെന്നും ഡോൺ കൊന്നതായും നീ ഉപേക്ഷിച്ച അമാൻഡയാണ് തന്നെ ബോക്സിൽ കയറ്റി രക്ഷപിടിച്ചതെന്നും എന്നാൽ ബോക്സിൽ വെച്ച് പേടിച്ചു ഭയന്ന് ആറാമതായി തുറന്ന ഒരു കതക് ഒരു വലിയ കാട്ടിലേക്കായിരുന്നുവെന്നും കാട്ടുതീ പടർന്നു കഴിഞ്ഞ പോലത്തെ ഒരു ഇരുണ്ട അന്തരീക്ഷത്തിൽ നടന്നു നോക്കുമ്പോൾ പെട്ടെന്നടിച്ച കാറ്റത്ത് മരങ്ങൾ കടപുഴകി വീണപ്പോൾ ഒരു കൂറ്റൻ മരം അവളുടെ മേലേക്ക് വീണ് 2 ദിവസം നിറകിച്ചാണ് മരിച്ചതെന്നും താൻ അവിടുന്ന് പരിക്കുകളോടെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്നുമുള്ള വാക്കുകൾ കേട്ട് ജയ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അമാൻഡ ധരിച്ചിരുന്ന മാല ജെയ്സൺ 2 കഴുത്തിലിട്ടിരിക്കുന്നത് കാണാം. നീ ഉണ്ടാക്കിയ മറ്റു നാശങ്ങളും കാണിക്കാമെന്ന് പറഞ്ഞ് മെയിലിലെ ഒരു പറ്റം ജെയ്സൺമാരുടെ ഗ്രൂപ്പ് കാണിക്കുമ്പോൾ ജയ് കരുതിയിരുന്നത് തൻ്റെ ജീവിതം ജെയ്സൺ ഇഷ്ടപ്പെടുമെന്നായിരുന്നുള്ള വർത്തമാനം കേട്ട് ജെയ്സൺ 2 പുച്ഛഭാവത്തോടെയുള്ള ചിരി. ദേഷ്യം അങ്ങോട്ട് റൈസ് ആവാൻ നേരം ഫോണിൽ മെസ്സേജ് വരികയാണ് ബ്ലെയറിൻ്റെ. 10 മണിക്ക് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട്. ജെയ്സൺ ചാർലിയുമൊത്തുള്ള പാചകവേളയിൽ അവിടെത്തുന്ന ഡാനിയലുമായി ജയ് വന്നു കഴിഞ്ഞുണ്ടായ സംഭവങ്ങളെപ്പറ്റി തിരക്കുകയാണ്. ഡാനിയലയുടെ ഒരു എക്സിബിഷൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചും ചാർലിക്ക് പുതിയ വണ്ടി, പുതിയ സ്കേറ്റ് ബോർഡിനെ കുറിച്ചും അറിഞ്ഞ ശേഷം നട്ട്സ് അടങ്ങിയ ഐസ്ക്രീം കൊടുത്ത് മരണത്തിന്റെ വക്കുവരെ എത്തിച്ചതേക്കുറിച്ചും മാക്സിന്റെ കാര്യം അറിയാതെ ബർത്ത്ഡേ ദിവസം മരത്തിന് താഴെ ഇരുന്നുള്ള സ്മരണവേളയിൽ എത്താത്തതിനെക്കുറിച്ചും അറിയുമ്പോൾ അവനൊരു പോങ്ങൻ തന്നെയെന്ന് ജെയ്സൺ പറയുന്നു. അങ്ങനെ ഡസൻ കുടുംബത്തിലേക്ക് വീണ്ടും സന്തോഷ നിമിഷങ്ങൾ വരുമ്പോൾ യഥാർത്ഥ വീട്ടിൽ നടക്കുന്നതൊന്നും അറിയാതെ ബ്ലെയർ തിരക്കിയെത്തിയിരിക്കുകയാണ്. ചോരയും ശാന്തതയുമൊക്കെയായി വശപ്പിശക കണ്ട് പതിയെ നടന്നൊരു കതക് തുറക്കുമ്പോൾ അതിൽ കെട്ടിയിട്ടിരിക്കുന്ന ജയ്. പെട്ടെന്ന് സൈഡിൽ ജെയ്സൺ 2. അന്തിച്ചു നിൽക്കുന്ന ബ്ലെയറോട് ഉപദ്രവിക്കാൻ ഒരു ഉദ്ദേശവുമില്ല, എന്നാൽ ഫോൺ വഴി കാറിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാമെന്ന് തിരക്കി തരാൻ ആവശ്യപ്പെടുമ്പോൾ ഇടിച്ചിട്ടോടാൻ ശ്രമിക്കുന്ന ബ്ലെയറെ തോക്കെടുത്ത് വെടിവെച്ച് ഭീഷണിപ്പെടുത്തുന്നതിനെ തുടർന്ന് അവർ തിരികെ നടന്ന് കോട്ടിനുള്ളിൽ പതിയെ കൈയിട്ട് അതിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് ജെയ്സൺ 2 മുഖത്തേക്ക് വെച്ച് അടിച്ചു കൊടുക്കുന്നു. നീറിക്കൊണ്ട് താഴെയിടുന്ന തോക്കെടുത്ത് ബ്ലെയർ ഇരുവരെയും ഫ്രീസ് ചെയ്ത് എന്ത് നാശം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തിരക്കുകയാണ്. ഒരു അപൂർവ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുള്ള ജെയ്സൺ അറിയാൻ എക്സൈറ്റഡ് ആയുള്ള പല ചോദ്യങ്ങളുമുണ്ട്. മറ്റുള്ള റിയാലിറ്റി ലോകങ്ങൾ അത് സത്യത്തിൽ എവിടെയാണെന്നറിയാൻ ഡാനിയല ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ആ ലോകങ്ങളെല്ലാം നമുക്ക് ചുറ്റുമാണ്, വളരെ അടുത്ത്, മൈക്രോൺ ദൂരത്തിൽ. നമ്മുടെ കോൺഷ്യസ്നെസ് എന്നത് ഒരൊഴുക്കാണെങ്കിൽ നമുക്ക് ആ ലോകങ്ങളെല്ലാം കണ്ടനുഭവിക്കാൻ കഴിയും. ശേഷം ഒരിക്കലെങ്കിലും ഏതെങ്കിലും കടന്നുപോയ ലോകത്ത് തങ്ങാൻ തോന്നിയിരുന്നോ എന്ന ഡാനിയുടെ ചോദ്യം കേട്ട് തോന്നിയിരുന്നുവെന്നും അവിടെ സന്തോഷമായി ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ തിരികെ എത്തിയതിൽ ഒരു തരി വിഷമം പോലുമില്ലെന്ന് ജെയ്സണും. അങ്ങനെ ആ രാത്രിയിൽ ജെയ്സൺ ചാർലിയുമൊത്ത് കുറച്ച് സമയം പങ്കുവച്ച് ഡാനി മെയിലിലെ ആ ഗ്രൂപ്പൊക്കെ ഒന്ന് നോക്കി ശേഷം ഇരുവരും സംസാരിച്ചിരുന്ന് റൊമാൻസ് ബോണ്ടിലെത്തി ചില സ്വകാര്യ നിമിഷങ്ങളെല്ലാം പങ്കുവച്ച ശേഷം ഡാനി ജെയ്സണോടായി പറയുകയാണ് താൻ തൻ്റെ ജെയ്സണെ തിരഞ്ഞെടുത്തെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും മെയിലിലെ ഗ്രൂപ്പിൽ പറഞ്ഞതായി. ഇരുവരുടെയും സ്നേഹ പുണരലെല്ലാം കഴിഞ്ഞ് ജെയ്സൺ പുറത്തേക്ക് കാവലിനായി ഒരുങ്ങുമ്പോൾ പെട്ടെന്നൊരാൾ വെളിയിൽ ഓടി ഒളിയുന്നത് പോലെ കാണുന്നത് കണ്ട് കതക് തുറന്നിട്ട് അണച്ചണച്ച് നടന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരാൾ അവശനായി കിടക്കുന്നു. അത് ജെയ്സന്റെ ഒരു വേരിയൻ്റാണ്. ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മളിൽ ഒരുവനെന്ന അയാൾ. എനിക്ക് മരിക്കേണ്ടെന്നും ചാർലിയെ കാണണമെന്നും പറഞ്ഞ അവശനായ ജെയ്സൺ കരയുമ്പോൾ ദൂരെ നിന്നും മറ്റൊരു ജെയ്സൺ വെടിവെക്കുന്ന ശബ്ദം കേട്ട് ഓടി അകത്തേക്ക് കയറുമ്പോൾ ഡാനിയും എത്തി എന്താ വെടിവെച്ചതെന്ന് അന്വേഷിക്കുന്നു. താഴെ ഡൗൺ സ്റ്റേഴ്സിലേക്ക് പെട്ടെന്ന് ചാർലിയുമായി പോകാനും താൻ അവിടെ എത്താമെന്നും പറഞ്ഞ് ഡാനിയെ വിട്ടിട്ട് കഥ അടയ്ക്കുമ്പോൾ ആവട്ടെ ഉള്ളിൽ മറ്റൊരു ജെയ്സന്റെ വേരിയൻറ്റ് തോക്കുമായി നിൽക്കുന്നു. അത് ചൂണ്ടി പെട്ടെന്ന് ഡ്രസ്സ് അഴിച്ചു തരാൻ പറയുന്നത് കേട്ടടിക്കുമ്പോൾ എന്തേലും കോഡ് വേർഡ് ഉണ്ടോ എന്ന് ചോദിച്ച് അടുത്തിരുന്ന വേരിയന്റിനെ ഞൊടിയിടയിൽ ആക്രമിച്ച് തോക്ക് തട്ടിമാറ്റി തമ്മിൽ അടികൂടുമ്പോൾ വേരിയന്റിനെ വെടിവെച്ച് വീഴ്ത്തുന്നു ഉള്ളിലുള്ള മറ്റൊരു വെർഷൻ. അത് ജയ് ആണ്. ഉടൻ ഡാനിയും ചാർലിയും ഇറങ്ങി വരുന്നത് കണ്ട് ജയ് തോക്ക് താഴെ വെച്ച് ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നും ഇതിൻ്റെ എല്ലാം കാരണക്കാരനായ ആളാണ് താനെന്നും പറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ ചാർലി വന്നൊരൊറ്റയാടി. ചാർലിയെ തടുത്തുകൊണ്ട് നിങ്ങളെല്ലാം എങ്ങനെ ഈ സ്ഥലം കണ്ടെത്തിയെന്ന് ജെയ്സൺ. ബ്ലെയറിൻ്റെ ഫോൺ വഴി ട്രാക്ക് ചെയ്താണ് താൻ എത്തിയതെന്നും എന്നാൽ വണ്ടിയിൽ ഒരു വേരിയൻറ്റ് ട്രാക്കർ വെച്ചത് വഴിയാണ് മറ്റുള്ളവരെ മറിഞ്ഞ് ഇവിടെ എത്തിയതെന്ന് ജയ് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് വെടിവെച്ച് മൊഴിയും കൊണ്ടിരിക്കുകയാണ് കുറേ ജെയ്സനെ കൊന്നുകൊണ്ടിരിക്കുന്ന ജെയ്സന്മാർ. ഇവിടെ നിന്നാൽ അപകടമാണെന്നും വണ്ടി പുറത്ത് കിടപ്പുണ്ടെന്നും പറഞ്ഞ് ജയ് താക്കോൽ കൊടുക്കുന്നെങ്കിലും ജെയ്സന് വിശ്വാസം വരാതെ നോക്കുമ്പോൾ സത്യമായും സഹായിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ് കാർ കിടക്കുന്നിടത്തേക്ക് അവരെ നയിച്ച ശേഷം ഡാനി എന്ന് നോക്കി അവർ പുച്ഛഭാവത്തോടെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ജെയ്സനെ വിളിച്ച് കയ്യിലെ മോതിരമൂരി ഇത് നിന്റേതെന്ന് പറഞ്ഞ് നൽകുന്നു. ഉള്ള ഗ്യാപ്പിൽ വണ്ടി ഓടിച്ച് പുറത്തു കിടക്കാൻ നോക്കുമ്പോളാകട്ടെ അടുത്തൊരു ജെയ്സൺ മുന്നിൽ തോക്കുമായി ഇടിച്ചു തെറിപ്പിച്ചൊരു വിധത്തിൽ പുറത്തു കടന്ന് തിരികെ ടൗണിലേക്ക് വെച്ച് പിടിക്കുകയാണ്. വണ്ടിക്കുള്ളിൽ ജയ് അവർക്കായി സൂക്ഷിച്ചിട്ടുള്ളത് ശേഷിക്കുന്ന ആംബ്യൂളുകളും മാക്സിൻ്റെ ഓർമ്മയ്ക്കായുള്ള വീട്ടിലിരുന്ന ബോക്സും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത ഫോണും. ജയ്യുടെ കുറ്റമേറ്റ് പറച്ചിൽ, ക്ഷമാപണം, സ്വന്തം ലോകത്തു നിന്നും വിഷമത്തോടെ ആണെങ്കിൽ കൂടി ഒരിക്കൽ ആഗ്രഹിച്ച ജീവിതം ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്ത കുറേ കാര്യങ്ങൾ. എന്നാൽ ആദ്യം ഡാനിയലയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. എന്നാൽ ജെയ്സൺ, ഞാൻ കരുതുന്നത് നമ്മൾ ഇരുവരിലും സ്നേഹബന്ധങ്ങൾക്ക് വേണ്ടി ജീവിതം നൽകാൻ പേടിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. നീ അതിനെ ബ്രേക്ക് ചെയ്ത് കടന്നുപോയി. എന്നാൽ ഞാൻ ആ പാട്ട് നശിപ്പിക്കാനാകാതെ ഒതുങ്ങിപ്പോയി.
നിനക്ക് അടുക്കും ചിട്ടയുമില്ലാത്ത നല്ലൊരു മനോഹര ജീവിതവും സമ്മാനമായി ലഭിച്ചു. ക്ഷമയർഹിക്കുന്നില്ല. എന്നിരുന്നാലും ഈ ലോകം ഇനി സുരക്ഷിതമല്ല. മറ്റൊരു വീട്ടിലെത്തുക എന്നത് മാത്രമാണ് ഏക വഴി. അത് നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. അങ്ങനെ ജെയ്യുടെ വാക്കുകൾ കേട്ട് നേരെ വെയർഹൗസിലേക്ക് എത്തുകയാണ്, ബോക്സിനടുക്കലേക്ക്. എല്ലാം തുടങ്ങിയ ആ സ്ഥലത്തേക്ക്. ഈ ലോകത്ത് നിന്ന് വിടവാങ്ങാൻ വിഷമിച്ചിരിക്കുന്ന ചാർലിയോട് ഇവിടെ നിന്നാൽ ഓരോ നിമിഷവും ഭയന്ന് ജീവിക്കണമെന്ന് പറഞ്ഞു മനസ്സിലാക്കി ബോക്സിനടുക്കിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവിടെ ജെയ്സന്റെ ഒരു വലിയ പറ്റം വേരിയന്റുകൾ നിൽക്കുന്നു. ഇരുവരും പേടിച്ചു നിൽക്കുമ്പോൾ ആ വേരിയൻസ് എല്ലാം കണ്ട്, ഭയപ്പെടേണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങളുടെ ഇനിയുള്ള ഏക വഴി ബോക്സ് ആണെന്നും യാത്ര പറയാൻ വന്നതാണെന്നും വിവിധ ജെയ്സന്മാർ പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നടന്നെടുത്തിട്ട് ഡാനിയല എല്ലാവരോടുമായി ക്ഷമ ചോദിക്കുകയാണ്. അതിലെ സഹനശക്തിയുള്ള ഒരു ജെയ്സൺ വന്നിട്ട് നീയും ചാർലിയും സന്തോഷമായിരിക്കണമെന്നും അവരെ നോക്കണമെന്നും നമ്മുടെ ജെയ്സണോട് പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ അവർ നടന്നു നീങ്ങുന്നത് കണ്ട് അതിലെ മറ്റൊരു വേരിയൻ പരിഭവത്തോടെ ഓടി വന്ന് തടയാൻ ശ്രമിക്കുന്നെങ്കിലും കട്ടിമനസ്സുള്ള ജെയ്സൺ എല്ലാവരോടുമായി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നും മാറി നിൽക്കാനും പറയുന്നത് കേട്ട് വിഷമത്തോടെ മാറി നിൽക്കുന്ന ഒരു കൂട്ടം ജെയ്സണുകൾക്കിടയിലൂടെ മൂവരും ബോക്സിലേക്ക് കയറുകയാണ്. മറ്റൊരു ലോകത്തിൽ ലാവൻഡർ ഫെയറി നിർമ്മിക്കുന്ന റയാൻ, ലൈറ്റനെ കാത്തിരിപ്പുള്ള കൈവിരലുകൾ അറ്റുപോയ ഡോൺ, ഓരോ ലോകങ്ങളും ആസ്വദിച്ച് സ്വർഗീയ ജീവിതം നയിക്കുന്ന ലൈറ്റ്, താൻ കണ്ടെത്തിയ ലോകത്ത് ഒരു നല്ല ജീവിതം സൃഷ്ടിക്കുന്ന അമാൻഡ, അവരുടെ അടുക്കലേക്ക് എത്തുന്ന മറ്റൊരു റയാൻ. അവിടെ ഇരുവരും ആദ്യമായി പരിചയപ്പെടുമ്പോൾ ബോക്സിൽ നിന്നും ഒരു പുതിയ ലോകത്തേക്ക് കടക്കാനായി ജെയ്സണും ഡാനിയലയും ചാർലിയും. ചാർലിയെ കഥക് തുറക്കാൻ അനുവദിച്ചവർ പ്രകാശപൂരിതമായ ഒരു ബ്രൈറ്റ് ലോകത്തേക്ക് കടക്കുകയാണ് സുഹൃത്തുക്കളെ, അവരുടെ പുതിയൊരു ജീവിതത്തിലേക്ക്. എന്ത് മനോഹരമായ ഒരു അനുഭവമായിരുന്നു ഡാർക്ക് മാറ്റർ. ആദ്യം തന്നെ ജെയ്സൺമാരായി എക്സലന്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ജോയൽ എഡ്ഗർട്ടൺ, ഹാറ്റ്സ് ഓഫ്. മനമയക്കുന്ന കുറേ മൊമെന്റ്സ് തന്ന ജെനിഫർ കോണലിയും ആലിസ് ബ്രാഗയും, രണ്ടു സുന്ദരികൾ, ബിഗ് അപ്സ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയ തലയായ ഷോ റണ്ണർ ബ്ലേക്ക് ക്രൗച്ചിനൊരു കൂപ്പുകയും. ലൈറ്റൺ ഈസ് എ മിസ്റ്ററി.